ഹേ മാധവ ഹേ കേശവ ഹേ മാധവ ഹേ കേശവ മുരളീധര കണ്ണ മനമോഹന മുരളീധര കണ്ണ മനമോഹന നന്ദ ആനന്ദ നന്ദ സുന്ദര ഗോപാല നന്ദ ആനന്ദ നന്ദ സുന്ദര ഗോപാല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഓർമ്മ ഉണ്ടോ പറഞ്ഞത്? ഉണ്ടോ? സ്ഥാനം. വെരി ഗുഡ്. ഇടയ്ക്കൊന്ന് പരീക്ഷിക്കണ്ടേ? ഈ പറയണതിനൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ശരി. അപ്പം സ്ഥാനം എന്നാണ് ലക്ഷണം. മനുഷ്യജന്മത്തിൻ്റെ സ്ഥാനമാണ് ഇതിലെങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഈ ലോകത്ത് നമുക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അത് മറ്റ് മൃഗങ്ങളെപ്പോലെയല്ല. ആ മൃഗങ്ങൾക്കൊക്കെ ഈശ്വര വിചാരം ചെയ്യാനുള്ള ശേഷി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ മനുഷ്യനതുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, നമുക്കറിയാം. അതിനുള്ള ശേഷിയുണ്ട്. അത് ചെയ്യാണ് വേണ്ടത്. അതിനാണ് ഈ ജന്മം കിട്ടിയത് എന്നുള്ളത് ബോധിപ്പിക്കുകയാണ് ഈ ഒരു സ്കന്ധം. ഈ സ്കന്ധം എന്നല്ല, എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളും തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്കന്ധത്തിൽ കുറച്ചധികം ആ കാര്യം എടുത്ത് പറയണം. അങ്ങനെ ഒരു ഉപദേശം നമ്മൾ ഇന്നലെ കേട്ടു. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹത്തെ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകാഹ യേന സത്വം ശുദ്ധ്യതി യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഈ കുട്ടികളെ ഈ ഒരു ശരീരം നമുക്ക് കിട്ടിയത് കഷ്ടങ്ങളായിട്ടുള്ള കാമങ്ങൾ അനുഭവിക്കാനല്ല, നേരെ മറിച്ച് തപസ്, ദിവ്യമായ തപസ് ചെയ്യാനാണ്. ആത്മവിചാരം, നിരന്തരമായ വിചാരം. ആദ്യമൊന്നും മനസ്സിലായില്ല എന്ന് വന്നേക്കാം, പക്ഷെ നിരന്തരമായ ശ്രവണത്തിലൂടെ ഈ തത്വം പിടികിട്ടും. ലേശം ലേശമായിട്ട് പിടികിട്ടും. ഒരു ദിവസം കൊണ്ട് കേട്ടാൽ വരുന്നല്ല പറയണത്. പക്ഷെ മെല്ലെ 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 ചിലപ്പോൾ ഒരു സപ്താഹം കൊണ്ട് കിട്ടിയില്ലെന്ന് വന്നേക്കാം. അടുത്ത സപ്താഹം, അങ്ങനെ ഒരു 4-5 സപ്താഹം കഴിയുമ്പോൾ ലേശം ലേശം പിടികിട്ടും. അതിന് ശ്രമിക്കണം. അഭ്യാസവും ആത്മാർത്ഥതയുമാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ ആർക്കും ഇത് നേടാൻ സാധിക്കും എന്നുള്ള ഉപദേശം. പിന്നെ ഇന്ന് കഥ പറയണത് സിന്ധു സൗവീർ എന്ന പേരായിട്ടൊരു ദേശം. ആ ദേശത്തിൽ രഘുഗണൻ എന്ന പേരായിട്ടൊരു രാജാവ്. രാജാവിൻ്റെ പേരെന്താ? രഘുഗണൻ. രഘുഗുണനല്ല, രഘുഗണൻ എന്നാണ്. ചില രഘുഗുണൻ എന്ന് പറയാറുണ്ട്, ചില പുസ്തകത്തിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. തെറ്റിപ്പോയതാ. ഇനി മറ്റ് ഗ്രന്ഥങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോയെന്ന് അറിയില്ല. ഭാഗവത്തിൽ രഘുഗണൻ എന്നാണ്. രഘുഗണൻ എന്ന പേരായിട്ടൊരു രാജാവ്. അദ്ദേഹം സിന്ധു സൗവീർ എന്ന പേരായിട്ടൊരു ദേശം, അവിടുത്തെ രാജാവാണ്. അദ്ദേഹത്തിനൊരു സംശയം. കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്ന ആളാണ്, കുറേയൊക്കെ പ്രഭാഷണം കേൾക്കാറുണ്ട്, സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ സംശയം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് ഒരു സംശയവും ഉണ്ടാവും. എന്ത് സംശയം? ഇവിടെ തിന്നാൻ കുടിക്കാൻ കിടന്നുറങ്ങാൻ, അല്ലാതെ അപ്പം എന്താ ചെയ്യേണ്ടു ഇവിടെ? അതല്ല, ഇങ്ങനെയൊക്കെ ലേശം കണ്ട് കേൾക്കുമ്പോഴാണ് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സംശയം എന്താ വെച്ചാൽ, ഞാൻ ആര്? ഇതാണ് സംശയം. എന്താ സംശയം? ഹൂ ആം ഐ? ഞാൻ ആര്? ഞാൻ നമ്മളിങ്ങനെ പറയാറുണ്ട്. അതാരാ? ഈ ശരീരമാണോ? ഈ ശരീരമാണെങ്കിൽ അതിൽ ഏതവയവമാണ് ഞാൻ? ഈ ഞാനെ കൊണ്ടാണ് സകല പ്രശ്നങ്ങളും. പക്ഷെ ഇതെവിടെ ആരെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അത് ശരീരമാണോ, അതല്ല ശരീരത്തിൻ്റെ ഉള്ളിലുള്ളൊരു വസ്തുവാണോ, ആത്മാവാണോ, ശരീരമാണോ, രണ്ടുണ്ടോ? ഇനി ഒന്നേ ഉള്ളൂ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും? മരിച്ചു കഴിഞ്ഞാൽ ശവം അവിടെ ഉണ്ട്, ആളെ കാണുന്നില്ല. എന്തോന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ നഷ്ടപ്പെട്ടത്? അതെവിടെ പോയി? ഈ ജാതി കുറേ ചോദ്യങ്ങളുണ്ട് ആർക്ക്? ഇദ്ദേഹത്തിന്. നമുക്കും ഈ ചോദ്യമൊക്കെ വേണം. അതില്ലാത്തതാണ് ഈ ബുദ്ധിമുട്ടായി. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംശയം ഞാനാരെന്നാണ്. ഞാനാര് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പുസ്തകജ്ഞാനം കൊണ്ട് കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. ഗുരുനാഥൻ്റെ മുഖത്തുനിന്ന് കേട്ടാൽ തന്നെ ഈ തത്വം ബോധിക്കുള്ളൂ. അതുകൊണ്ടാണ് പുസ്തകജ്ഞാനം കൊണ്ട് എന്താ കുഴപ്പം ചോദിച്ചാൽ, നല്ല തന്നെയാണ്, തെറ്റാന്നല്ല പറയണത്. പക്ഷേ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു സംശയം തോന്നിയാൽ ആ സംശയം പുസ്തകത്തോട് ചോദിക്കാൻ പറ്റുമോ? ഇതിങ്ങനെ വായിച്ച് വരുമ്പോൾ എന്തോ സംശയം തോന്നി, ആ പദത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല, അതവിടെ ഇരിക്കട്ടെ, അടുത്തത് വായിക്കുക എന്ന് കരുതുമ്പോൾ എന്താ കുഴപ്പച്ചാൽ അർത്ഥം മനസ്സിലാവാണ്ടിയാണ് അടുത്തത് വായിക്കുന്നത്. അതൊന്നും കൂടി ഭീകരാവും. ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾക്കൊക്കെ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം ആയിക്കോളുന്നില്ല.
ചിലപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെ എന്തൊക്കെയോ ധരിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, പുസ്തകത്തിനുണ്ട്. അതിൽ നല്ല കാര്യമാണ് പറഞ്ഞതെങ്കിലും അത് നല്ലൊരു അധികാരിയല്ല വായിക്കണതെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഗുരുമുഖത്തുനിന്ന് കേൾക്കുമ്പം അദ്ദേഹം പറയണത് മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യുക? അത് മനസ്സിലായില്ല കേട്ടോ, അത് കണ്ട് ഒന്നുകൂടി വ്യക്തമാക്കുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വ്യക്തമാക്കും. ഇനി നല്ല ഗുരുനാഥന്മാരാണെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല, പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മുഖഭാവം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ പറഞ്ഞത് ഇല്ല അതാണ് മനസ്സിലായില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും കൂടി സരളാക്കും, ഒന്നും കൂടി ആവർത്തിക്കും, ചില ഉദാഹരണങ്ങളും ഉപമകളൊക്കെ പറഞ്ഞ് അവരുടെ തരം മനസ്സിലാക്കി അവർക്ക് മനസ്സിലാകുന്ന വിധം ഉപദേശിക്കും. അതുകൊണ്ടാണ് എന്തും ഒരു ഗുരുമുഖത്തു നിന്ന് കേൾക്കണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് നോക്കിയും കൊണ്ട് കേൾക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുഖഭാവം കണ്ടാൽ മനസ്സിലാവും, ഇല്ല ഈ പറഞ്ഞത് വ്യക്തമായിട്ടില്ല, മനസ്സിലാവുമ്പോൾ ഒന്നുകൂടി സരളാക്കും, സംശയം തീർത്തു കൊടുക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണതയില്ല, ഒരു തൃപ്തിയില്ല, ശാന്തിയില്ല. അപ്പം അദ്ദേഹം ഞാൻ ആര് എന്ന് അന്വേഷിച്ചും കൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. എവിടേക്കാണ് പുറപ്പെട്ടത്? ഹിമാലയത്തിലേക്കാണ്, കപിലനെ കാണാൻ. കപില മഹർഷി ഇതിനെപ്പറ്റി വിസ്തരിച്ച് പഠിച്ച ആളാണ്, പറഞ്ഞു കൊടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് കരുതി ഈ സംശയമായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. യാത്ര പല്ലക്കിലാണ്. എന്തിലാണ് പോണത്? കേട്ടില്ല? പല്ലക്കിൽ. പല്ലക്കിലാണ് യാത്ര. പല്ലക്കെടുക്കാൻ 4 പേര് വേണം, നമുക്കറിയാം. 4 പേര് വേണം. അങ്ങനെ പല്ലക്കിൽ ഇയാൾ ഇരിക്കുന്നു. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയ സമയത്ത് 4 പേരിൽ ഒരാൾക്ക് എന്തോ പെട്ടെന്നൊരു വയ്യായ വന്നു, തലവേദനയോ എന്തോ ഒരു വയ്യായ വന്നു. 3 പേരെടുത്താൽ പല്ലക്ക് പോവുമോ? ഒരാളുടെയും വേണ്ടേ? ആ 3 പേരും കൂടി അന്വേഷിച്ചു. രാജാവിൻ്റെ യാത്ര മുടങ്ങാൻ പാടില്ല, അതുകൊണ്ട് ഒരാൾ വേണം. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ആരെ കണ്ടത്? അവിടെ ആ വയലിന് കാവൽ നിൽക്കുന്നു നമ്മുടെ ഭരതൻ. ഭരതൻ ആ ഭദ്രകാളിയമ്മ രക്ഷിച്ചു. അദ്ദേഹം പിന്നെയും പഴയ പണി തന്നെ, അവിടെ വയലിന് കാവൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവർക്ക് തോന്നി ഇയാൾ ഒറ്റയ്ക്ക് മതി പല്ലക്കെടുത്തുകൊണ്ടുപോകാൻ. അത്രയ്ക്ക് ശേഷി ആർക്കുണ്ട്, നല്ല ശക്തി, എന്താ തടിയും വലുപ്പമൊക്കെ. ഈ ഭരതനെ വിളിച്ചു, ഒരു മടിയില്ല. പല്ലക്കെടുത്ത് തോളിൽ വെച്ചു. ആരുടെ തോളിലാണ് വെച്ചത് മറന്നു പോകരുത്. പണ്ട് ലോകം മുഴുവൻ ഭരിച്ച ആളാണ് ആര്? ഭരതൻ. ആ ഭരതൻ്റെ പുറത്ത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന ആളാണ് എന്ത് ചെയ്തത്? തൻ്റെ പല്ലക്കെടുത്ത് വെച്ചത്. അതാലോചിക്കണം. നമ്മളാച്ചാൽ പറയില്ലേ ഞാനാരാന്ന് ഇഷ്ടമുണ്ടോ ചോദിക്കില്ലേ? അദ്ദേഹം ഒന്നും ചോദിച്ചില്ല, ഒന്നും വേണ്ടിയില്ല. തനിക്ക് ദേഹാഭിമാനമില്ല. തൻ്റെ ദേഹത്ത് ആ പല്ലക്ക് വെച്ചു, ആയിക്കോട്ടെ എന്ന് തങ്ങോട്ട് വീഴട്ടെ ഈ ശരീരം എന്നുള്ള മട്ടിൽ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. ആ പല്ലക്ക് തോളിൽ വെച്ച് നടക്കാൻ തുടങ്ങി. നടത്തം പക്ഷേ ലേശം പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർബന്ധം എന്താ വെച്ചാൽ താൻ കാരണം ഒരു ജന്തുവിന് പോലും വിഷമമുണ്ടാവരുത്. എന്താണ്? ഒരു ജന്തുവിന്, ഒരു ഉറുമ്പിന് പോലും. മനുഷ്യർക്ക് മാത്രം. നമ്മളൊക്കെ പിന്നെ നോക്കുക, അതാണ് അല്ലേ? നമ്മൾ വലിയ കേമായിട്ട് പ്രസംഗിക്കുക എന്താ? മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, മൃഗത്തെ ഉപദ്രവിക്കുക, കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. ഒരു ഉറുമ്പിന് പോലും താൻ കാരണം ബുദ്ധിമുട്ടുണ്ടാവരുത്. പല്ലക്കെടുത്ത് പോകുമ്പോൾ ഉറുമ്പിൻ്റെ വരി കണ്ട അദ്ദേഹം അവിടെ നിൽക്കും. എല്ലാവരും പോയി ഉറപ്പ് വരുത്തിയതിന് ശേഷം അദ്ദേഹം കാലെടുത്ത് വയ്ക്കുള്ളൂ. വേഗത്തിൽ നടന്നു പോകുമ്പം 8 കാലി വല കണ്ടാൽ അവിടെ നിൽക്കും, ചുറ്റും നോക്കും, ഇതിന് എവിടെയാണ് ഇതിൻ്റെ അറ്റം. കാരണം എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് 8 കാലി. എവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വീടുണ്ടാകും. ഇതിപ്പോൾ നമ്മളിതൊന്നും അറിയാണ്ട് അങ്ങോട്ട് അത് നശിപ്പിച്ചാൽ പിന്നെ ഇത് എത്ര കാലം മെനക്കെടണം. അതുകൊണ്ട് താൻ കാരണം ഒരു ജന്തുവിനും ആപത്തുണ്ടാവരുത് നോക്കി അദ്ദേഹം ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. ഈ നടത്തം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല? രാജാവിന് ഇഷ്ടപ്പെടും. അദ്ദേഹം നടന്നിങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് അങ്ങ് നിൽക്കും, ഇടയ്ക്ക് അവിടെ ഇരിക്കും, ഇടയ്ക്ക് ചാടും. ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം കാണുമ്പോൾ രാജാവിനത് ബുദ്ധിമുട്ടാണ്. നല്ല ഭംഗി സ്വസ്ഥമായിട്ട് അങ്ങനെ പോകാൻ പറ്റണില്ല. തൻ്റെ തല ഇങ്ങനെ അവിടെയും വടിയും പോയി മുട്ടുകണേ. അദ്ദേഹം ആ കർട്ടനൊക്കെ മാറ്റി നല്ലോണം നോക്കി ആരാണ് തൻ്റെ ഈ പല്ലക്ക് ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടെടുക്കണത് എന്നുള്ള മട്ടിൽ നോക്കിയ സമയത്ത് കാണുന്നത് 10-24 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല തടി, നല്ല ആരോഗ്യം, എന്തൊരു തേജസ്. ഇയാളാണോ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അദ്ദേഹത്തെ കളിയാക്കിയും കൊണ്ട് കുറച്ചൊന്ന് പരിഹസിക്കണം എന്നുള്ള മട്ടിൽ, അദ്ദേഹത്തിന് മനസ്സിൽ വിഷമമുണ്ടാവണം എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹോ കഷ്ടം ഭ്രാതർ വ്യക്തം ഒരു പരിശ്രാന്ത. അല്ല, താനിങ്ങനെ എടുക്കണതിന് അത്ഭുതമൊന്നുമില്ല. കാരണം കുറേ നേരമായല്ലോ ഈ പല്ലൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്. ഇല്ല, 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ക്ഷീണമായിട്ടുണ്ടാവും. അല്ല, അത് മാത്രമല്ല, 10-95 വയസ്സായല്ലോ. നല്ല പ്രായമുള്ള ആളല്ലേ. ആര്? 24 വയസ്സേ ഉള്ളൂ. അയാളെ നോക്കിയിട്ടാണ് ഇത് 10-95 വയസ്സ്. അല്ല, അത് മാത്രമല്ല, മെലിഞ്ഞുണങ്ങിപ്പോയിണ്ടല്ലോ. എന്താണ്? നല്ല തടിയാണ്. അയാളെ നോക്കി പറയാണ്, അല്ല മെലിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല 10-95 വയസ്സുകൊണ്ട് അങ്ങ് പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ എടുക്കുള്ളൂ. അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ കുറച്ച് പരിഹസിച്ചു. നമ്മളാണെങ്കിൽ തിരിച്ചു വല്ലതും പറയില്ലേ? വെറുതെ വിടുമോ? ഒന്നും വേണ്ടിയില്ല. അദ്ദേഹം പുഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ആ പറച്ചിലൊക്കെ കേട്ട് വീണ്ടും പല്ലക്കെടുത്ത് തോളിൽ വെച്ചു.
പല്ലൊക്കെ എടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങി. ആര്? ഈ ഭരതൻ. അപ്പോഴും പഴയതുപോലെ തന്നെ, ഇടയ്ക്ക് വലത്തോട്ട് ചാടും, ഇടയ്ക്ക് അവിടെ ഇരിക്കും, ഇടയ്ക്ക് നിൽക്കും, ഒരു മാറ്റവും ഇല്ല. ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ടും പേടിച്ചിട്ടെങ്കിലും ഒന്ന് എന്ത് പേടി, ഒന്നും വ്യത്യാസമില്ല. വീണ്ടും ഇതുപോലെ പല്ലൊക്കെ എടുത്ത സമയത്ത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. രാജാവിനങ്ങോട്ട് ദേഷ്യം വർദ്ധിച്ചു. ഞാൻ രാജാവാണെന്നുള്ള വിചാരം പോലും അയാൾക്കില്ല. ആ പല്ലൊക്കെ താഴെ വെച്ച് അതിൽ ഇറങ്ങി രാജാവ് ഭരതനോട് കുറച്ചങ്ങോട്ട് പറഞ്ഞു, കിമിതമരേ ത്വം ജീവൻ മൃതോ മാം കതർത്ഥീകൃത്യ ഭർതൃശാസനമതിചരസി. എനിക്കെന്താ, ഞാൻ ആരാ മനസ്സിലായില്ല എന്നുണ്ടോ? ഞാൻ രാജാവാണ്. ആരാണ്? എനിക്ക് അധികാരമുണ്ട്, അത് നിനക്കറിയോ? സാധാരണ ആളെ പോലെ കണക്കാക്കണ്ട. അപ്പം ഭരതൻ എന്താ പറയേണ്ടത്? താൻ ഈ പഞ്ചായത്തലടോ ഭരിക്കുന്നത്, ഞാൻ പണ്ട് ഈ രാജ്യം ഭരിച്ച ആളാ എന്ന് പറയേണ്ട ആളാ. ഒന്നും വേണ്ടിയില്ല. താൻ നേരെ നടന്നില്ലെങ്കിൽ തന്നെ ഞാൻ നേരെ നടത്തിക്കും, തന്നെ നേരെയാക്കും, ഞാൻ അടിച്ചു നേരെയാക്കും. നേരെ നടക്കടോ, തനിക്കെന്താ ചെവി കേൾക്കില്ലേ? ഇത്രയും അങ്ങോട്ട് പറഞ്ഞ സമയത്ത് ഭരതന് തോന്നി, എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് പറയാം എന്ന് കരുതി ഭരതൻ പറയാൻ പുറപ്പെടുകയാണ്. ഏവം ബഹ്വബദ്ധമഭിഭാഷമാണം. ഇങ്ങനെ അബദ്ധങ്ങൾ ധാരാളം പറയുന്ന ആ രഘുഗണ രാജാവിനോട് നരദേവാഭിമാനം. ഇങ്ങനെ അബദ്ധം ഇയാൾ പറയാൻ കാരണം എന്താ വെച്ചാൽ അഹങ്കാരം കൊണ്ടാ. എന്താ കാരണം? നരദേവാഭിമാനം, താൻ രാജാവാണ് എന്നുള്ള അഭിമാനം കൊണ്ടാണ്. ഈ അഭിമാനം ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈശ്വരനെ അറിയാൻ സാധിക്കാത്തത്. മോഹമുണ്ട്, ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം എങ്ങോട്ട് പോകുന്നത്, കപിലനെ കാണാൻ പോകുന്നത്. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ? പദവിയോടുള്ള അഭിമാനം. ഞാൻ രാജാവാണ്, ഞാൻ ഇങ്ങനെ ഒരാളാണെന്നുള്ള വിചാരം കൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ ആ അഭിമാനം കൊണ്ട് ഇല്ലാണ്ടിയാക്കണ്ടേ? അതിനുവേണ്ടി അദ്ദേഹം ലേശം പറയാമെന്ന് കരുതി. അതല്ലാതെ ദേഷ്യം കൊണ്ട് പറയല്ല, തന്നെ പരിഹസിച്ചു എന്നുള്ള വിഷമം കൊണ്ട് പറയല്ല. അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞു, വിഗതസ്മയ ഇതമാഹ. പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു പരീക്ഷത്തെ. ആര്? ഭരതൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞാൽ ഒട്ടും ടെൻഷൻ അടിച്ച് വെപ്രാളം കൊണ്ട് പരിഭ്രമിച്ചിട്ട് തന്നെ അപമാനിച്ചുള്ള വിഷമം കൊണ്ട് പറയല്ല എന്നർത്ഥം. ശാന്തനായതുകൊണ്ട് ആ ഭരതൻ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. എന്താ പറയണത്? ആത്മതത്വമാണ് അദ്ദേഹം പറയണത്. ഇതുവരെ ആരോടും മിണ്ടിയിട്ടില്ല. അച്ഛനോട് മിണ്ടിയില്ല, അമ്മയോട് മിണ്ടിയില്ല, സുഹൃത്തുക്കളോട് മിണ്ടിയില്ല, ബന്ധുക്കളോട് മിണ്ടിയില്ല. ഭദ്രകാളി അമ്മയോട് പോലും മിണ്ടാത്ത ആൾ ഇപ്പം മിണ്ടാൻ പുറപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊന്നും പറയില്ല. അത്യാവശ്യം വേണ്ടതല്ല അദ്ദേഹം പറയുള്ളൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാര്യം, ത്വയോദിതം വ്യക്തം അവിപ്രലബ്ധം ഭർത്തുസമയസ്യാദ്യതി വീരഭാരഃ ഗന്ധുർയതി സ്യാദധിഗമ്യമധ്വാ പീവേതിരാശൗ നവിതാം പ്രവാദഃ. രാജാവേ, അങ്ങ് പറഞ്ഞതൊക്കെ സത്യ. അങ്ങ് എന്നെ കളിയാക്കി പറഞ്ഞതാണ്, അതെനിക്ക് മനസ്സിലാവായൊന്നുമില്ല. പക്ഷേ അങ്ങ് പറഞ്ഞത് കളവാന്ന് പറയാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞു എനിക്ക് നല്ല പ്രായമുണ്ടെന്ന്. അതെ, ആവാം. ഈ പ്രായം, ഈ ശരീരം നോക്കുകയാണെങ്കിൽ 14 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ മുമ്പ് ഞാൻ മാനായിരുന്നു. ആ ആയുസ് കണക്കാക്കുക. അതിൻ്റെ മുന്നേ ഭരതൻ എന്ന രാജാവായിരുന്നു. എല്ലാം കൂടി കണക്കാക്കുമ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാ, ഒരു 95 വയസ്സൊക്കെ ചിലപ്പം ഉണ്ടാവാം. പിന്നെ അങ്ങ് പറഞ്ഞു ഞാൻ മെലിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അല്ല, ഞാൻ കുറച്ചൊക്കെ തടിച്ചിട്ടാണ്. അത് ശരിയാണ്. അല്ല, തടിക്കുക മെലിയുക എന്നൊക്കെ പറഞ്ഞത് ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ കണക്കാക്കുക. ഒരാൾ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ എന്നുള്ളത് ഇപ്പം എങ്ങനെ കണക്കാക്കും? അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ആപേക്ഷികമാണ്. എന്താണ്? ആപേക്ഷികമാണ്. അപ്പം ഞാൻ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ ചോദിച്ചാൽ എങ്ങനെയാ പറയുക? എങ്ങനെയാ? എന്താ അഭിപ്രായം? തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ? അതെങ്ങനെയാ അപ്പോൾ അത് പറയുക? അത് അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ടാണ് പറയാം. അപ്പോൾ എന്നെക്കാൾ തടിച്ചൊരാളെ കൊണ്ടിരുത്തിയാൽ നമ്മളെന്ത് പറയും? എന്നെ നോക്കിയിട്ട് പറയും മെലിഞ്ഞ നമ്പൂരി എന്ന് പറയും. എന്നെക്കാൾ മെലിഞ്ഞും കൊണ്ടൊരുത്തനെ കൊണ്ടിരുത്തിയാൽ പറയും എന്ത് പറയും? ആ തടിച്ച നമ്പൂരി. ഒരാൾ തടിച്ചു മെലിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് നോക്കണത് ശരീരം നോക്കിയിട്ടല്ല, എൻ്റെ മനസ്സ് നോക്കിയിട്ടാണ് പറഞ്ഞത്. ആണോ? എൻ്റെ ആത്മാവ് നോക്കിയിട്ടാ? അല്ല. അപ്പം ശരീരം നോക്കിയിട്ടല്ലേ. ഈ ശരീരം എന്ന് പറഞ്ഞാൽ അത് അടിക്കും മെലിയും, ഇടയ്ക്ക് യോഷിക്കും, ഇല്ലാണ്ടിയാവും. അത് ഞാനല്ലല്ലോ. ഞാനെങ്ങനെ തടിക്കും, ഞാനെങ്ങനെ മെലിയും? ഈ ശരീരം ഞാനല്ല. വ്യാധി അത് ശരീരത്തിനുണ്ട്, അതെനിക്കല്ല. ആധി ദുഃഖം അതാർക്കാനുള്ളത്? അത് മനസ്സിനാണ്, എനിക്കല്ല. പിന്നെന്തിനീ ടെൻഷൻ ആർക്കാ? മനസ്സിനാണ്. ഞാൻ മനസ്സല്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് പോവും? ടെൻഷൻ പോയി. ഇത് പക്ഷേ ഇത് ചിന്തിക്കാനുള്ള ശേഷി സാധാരണക്കാർക്കില്ല. അതാണ് ദുഃഖം. രാജാവ് ഇങ്ങനെ നോക്കുകയാണ്. താൻ ചോദിക്കാൻ വെച്ച ചോദ്യം ചോദിക്കാണ്ട് തന്നെ ഉത്തരാര് പറയുന്നുണ്ട്. തൻ്റെ ചോദ്യം ഇതായിരുന്നു, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, എന്താണ് ഈ ഞാൻ? ഇപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, മനസ്സല്ല.
ഇനി അങ്ങ് പറഞ്ഞു എന്നോട് നേരെ നടക്കാൻ. നേരെ നടക്കേണ്ടത് ആരാ രാജാവേ? നേരെ നടക്കേണ്ടത് ഇന്ന ദിക്കിലേക്ക് പോകണം എന്നുള്ള ആളാണ് നേരെ നടക്കേണ്ടത്. എന്തെങ്കിലും നേടണം എന്നുള്ള ആളാണ് നേരെ നടക്കേണ്ടത്. എനിക്കൊന്നും നേടാനില്ല. നേടേണ്ടത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടെങ്കിലും പോവുക നമ്മളൊക്കെ? കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ അലയോ? ഇപ്പം ഇങ്ങനെ അലയാൻ കാരണം എന്താ? കിട്ടേണ്ടത് കിട്ടിയില്ല, അതാണ് ഇങ്ങനെ അലയണത്. ഭാരതം പറയുകയാണ് എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു, ഭഗവാനെ കിട്ടിക്കഴിഞ്ഞു, എനിക്ക് എന്നെ തന്നെ കിട്ടിക്കഴിഞ്ഞു, ഇനി എന്ത് കിട്ടാൻ? പിന്നെ ഈ ശരീരം വീണത് വരെ സഞ്ചരിക്കുക, അത്രയേ ഉള്ളൂ. എന്താ പണിയിച്ചത് ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല. പ്രാരബ്ധം തീരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യണമെന്നേ ഉള്ളൂ. അതിപ്പോൾ എന്താ വെച്ചാൽ അത് ഇപ്പം വായിൽ കാവൽ നിൽക്കുക, എന്നാൽ അത് ചെയ്തു. ഇനി പറമ്പ് കളയ്ക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും. നരബലി കൊടുക്കുക പറഞ്ഞു, എന്നാൽ അവിടെ പോയി നിന്നു, വെട്ടച്ച വെട്ടിക്കോട്ടെ. ഇന്നതൊന്നുമില്ല. ഈ ദേഹം വീണത് വരെ എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് പ്രത്യേകിച്ച് ഫലം കിട്ടാനല്ല. ഈ പല്ലൊക്കെ എടുക്കുന്നത് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങ് വല്ല ചില്ലറ തരുന്ന് കരുതിയിട്ടല്ല. എനിക്കൊന്നും കിട്ടാനായിട്ടില്ല. പണ്ടൊരു സന്യാസി, അദ്ദേഹത്തിൻ്റെ രീതി എന്താ വെച്ചാൽ അദ്ദേഹം കുറച്ച് പറമ്പുണ്ട്, ആ പറമ്പിൽ വാഴ വയ്ക്കും. എന്താണ് വാഴ വയ്ക്കും, കുറേ വാഴ വയ്ക്കും. ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ വാഴയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എന്താ ഒന്നുമില്ല. അല്ല, അദ്ദേഹത്തിന് കളയ്ക്കും, അദ്ദേഹത്തിന് നേരെയാക്കും, തടം നേരെയാക്കും. ഇങ്ങനെ കുലച്ച് കഴിഞ്ഞാൽ ആ വാഴക്കൊല അതെല്ലാ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും. ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അവരൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം, വേറെ ഒന്നുമില്ല. ഒരു കൊല അയാൾ തൻ്റെ അടുത്ത് വയ്ക്കും, ബാക്കിയൊക്കെ എല്ലാവർക്കും കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് കുലച്ച് കഴിഞ്ഞാൽ ആരോ വന്ന് കൊണ്ടുപോകുന്നുണ്ട് കക്ക. അപ്പം കുറേ വാഴ വെച്ചാലും 8 or 10 അദ്ദേഹത്തിന് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആരെങ്കിലുമൊക്കെ ഏതോ കള്ളം വന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ആ 10 1 ബാക്കി വെച്ച് ബാക്കി ഇയാൾ അടുത്തുള്ള വീടുകൾക്ക് കൊണ്ടു കൊടുക്കും. ഇത് പിന്നെ ഇദ്ദേഹം നിർത്തണമൊന്നുമില്ല. അതിനുശേഷം പിന്നെ കുറച്ച് അധികം വയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ വർഷവും അദ്ദേഹം വെക്കുന്നത് കണ്ടപ്പോൾ ഈ കൊല കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള ആ ഗൃഹസ്ഥന്മാർ ചോദിച്ചു, അല്ല സന്യാസി സ്വാമി ഇതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഈ വാഴ വയ്ക്കുമ്പോൾ ഒക്കെ കട്ട് കൊണ്ടുപോവാണ് പലരും. അങ്ങ് പിന്നെ ഇത് മുടങ്ങാണ്ട് അങ്ങനെ വെക്കണമുണ്ട്, എന്തിനാപ്പം അത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് വയ്ക്കണത് എനിക്കെടുക്കാനല്ല, നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടു തരുന്നുണ്ട്. ഇതിപ്പം കക്കണോണ്ട് കൊണ്ടു കൊടുക്കാണ്ട കഴിഞ്ഞു. ആവശ്യക്കാർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? രാത്രി വെച്ചാൽ രാത്രി വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഞാനിത് ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് ലാഭം കിട്ടാനല്ല. മരണം വരെ എന്തെങ്കിലും ഒരു പണിയെടുക്കണം. അതിപ്പോൾ വാഴ വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇത് കിട്ടിയിട്ട് ഫലം കൊണ്ട് ജീവിക്കേണ്ട കാര്യം അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നർത്ഥം. എനിക്ക് വാഴ വെച്ചാലും ഞാൻ ആ കൊല എന്താ ചെയ്യാറ്? നിങ്ങൾക്ക് കൊണ്ടുതരല്ലേ, അടുത്തുള്ള വീടുകളിൽ കൊടുക്കണം. ഇതിപ്പം കുറച്ചധികം ഞാൻ ഇപ്പോൾ വെക്കാൻ തുടങ്ങി. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഫലവും ഉദ്ദേശിക്കുന്നില്ല. കർമ്മം ചെയ്യുക, അത്രമാത്രം. ഇതാണ് കർമ്മയോഗം, അത്രയേ ഉള്ളൂ. ഈ ശരീരം വീണ് പോകുന്നത് വരെ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എത്രയോ സിദ്ധന്മാരുണ്ട്. നിസർഗദത്ത മഹാരാജ് വലിയ സിദ്ധനാണ്, ജീവൻ മുക്തനാണ്. അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ പണി ബീഡി തിരക്കലായിരുന്നു. അനുഭവം വന്നു, വലിയ ജ്ഞാനിയായി. അദ്ദേഹം കുറച്ചു കാലം തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ബീഡി തിരക്കന്നെ, അത്രയേ ഉള്ളൂ. ആ പണി മാറ്റിയിട്ടൊന്നുമില്ല. എന്തിനപ്പോൾ മാറ്റണം? താൻ ആ പണി ചെയ്യുന്നു, നടക്കട്ടെ. അതിൽ അദ്ദേഹത്തിന് മമതയൊന്നുമില്ല. നാളെ അത് ഈ പണി ചെയ്യേണ്ട പറഞ്ഞ വിഷമവുമില്ല. അപ്പം പണി നോക്കാൻ നമുക്ക് പറ്റില്ല. എന്ത് കർമ്മം വേണമെങ്കിലും അവർ ചെയ്യും, പക്ഷെ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അതാണ് മുഖ്യം. നമ്മൾ കർമ്മം ചെയ്യാണ്ടിരുന്നിട്ടും കാര്യമില്ല. മനസ്സുകൊണ്ട് പല കർമ്മം ചെയ്താൽ ബാധിക്കുന്നുണ്ട്, പുറമെ ചെയ്യണില്ല എന്നേ ഉള്ളൂ. ഞാൻ ഈ പല്ലൊക്കെ എടുത്തത് എനിക്ക് വേണ്ടിയല്ല, അങ്ങേക്കാണ് ഇന്ന ദിക്കിലേക്ക് പോകണം എന്നുള്ളത്. എനിക്ക് അങ്ങോട്ട് പോവാൻ എന്ത് നേടാൻ? ഒന്നും നേടാനില്ല. കാറ്റത്ത് അപ്പൂപ്പന്താടി പറക്കണത് പോലെയാണ് ഞങ്ങളെപ്പോലുള്ള അവധൂതന്മാരുടെ കഥ. കിഴക്കോട്ട് കാറ്റടിച്ചാൽ കിഴക്കോട്ട് അങ്ങനെ പോകും, വടക്കോട്ട് കാറ്റടിച്ചാൽ വടക്കോട്ട് പോകും. സ്വാതന്ത്ര്യമുണ്ടോ? തനിക്ക് എന്തെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ നമുക്കങ്ങനെയാണ്. നമുക്ക് പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഇല്ല. നമുക്ക് തന്നെ ചെയ്യാനുണ്ട്. എങ്ങോട്ടെങ്കിലും നടക്കാൻ പറ്റില്ല. പണ്ടൊരു അവധൂതൻ, ധാരാളം, അയാൾക്ക് താടി കുറേയുണ്ട്, മുടിയും കുറേയുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് കാറ്റടിച്ചു. ഈ എതിർദിശയിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ താടി മുടി ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ പറക്കുകയാണ്, വലിയ പ്രയാസം. നടന്നു പോകുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട്. അദ്ദേഹം എന്ത് ചെയ്തു? തിരിഞ്ഞങ്ങോട്ട് നടന്നു. കാറ്റിന് അനുകൂലമായി നടന്നപ്പോൾ എന്തില്ല, കുഴപ്പമില്ല. നമുക്ക് പറ്റുമോ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാറ്റടിച്ചു, തിരിച്ചു നടന്നാലോ? അമ്പലത്തിലെത്തില്ല. നമുക്ക് തന്നെ നേടണം. എൻ്റെ ദിക്കിൽ പോകണം, അമ്പലത്തിൽ പോകണം, സത്താഹം കേൾക്കണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം, എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ഇവർക്കൊന്നുമില്ല. അങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് നേരെ നടക്കേണ്ടത് ഞാനല്ല, അങ്ങാണ്. പിന്നെ അങ്ങ് പറഞ്ഞ അങ്ങ് രാജാവാണെന്ന്. രാജാവാന്നുള്ളതിൽ എന്താപ്പം കാര്യം? രാജാവേ, ഞാൻ അങ്ങേ 2 അടി അടിച്ചിട്ട് ഞാനിപ്പം ആ കിരീടെടുത്ത് എൻ്റെ ശിരസിൽ വെച്ചാൽ ഈ ഭടന്മാരെ എന്നെ പ്രഭോ എന്ന് വിളിച്ച് എൻ്റെ ദാസന്മാരാവും, അങ്ങൻ്റെ പണിക്കാരനാവും.
ആരും ജനിക്കുമ്പോൾ രാജാവായിട്ടൊന്നുമല്ല, ആരും മരിക്കുമ്പോൾ രാജാവായി കൊണ്ട് മരിക്കൂല. അപ്പം അതുകൊണ്ട് അതിലൊന്നും വല്ലാണ്ട് അഭിമാനിക്കേണ്ട. അതൊക്കെ തൽക്കാലം വന്നു പോകുന്നതാണ്. നാളെ ഒരു ശത്രു വന്ന് അങ്ങയെ ആക്രമിച്ചാൽ അങ്ങയുടെ ഈ രാജാവ് എന്നുള്ള പദവി ഉണ്ടാവും. അത് കഴിഞ്ഞു. അങ്ങനെ നേരെയാക്കുമെന്ന് പറഞ്ഞു. നേരെയാക്കാൻ സാധിക്കുമോ? നേരെയായ ഒന്നിനെ എങ്ങനെയാണ് നേരെയാക്കുക? ഞാൻ നേരെ ആയതാണ്. നേരെ ആയതിന് നേരെയാക്കാൻ പറ്റുമോ? നേരെ ആവാത്തതിന് നേരെയാക്കാം. അപ്പം നേരെയായില്ല, എന്നാൽ നേരെയാക്കാം. നേരെയായി. പിഷ്ടപേഷ പൊടിച്ചു കഴിഞ്ഞു. നമ്മൾ അരിയൊക്കെ പൊടിച്ചു. ആ പൊടിച്ച അരി കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ പൊടിച്ചതിനെ പൊടിക്കാൻ പുറപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? മിക്സി കേടാവും. അതിപ്പം വസ്തുവിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയാണ്. അങ്ങനെ നേരെയാക്കാൻ പുറപ്പെട്ടാൽ അങ്ങ് കുറച്ച് ബുദ്ധിമുട്ടൊന്നല്ലാണ്ട് എനിക്കൊരു മാറ്റവും ഉണ്ടാവില്ല. ഇത്രയും കേട്ടപ്പം രഘുകണ്ണ് മനസ്സിലായി ചില്ലറക്കാരനല്ല. ആര്? ഇയാൾ ചില്ലറക്കാരനല്ല. വലിയ വലിയ കാര്യങ്ങളാണ് ഈ പറയണത്. നല്ലോണം നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ തോളിൽ പൂണൂല് കണ്ടു. അപ്പോഴാണ് ബ്രാഹ്മണ മനസ്സിലായത്. തൊഴുത് നമസ്കരിച്ചു. കസ്ത്വം നിഗൂഢശ്ചരസിദ്വിജാനാം ബിഭർഷി സൂത്രം കതമോവധൂതഃ കസ്യാസി കുത്രത്യ ഇഹാപി കസ്മാത് ക്ഷേമായ നശ്ചേതസി നോതശുക്ലഃ. കസ്ത്വം അങ്ങാര ചരസി അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ദ്വിജാനാം ബ്രാഹ്മണ വേഷത്തിൽ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ബിഭർഷി സൂത്രം അങ്ങയുടെ കഴുത്തിൽ ഈ പൂണൂല് കാണുന്നുണ്ടല്ലോ. അങ്ങൊരു ബ്രാഹ്മണനായിരുന്നു. ഈശ്വര, ഒരു ബ്രാഹ്മണനെ കൊണ്ടാണോ ഞാനിപ്പോൾ എൻ്റെ ഈ പല്ലക്ക് എടുപ്പിച്ചത്? ഈ ലോകത്ത് എനിക്ക് ഒന്നിനും പേടില്ല ബ്രാഹ്മണ. നാഹം വിശങ്കേ സുരരാജ വജ്രാത് ഇന്ദ്രൻ്റെ വജ്രായത് എനിക്ക് പേടില്ല. നത്രയക്ഷശൂലാത് നയമസ്യ ദണ്ഡാത് എനിക്ക് യമൻ്റെ ദണ്ഡ് പേടില്ല. കാലൻ എനിക്ക് പേടില്ല. പരമശിവന്റെ ത്രിശൂലം എനിക്ക് പേടില്ല. പക്ഷെ ഒന്നെനിക്ക് പേടിയാണ്. ശങ്കേ ഭൃശം ബ്രഹ്മകുലാവമാനാത് ഗായത്രി ജപിക്കുന്ന ബ്രാഹ്മണരെ എനിക്ക് പേടിയാണ്. അവരെ അപമാനിച്ചാൽ അതെനിക്ക് വലിയ വിഷമാണ്. ആ ബ്രാഹ്മണനായ ഒരു ബ്രാഹ്മണനെ ഞാൻ അപമാനിച്ചല്ലോ, ആ വിഷമം. അപ്പോഴും ഭരതൻ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണ എന്നുള്ള അഭിമാനമൊന്നും എനിക്കില്ല രാജാവേ. പണ്ട് ഞാൻ ഒരു മാനായിരുന്നു, അതിൻ്റെ മുന്നേ രാജാവായിരുന്നു. ഇപ്പം ആ ബ്രാഹ്മണൻ്റെ മകനായിട്ട് ജനിച്ചു, ഇത്രയേ ഉള്ളൂ. അച്ഛൻ ഈ പൂണൂല് തോളിടിച്ചിട്ടുണ്ട്, അത് പിന്നെ പൊട്ടിപ്പോയില്ല, അതവിടെ ഉണ്ടെന്നല്ലാതെ അതിൽ ഞാൻ അങ്ങോട്ട് അഭിമാനിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ ഇപ്പം ഒരു ബ്രാഹ്മണനെ അപമാനിച്ചുള്ള ദുഃഖമൊന്നും അങ്ങേക്ക് ആവശ്യമില്ല, അത് വിട്ടേക്കൂ. ഇങ്ങനൊരു ആളെ കണ്ട സമയത്ത് രഘു കണ്ട് തോന്നാണ്, താൻ കപിലനോട് ചോദിക്കാൻ വെച്ച ചോദ്യം ഇദ്ദേഹത്തോട് ചോദിച്ചാലോ? കപിലനെ പോലെ യോഗ്യനായിട്ടുള്ള ആളാണ് ആര്? ഈ ഭരതൻ എന്ന് മനസ്സിലാക്കി തൻ്റെ ഉള്ളിലുള്ള ആ സംശയം, ഞാൻ ആര് എന്ന ചോദ്യം ആരോട് ചോദിച്ചു? ഭരതനോട് ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് ശരീരമല്ല മനസ്സല്ല എന്നുള്ളത്. ഞാൻ എന്നുള്ളത് ശരീരമല്ല മനസ്സല്ല എന്ന് അങ്ങ് പറഞ്ഞു. പിന്നെന്താ? അതാണ് ചോദ്യം. ആത്മാവാണോ? ആത്മാവാണെങ്കിൽ ചോദിക്കട്ടെ, ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ ആത്മാവ്? അങ്ങനെ ഉള്ളിലാണ് ആത്മാവെങ്കിൽ ശരീരത്തിനെ ബാധിക്കുന്നത് ആത്മാവിനെ ബാധിക്കാണ്ടിരിക്കുക എങ്ങനെയാണ്? ശരീരത്തിന് അടി കൊള്ളുമ്പോൾ നമ്മൾ എനിക്കല്ല പറഞ്ഞിരിക്കാൻ പറ്റുമോ? ശരീരത്തിന് അടി കൊണ്ടു, എനിക്കല്ല, എൻ്റെ ശരീരത്തിനല്ലേ. തലയ്ക്ക് വേദന, എനിക്കല്ല, എൻ്റെ തലയ്ക്കല്ലേ എന്ന് പറയാൻ പറ്റുമോ? ആ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് വരുന്നത് ആത്മാവിനെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഒരു ഉദാഹരണവും പറഞ്ഞു. ഏതുപോലെ? സ്ഥാല്യഗ്നിതാപാത് പയസോഭിതാപഃ തത്താപതസ്തണ്ഡുലഗർഭരന്ധിഃ. ഏതുപോലെ ചോദിച്ചാൽ, നമ്മൾ പാത്രം ചൂടാവുമ്പോൾ അടുപ്പത്ത് പാത്രം വെച്ചു, അടുപ്പത്ത് തീ കൂട്ടി, അങ്ങനെ പാത്രം വെച്ചു, പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. പാത്രം ചൂടാകുമ്പോൾ വെള്ളം ചൂടാവാണ്ടിരിക്കുമോ? വെള്ളം തിളക്കില്ലേ? വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ അരിയിട്ട് കഴിഞ്ഞാൽ അരി വേവാണ്ടിരിക്കുമോ? അരി വേവുന്നുണ്ട്. പാത്രം ചൂടാവുമ്പോൾ ഉള്ളിലുള്ള അരി വേവുന്നുണ്ടെങ്കിൽ ശരീരമാകുന്ന പാത്രം ചൂടാവുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് വേവണ്ടേ? വേണ്ടേ? വേണോ? വേണ്ടേ? ഇതാണ് ചോദ്യം. അതിന് ഉത്തരമായിട്ട് ഭരതൻ പറയുകയാണ്, അതാണ് ആത്മതത്വം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ജിജ്ഞാസുവിന് ഉണ്ടാവുന്ന സംശയങ്ങളാണ് ഇതൊക്കെ. ആ സംശയം ഭരതൻ തീർത്തു കൊടുക്കുകയാണ്. രാജാവേ, അകോവിതകോവിതവാദവാദാൻ, അങ്ങയുടെ പ്രശ്നം എന്താ ചോദിച്ചാൽ അങ്ങേക്കൊന്നും നിശ്ചല്യ. എന്നാൽ നിശ്ചല്യാണുള്ളത് അങ്ങേക്ക് നിശ്ചല്യ. എന്താണ്? ഇവരെ കൊണ്ട് ലോകത്ത് ബുദ്ധിമുട്ട്. അറിയില്ലെങ്കിൽ അറിയില്ല എന്നേ ഉള്ളൂ. ഈ അറിയില്ല എന്നുള്ളത് അറിയില്ല, എന്നിട്ട് എന്തെങ്കിലും വീട്ടിൽ അങ്ങനെ പറയുക.
അങ്ങയുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് കുറച്ചൊക്കെ നിശ്ചയുണ്ട്, അവിടെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ശരി തന്നെ. പക്ഷേ അങ്ങയ്ക്ക് അഭിമാനം നല്ലോണം ഉണ്ട്. അങ്ങ് ഈ അഹങ്കാരം വെച്ചിട്ടല്ലേ ഇപ്പം കപിലനെ കാണാൻ പോണത്. ഈ തത്വം അങ്ങേക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് വിനയം ആവശ്യം. അങ്ങ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ പാത്രം പോലെയാണ് ശരീരം എന്നാണ് അങ്ങ് കണക്കാക്കുന്നത്. സംഭവിച്ചു, അത് ഞാൻ സംഭവിച്ചു തരാം. അതിലിട്ട് വെച്ച അരിമണി പോലെയാണ് അങ്ങ് ആത്മാവിനെ കണക്കാക്കിയത് ആണോ? ശരീരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെച്ചൊരു സാധനം, അതാണ് ആത്മാവ്. അങ്ങനെ കണക്കാക്കിയ വയ്യ, തെറ്റി. അങ്ങനെയല്ല വാസ്തവത്തിൽ എന്താ ചോദിച്ചാൽ ആത്മാവല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഇല്ല. എന്താണ് ആത്മാവാസ്യമിതം സർവം, അല്ലെങ്കിൽ ഈശാവാസ്യമിതം സർവം. ഈശ്വരനല്ലാണ്ടൊരു വസ്തു ഇല്ല. ഒന്ന് കാണിച്ചൊരു ഈശ്വരനല്ലാത്ത ഒന്ന് കാണിച്ചൊരു ഉണ്ടോ? ഏതാണ്? ചെകുത്താനും ഈശ്വരനാ. എന്താണ്? അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതും ഈശ്വരനാണ്. നമ്മളെ സംബന്ധിച്ച് എന്തില്ല? ഈശ്വരനല്ലാത്ത മറ്റൊന്നുമില്ല. എന്തും ഈശ്വരനാണ്. ഈശ്വരനല്ലാണ്ട് മറ്റൊന്നുമില്ല. ഈശ്വരൻ ഉണ്ട് എന്ന് പറയരുത്. ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരനും ഉണ്ട് ചെകുത്താനും ഉണ്ട് എന്നർത്ഥം വരും. നമ്മൾ പറയാം എങ്ങനെയാ? ഈശ്വരനേ ഉള്ളൂ. എന്താണ്? ഈശ്വരനല്ലാണ്ട മറ്റൊന്നില്ല. ഈശ്വരനല്ലാണ്ട വേറൊന്നില്ല. ഈശാവാസ്യമിതം സർവം. ചൈതന്യമല്ലാതെ മറ്റൊന്നില്ല ഇവിടെ. അല്ല, ചിലതൊക്കെ ജഡമെന്ന് തോന്നലുണ്ടല്ലോ, തോന്നലാണ്. എന്താണ്? നമ്മുടെ തോന്നലാണ്. കല്ല് ജഡമാണ്, നമ്മളെ തോന്നലാണ്. അല്ല, അതും ചൈതന്യം തന്നെ. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പം സാധകന് മനസ്സിലാവും ഒക്കെ ചൈതന്യമല്ലാണ്ട് ഒന്നുമില്ല. ശരി, ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മാവെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അത് ഏതുപോലെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. തുടക്കത്തിൽ നമ്മൾ എല്ലാം ചൈതന്യം നമുക്ക് തോന്നില്ല. ജഡം ചൈതന്യം രണ്ട് തോന്നും. നമുക്ക് നമ്മളെ തന്നെ രണ്ടായിട്ട് തോന്നാറില്ല. ഇടയ്ക്ക് ഈ ശരീരം വേറെ ഞാൻ വേറെ അങ്ങനെ തോന്നാറില്ലേ? ഇല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നാറില്ലേ? ആൾ പോയി തോന്നാറില്ലേ? ശരീരം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ കാണില്ലേ? അത് തുടക്കത്തിലാണ്. ഒരു സാധകൻ അഭ്യസിക്കുന്ന സമയത്ത് രണ്ടെന്ന് കണ്ടോളൂ, തെറ്റൊന്നുമില്ല. ആദ്യം അങ്ങനെ കാണണം. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്നാന്നുള്ള സത്യം തിരിച്ചറിയണം. ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മാവ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തുടക്കമൊക്കെ അങ്ങനെ പറയും കേട്ടോ. ചിലപ്പം ഹൃദയശേ അർജുന തിഷ്ഠതി, അർജുന ഞാൻ ഹൃദയത്തിലിരിക്കുന്നു, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇരിക്കണത്? ഉള്ളിലിരിക്കണത് എങ്ങനെയാണ്? ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കണത് അതേതുപോലെ ചോദിച്ചാൽ വിളക്കിൻ്റെ ഉള്ളിൽ ഓടിയിരിക്കുന്നത് പോലെയാ. ഏതുപോലെയാ? വിളക്കിൻ്റെ ഉള്ളിൽ ഓടിയിരിക്കുന്നത് എങ്ങനെയാ? മാളത്തിൽ തവളയിരിക്കുന്നത് പോലെയാണോ? കസേരയിൽ നമ്മളിരിക്കുന്നത് പോലെയാണോ? അല്ല, ഭാഷയ്ക്ക് പരിമിതി ഉണ്ട്. വിളക്കിൽ ഓടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഓടിരിക്കല്ല, വിളക്ക് ഓടെ ഒന്നാ. ഇതുപോലെ നിങ്ങളിൽ ഞാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും രണ്ടല്ല, ഒന്നാണ്. അതാണ് സത്യം. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഹൃദയശേ അർജുന തിഷ്ഠതി. ഈ വേറെ തോന്നുന്നുണ്ടെങ്കിൽ പറയട്ടെ, ആത്മാവിന് ഈ ജഡപദാർത്ഥവുമായിട്ടൊരു ബന്ധവുമില്ല, ശരീരമായിട്ട് ബന്ധമില്ല. ശരീരത്തിൻ്റെ ഉള്ളിലാണെങ്കിലും ആത്മാവിന് ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. ശരീരത്തിൻ്റെ പരിമിതിയൊന്നും ആർക്കില്ല? ആത്മാവിനില്ല. ദുഃഖം ആത്മാവിനില്ല. വേദന അതൊന്നും ആത്മാവിനില്ല. ഏതുപോലെ ഉള്ളിലാണെങ്കിൽ ബന്ധമില്ലാണ്ടിരിക്കുമോ എന്ന യുക്തി ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. ഉള്ളിലായിട്ടും ബന്ധമില്ലാത്ത പല വസ്തുക്കളും ഇവിടെ ഉണ്ട്. കൊട്ടത്തേങ്ങ എവിടെ ഇരിക്കുന്നത്? ആ കഴമ്പുള്ളിലുണ്ട്, പക്ഷെ ചിരട്ടയായിട്ട് ബന്ധമുണ്ടോ? അതെങ്ങനെ മനസ്സിലായി? കണ്ടാൽ മനസ്സിലാവില്ല. കുലിക്കാൻ മനസ്സിലാവും. കുടുകുടു പറഞ്ഞ് കുലുങ്ങും. ഇതുപോലെ ജീവൻ മുക്തന്മാരെ കണ്ടാൽ മനസ്സിലാവില്ല. അവർ നമ്മളെപ്പോലെ ഇഡ്ഡലി കഴിക്കുന്നുണ്ടാവും, നമ്മുടെ കൂടെ ഇരുന്ന് പരദൂഷണം പറയുന്നുണ്ടാവാം, കിടന്നുറങ്ങുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അവരതിൽ പെടില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഓ നമ്മളും അയാളും തമ്മിൽ ലേശം വ്യത്യാസം കിട്ടും. ഇങ്ങനെ മനസ്സിലാവുള്ളൂ. ജീവൻ മുക്തന്മാരാണ് ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, വിവേകാനന്ദ സ്വാമി, രമണ മഹർഷി, രാമകൃഷ്ണദേവൻ. ഇവരൊക്കെ കൊട്ടത്തേങ്ങ പോലെയാണ്. ശരീരമായിട്ട് അവർക്ക് ബന്ധമില്ല. ഈ ലോകത്തിരിക്കെങ്കിലും ലോകമായിട്ട് ബന്ധമില്ല. നമ്മൾ പച്ചത്തേങ്ങ പോലെയാണ്. ചിരകിയാലും കിട്ടില്ല. ചിരട്ടയോട് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. ലോകത്തോട് ഒട്ടി നിൽക്കുന്നു, കുടുംബത്തോട് ഒട്ടി നിൽക്കുന്നു, ശരീരത്തോട് ഒട്ടി നിൽക്കുന്നു. ഒരല്പസമയം പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റണില്ല. അതിലെ സത്യം പറ്റണല്ലോ. ശരീരത്തിന് വരുന്നതൊക്കെ വലിയ വിഷയമായിട്ട് നമുക്ക് തോന്നണില്ലേ? ചെറിയൊരു ഒന്നും വേണ്ട. ഒരു മുറി പറ്റിയ വിഷമായി, ചെറിയൊരു രോഗം വന്നാൽ തന്നെ വിഷമായില്ലേ? ഒരു തലവേദന വന്ന്, ഒരു പനി വന്നാൽ ഒന്നും വേണ്ട. എന്തെങ്കിലും ലേശം മുഖത്തൊരു വര വീണാൽ മതി, ഒരിഴ നരച്ചാൽ മതി.
എന്താ കാരണം? അത്ര ഒട്ടി നിൽക്കണോണ്ടാണ്. ഈ ഒട്ടൽ കുറവുള്ളവർക്ക് ഒരു കഷ്ണമായിട്ട് മുറിഞ്ഞു പോയാലും കുഴപ്പമില്ലാത്തവരുണ്ട്. എന്താണ്? ഒരു കുഴപ്പമില്ല, അരക്കി കിഴപ്പെട്ടില്ല, അത് പോയി, എന്നിട്ട് ഒരു കുഴപ്പമില്ല, കൈ പോയി, ഒരു പ്രശ്നമില്ലാത്തവരുണ്ട്. അത്ര പേര് നമുക്ക് തന്നെ പരിചയമുണ്ട്. അങ്ങനെ ഉണ്ടായി, അത് പ്രശ്നം. കാരണം അവർക്ക് അതിനോടുള്ള ബന്ധം അല്ലെങ്കിൽ വല്ലാണ്ടല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ്, നമ്മുടെ ശ്രദ്ധയ്ക്കനുസരിച്ചാണ്, നമ്മൾക്ക് എന്ത് വിഷയത്തിനോട് താല്പര്യം എന്നുള്ളതിനനുസരിച്ചാണ് ഈ പ്രശ്നമൊക്കെ. ആത്മാവല്ലാണ്ട് മറ്റൊന്നും ഇവിടെ ഇല്ല. ഏതുപോലെ ചോദിച്ചാൽ അതിലിങ്ങനെ ആരോപിക്കുകയാണ് ഓരോന്നും. അധ്യാരോപം എന്നൊക്കെ പറയും. ഉള്ള വസ്തുവിൽ ഇല്ലാത്തൊന്ന് ആരോപിക്കുക. ആത്മാവിലിങ്ങനെ ആരോപിച്ചതാണ്. ഇപ്പം ആത്മാവ് ഏതുപോലെ ചോദിച്ചാൽ ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇതിൽ പിടിക്കരുത്, പക്ഷേ ഓർത്ത് വയ്ക്കാനും ഇത് ചിന്തിക്കാനും വേണ്ടി പറയുകയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ അഴ പോലെ. അഴ പറയില്ലേ, അയൽ, എന്താ പറയുക, നമ്മൾ വസ്ത്രമൊക്കെ ഉണക്കാനിടില്ലേ, അഴ പോലെയാണ് ആത്മാവ്. അതങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. വെയിലും മഴയൊക്കെ കൊണ്ട് ആരിക്കുന്നുണ്ട്, അതവിടെ ഇരിക്കുന്നുണ്ട്. അതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവണില്ല. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പലതും നമ്മൾ ഉണക്കാനിടും. ആത്മാവിൻ്റെ മുകളിൽ ഇപ്പോൾ ഉണക്കാണ്ടതാണ് കുറേ ശരീരങ്ങൾ. നമ്മളൊക്കെ എന്താ ഉണക്കാണ്ടതാണ്. ഒറ്റ അഴ, അതിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ ഇരിക്കാൻ കാരണം അടിസ്ഥാനം എന്താ? അഴയുള്ളതുകൊണ്ട്. അഴയില്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? ആ വസ്ത്രത്തിന് നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആഴമുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഓരോ വസ്ത്രമായിട്ട് എടുത്തു മാറ്റും. ചില വസ്ത്രം പെട്ടെന്ന് ഉണങ്ങും അല്ലേ? ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എടുത്തു മാറ്റി. ആ എടുത്തു മാറ്റണത് നമ്മളെന്ത് പറയും? ദിവംഗതനായി. എന്താണ്? അതിന് പേപ്പറിൽ കൊടുക്കും, ചരമത്തിൽ. ഉണങ്ങിയതാണ്, ഉണങ്ങിയപ്പോൾ എടുത്ത് മാറ്റി. പിന്നെയും കുറേ ഇരിക്കുന്നുണ്ട്, അത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങണത് എടുത്ത് മാറ്റും. ഉണങ്ങിക്കഴിഞ്ഞാൽ വേറെ ഉണങ്ങാത്തടുത്ത് വീണ്ടും കൊണ്ട് വെച്ചു എന്ന് വരും. അത് വേഷം പലതായിരിക്കാം. ചിലപ്പോൾ പുരുഷൻ്റെ വേഷമായിരിക്കാം, സ്ത്രീയുടെ വേഷമായിരിക്കാം, ചിലപ്പോൾ കുട്ടിയുടെ വേഷമായിരിക്കും, ചിലപ്പം സസ്യത്തിൻ്റെ വേഷമായിരിക്കാം, ചിലപ്പോൾ കണ്ടാമൃഗത്തിൻ്റെ വേഷമായിരിക്കാം. അതൊക്കെ മാറി മാറി വരും. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം ആ അഴയ്ക്ക് മാറ്റമുണ്ടോ? ഉണ്ടോ? ഇതുപോലെയാണ് ആത്മാവിന് മാറ്റമില്ല. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണക്കാട്ടതാണ് ഇതൊക്കെ. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാത്തൊന്നും അവിടെ ഉണ്ടല്ലോ. അതാണ് സത്യം, അതാണ് ഞാൻ. പക്ഷെ ഞാൻ തെറ്റിദ്ധരിക്കണത് ഉണക്കാനിട്ടതാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഓരോ സമയം കഴിഞ്ഞാൽ പ്രാരബ്ധം തീർന്നാൽ അത് മാറും, എടുത്തു മാറ്റും. നല്ല വെയിലുള്ള സമയം വെച്ചാൽ വേഗം ഉണങ്ങും. ചില ഉണ്ടായി അധിക ദിവസം ഉണ്ടായില്ല, 10 ദിവസം ഉണ്ടായപ്പോഴേക്കും പോയി. ചിലരുടെ ഗർഭത്തിൽ നിന്ന് തന്നെ പോണു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കേ പ്രാരബ്ധമുള്ളൂ. അതത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് സത്യം. ഇതെന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്തേ ഇപ്പം അങ്ങനെ? ഇപ്പോഴത്തെ ഡോക്ടർമാർ ചുറ്റും നിന്നിരുന്നിട്ടും അങ്ങനെയാണ് ഉണ്ടായത്. ഒന്നും ആദ്യം പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് ഒരു കാരണം കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ചിലരോ എത്രയായാലും പോവില്ല. അങ്ങനെയുണ്ട്. 37 ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോഴും 107 വയസ്സുമായി. അത് ചിലപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഉണക്കാട്ട വേഗം ഉണങ്ങൊന്നുമില്ല. അതിങ്ങനെ അതിപ്പോൾ എന്താ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. പ്രാരബ്ധം തീരാണ്ട പോവില്ല. അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ അധ്വാനം കൊണ്ട്, അഭ്യാസം കൊണ്ട് ഞാൻ ഈ ശരീരമല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ അത് അവിടെ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടോ? ഞാൻ അഴയാണെന്ന് മനസ്സിലാക്കി പിന്നെ പേടിക്കാനില്ല. അതൊരിക്കലും മാറില്ല. ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ മാറുമ്പോൾ ദുഃഖം ഉണ്ടാവും. അതിന് മാറ്റം വരുമ്പോൾ പ്രയാസം ഉണ്ടാവും. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ദുഃഖം കൂടി വരും. കാരണം ശരീരം തളരുകയാണ്. ശരീരമാണ് ഞാൻ എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ദുഃഖം കൂടി വന്ന അവസാനം വലിയ ദുഃഖത്തോടു കൂടി കണ്ണടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഈ ശരീരം തളരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ശരീരമല്ല എന്നുള്ള സത്യം അഭ്യസിച്ച് ഉറപ്പിക്കണം. അതിനാണ് ഈ ജന്മം കിട്ടിയത്. അതും വിധി എന്ന് പറഞ്ഞിരിക്കേണ്ട, അത് വിധിയല്ല. ഈ ശരീരം നമ്മുടെ പ്രാരബ്ധമാണ്. പക്ഷേ ഈശ്വരനെ അറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം, അതിന് പ്രയത്നിക്കണം. അത് പുരുഷ പ്രയത്നം കൊണ്ട് തന്നെ ശ്രമിക്കണം. അതിനാണ് ഈ ശാസ്ത്രങ്ങൾ. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒക്കെ വിധി എന്ന് പറഞ്ഞിരുന്നാൽ പോരെ? ഒക്കെ തലവര. എല്ലാം തലവരയല്ല. തലവര അവിടെ നടക്കും. എന്നാലും അത് ബാധിക്കാണ്ട് നോക്കാനുള്ള വഴി അത് ഉണ്ട്. അതാണ് ഈ ആധ്യാത്മിക ശാസ്ത്രം, വിദ്യ. അത് പഠിക്കണം. അതിനാണ് ഈ സത്സംഗങ്ങൾ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ വേണോ, അമ്പലം വേണോ, ഭാഗവതം വേണോ? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? വിധി എന്ന് പറഞ്ഞിരുന്നാൽ പോരെ? അല്ല. ഇത്രയും കേട്ടപ്പം ഈ രഘുഗണൻ ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലായി, അങ്ങ് പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങേക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്കിതിപ്പം ബുദ്ധിതലത്തിലൊക്കെ മനസ്സിലായെങ്കിലും അനുഭവത്തിൽ വരുന്നില്ല. ഞാൻ ശരീരമല്ല എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഞാൻ അങ്ങനെയല്ല. ശരീരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ ബന്ധുക്കൾക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റണില്ല. ഭരതൻ പറഞ്ഞു, അത് അങ്ങ് ആരോപിക്കുകയാണ്. അങ്ങയുടെ കുട്ടിക്ക് വന്നാലല്ലേ അങ്ങേക്ക് കുഴപ്പമുള്ളൂ, അല്ലേ? കുട്ടിക്ക് വന്നതല്ല പ്രശ്നം, പിന്നെയോ അങ്ങയുടെ കുട്ടിക്ക് വന്നത്.
എന്താ കാരണം? മനസ്സ് കൽപ്പിച്ചു എൻ്റെന്ന് അല്ലേ. അവനവൻ്റെ കുട്ടി അതിപ്പോൾ അവനവൻ്റെ നമ്മൾ കണക്കാക്കിയതല്ലേ. ചിലപ്പോൾ ആസ്പത്രിയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലോ? അല്ല അങ്ങനെ ഉണ്ടാവില്ല. അല്ല 10-100 ദിവസം പ്രസവമൊക്കെ നടക്കുന്ന ആശുപത്രിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ നേഴ്സൊക്കെ കുളിപ്പിച്ച് കടത്തുമ്പോഴേ ഉണ്ടായ സമയത്ത് കുട്ടികളൊക്കെ ഒരേപോലെ തന്നെയാണ് കാണാൻ. നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളറിയോ? അപ്പം നമ്മളെ നിന്ന് കണക്കാക്കി എന്താണ് സങ്കല്പിച്ചു എൻ്റെ. ഇനിയിപ്പോൾ കുട്ടീൻ്റെ കാര്യം പിന്നെയും നമ്മുടെ എന്ന് വിചാരിക്കാം. ഭാര്യ അതെങ്ങനെ ഉണ്ടായി? എങ്ങനെ കണക്കാക്കിയത്? എൻ്റെ ഭാര്യ എന്ന് എങ്ങനെ കണക്കാക്കി? ജനിക്കുമ്പോഴേ കണക്കാക്കിയോ? ഇല്ല. എവിടെയോ ഉള്ളൊരു കുട്ടി അങ്ങനെ കുറേ കാലം കഴിഞ്ഞു, അങ്ങനെ കണ്ടുമുട്ടി ഇഷ്ടമായി, അങ്ങനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ എന്തായി? എൻ്റെ നായി. പിന്നെ അതിന് തലവേദന വന്നാൽ എന്തായി? ദുഃഖമല്ലേ? ആർക്ക് ദുഃഖമുണ്ട്? തലവേദന ഭാര്യയ്ക്കാണ്. എന്നാലും ആർക്ക് ദുഃഖമുണ്ട്? ഭാര്യയ്ക്ക് ദുഃഖമില്ല, ഭർത്താവിന് ദുഃഖമുണ്ട്. എന്താ കാരണം? എൻ്റെ ഭാര്യ അല്ലേ. ഡൈവേഴ്സ് ചെയ്തു, തലവേദന വന്നപ്പോഴോ സന്തോഷമായി. എന്താണ്? ഒരേ സംഗതി ദുഃഖവും സുഖവും മാറാൻ കാരണം എന്താ? എൻ്റെ എന്നങ്ങോട്ട് വിചാരിച്ചപ്പോൾ ദുഃഖം, എൻ്റെ അല്ല എന്നങ്ങോട്ട് വിചാരിച്ചപ്പോൾ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞ അർത്ഥം ആ വിഷയമാണോ ദുഃഖം ഉണ്ടാക്കുന്നത്? അല്ല, മനോഭാവമാണ്, സങ്കല്പമാണ്. അതുകൊണ്ട് ഒന്നും സങ്കല്പിക്കാണ്ടിരുന്നാൽ സമാധാനമായിട്ടിരിക്കുക. നമ്മുടെ ദുഃഖത്തിനൊക്കെ കാരണം സങ്കല്പം ഇങ്ങനെ കൂടി വരികയാണ്. ഒരു ചിന്തയില്ലാണ്ടിരിക്കും. സപ്താഹം കേൾക്കുമ്പോൾ കുറച്ച് സുഖം തോന്നുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണെന്നറിയോ? സങ്കല്പങ്ങൾ കുറയുന്നു. അല്ലാണ്ട് ഈ പ്രഭാഷണം കേട്ട രസമൊന്നുമല്ല. എന്താണ്? വേറൊന്നും ചിന്തിക്കാണ്ടിരിക്കുന്നതിൻ്റെ സുഖമാണത്. മറ്റേ വീട്ടിലിരിക്കാൻ ചിലപ്പോൾ എന്തൊക്കെ ഒന്നുണ്ടാവും ഈശ്വര. ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് കേൾക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. രണ്ടായാലും ലാഭമല്ലേ? ചിന്തകൾ വരണില്ലല്ലോ. ആ ഒരു സുഖമാണിത്. ഒന്നും ചിന്തിക്കാണ്ടിരിക്കുമ്പോൾ ഒരു തൃപ്തി, ആ ഒരു ശാന്തി, അതാണ് മുഖ്യം. രാജാവേ, അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതാണ് ദുഃഖത്തിന് കാരണം. അത് പോവാൻ എന്താ വഴി ചോദിച്ചാൽ, ഒന്നെങ്കിൽ നല്ല ദുഃഖം അനുഭവിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം പോകണമെങ്കിൽ എന്ത് വേണം? ഒന്നെങ്കിൽ അവർ നമ്മളെ വഞ്ചിക്കണം. അങ്ങനെ വെച്ചാൽ മാർക്ക് കിട്ടും. പിന്നെ തോന്നില്ല. ഇതൊക്കെ വഞ്ചിക്കും. എന്നല്ലെങ്കിൽ നാളെ ഈ പ്രപഞ്ചം നല്ലോണം നമ്മളെ പറ്റിക്കണതിൻ്റെ മുന്നേ എന്നെ പറ്റിക്കുന്നു മനസ്സിലാക്കി എന്തുണ്ട്? കുറച്ച് വിഷമം കുറയും എന്ന് കരുതി വീട്ടിൽ പോയിട്ട് പറ്റിക്കൂലേ ചോദിക്കരുതേ. അതല്ല, എനിക്കറിയാം ആചാര്യം പറഞ്ഞിട്ട് നീ അതൊന്നും അല്ല പറഞ്ഞത്. അതല്ല പറയണത്. അവരിപ്പോൾ സ്നേഹിച്ചാലും ഫലത്തിൽ ഇത് പറ്റിക്കലായിട്ട് മാറും. നമ്മളെ സ്നേഹിക്കുന്നവർ വിട്ടുപോയാലും ദുഃഖമില്ലേ? എപ്പോഴും നമ്മളൊരാളിങ്ങനെ ആശ്രയിച്ചു, ആ ആശ്രയിക്കുന്ന ആളങ്ങോട്ട് പോയാൽ വലിയ ദുഃഖമാണ്. നമ്മുടെ സ്നേഹമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പോയാൽ ദുഃഖം ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കടമയൊക്കെ വൃത്തിയിൽ കർത്തവ്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്നല്ല. പക്ഷേ ആശ്രയിക്കുന്നത് ഭഗവാനെയായിരിക്കണം. അതുകൊണ്ട് ഈ പ്രപഞ്ചം നിസ്സാരമാണ് എന്ന് അറിയണം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ ഒരു കാടായിട്ട് വർണ്ണിച്ചു. കാട് എന്ന് കാണുമ്പോൾ നമുക്ക് പിന്നെ രക്ഷപ്പെടാനേ തോന്നുള്ളൂ. അവിടെ ഇരിക്കാൻ തോന്നില്ല. തോന്നും ഇത് സ്വർഗ്ഗാന്ന് വിചാരിച്ച അവിടെ ഇരിക്കാൻ തോന്നും. ഇത് അപകടമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള വസ്തുവാണെങ്കിലും അതിൽ അപകടം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ പിന്നെ അത് സ്വീകരിക്കും? ഇല്ല. പാൽപ്പായസം വലിയ ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കണത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, ദേണക്കാരെങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് കഴിഞ്ഞാൽ കഴിക്കണം എന്നുള്ള വിചാരമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകളിൽ നിന്നൊരു പല്ലി ആ വായസ്ഥയ്ക്ക് വീണു. ആര് കണ്ടു? നമ്മൾ കണ്ടുപോയി. കണ്ടില്ലേയും കുഴപ്പമില്ലായിരുന്നു, കണ്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഗ്ലാസ്സിലായി കൊണ്ടുവന്നു. തിരുമേനി, പാൽപ്പായസം വലിയ ഇഷ്ടമല്ലേ, ഒരു ഗ്ലാസ് കുടിച്ചോളൂ. അപ്പം നമ്മളെന്ത് പറയും? ഇപ്പം വേണ്ട. വലിയ ആർത്തിയായിരുന്നല്ലോ ഇന്നലെ മിനിയാന്നൊക്കെ. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും ഒന്നിനോട് അങ്ങനെ വലിയ അല്ല. മറ്റത് കണ്ടു. എന്ത് കണ്ടു? ഇത് കാണാത്ത ആളോ കിട്ടി, കുടിച്ചു. അയാളത് കണ്ടില്ല, മറ്റാളത് കണ്ടു. നമ്മളും സന്യാസിമാരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? നമ്മൾ ഈ അപകടം കണ്ടിട്ടില്ല, അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. കേമാ കരുതി. അവർ ഈ അപകടം കണ്ടു. ചോദിച്ചു നോക്കൂ സ്വാമിയാർമാരോടൊക്കെ എന്തെങ്കിലും സന്യാസിക്കാൻ കാരണം അവർ പറയുന്നത് ഒരു ദിവസം കണ്ടു പല്ലി വീണത്. അതോടുകൂടി ഇപ്പം എന്ത് പായസം കൊണ്ടുവന്നാലും ഒരു ഭ്രമവുമില്ല. ഇനി എന്ത് തന്നെ കൊണ്ടുവന്നാലും കാരണം കണ്ടിട്ടുണ്ട്. നമ്മളിത് കണ്ടിട്ടില്ല. ഭാര്യയായാലും കുട്ടിയായാലും സമ്പത്താണെങ്കിലും പദവിയാണെങ്കിലും ഇത് കേമമാണ്, നമ്മളെ രസിപ്പിക്കുന്നുള്ള വിചാരമാണ്. വിചാരം മാത്രമാണ്.
അത് നാളെ ദുഃഖിപ്പിക്കും. പക്ഷേ അത് കേമാന്നുള്ള വിചാരം കൊണ്ട്, സങ്കല്പം കൊണ്ടാണ് ഈ വിഷമം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതൊരു കാടാന്ന് അറിയണ്ടേ? ഈ പ്രപഞ്ചം എന്താണ്? കാടാണ്. കാട്ടിൽ പെട്ടു കുടുംബസമേതം. കുറേ പേരിങ്ങനെ കച്ചവടക്കാരാ. അപ്പോൾ അവരവരുടെ കയ്യിലുള്ള സാധനം അത് ടൗണിൽ കൊണ്ടുപോയി വിൽക്കണം. ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നടുക്കൊരു കാടുണ്ട്. ഈ കാട് കടക്കണം. വലിയ പ്രയാസമാണ് ഇത് കടക്കാൻ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ അവർ പോണ വഴിക്ക് വീട്ടിൽ വെച്ച് പോകാൻ വയ്യ. കുറച്ച് സമ്പത്തൊക്കെ അവർക്കുണ്ട്, രത്നങ്ങളുണ്ട്, സ്വർണ്ണ നാണയങ്ങളുണ്ട്. അത് വീട്ടിൽ വെച്ചാൽ കള്ളന്മാർ കൊണ്ടുപോകില്ലേ. കാര്യം ഇതും കൊണ്ടിട്ടാണ് അവരുടെ പോക്ക്. നമ്മുടെ കഥയാണ് പറഞ്ഞു കിട്ടും, ആദ്യം പറയണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഇവർ കുടുംബസമേതം യാത്ര ചെയ്യുന്നു. കാട്ടിലെത്തി. കാട്ടിലങ്ങോട്ട് എത്തിയപ്പോഴേക്കും വഴി മനസ്സിലാവുന്നില്ല. വലിയ വലിയ മരങ്ങൾ, ഇരുട്ട്. പകലാ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണ് കാണേണ്ടത്. ഇപ്പം ഏത് വഴിക്കാൻ പോകേണ്ടതെന്ന് ഇഷ്ടമില്ല. കുറച്ച് പുല്ലൊന്നും ഇല്ലാത്ത സ്ഥലം കണ്ടാൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കും, വഴിയെ കരുതിയിട്ട് അവിടെ പോകുമ്പോൾ പിന്നെ വഴി കാണില്ല, തിരിച്ചു വരും. കുറേ അങ്ങോട്ട് പല വഴിക്ക് ഏതാ വഴി എന്നറിയാതെ അങ്ങനെ സഞ്ചരിച്ചു, തിരിച്ചു വരും. ആകെ വിഷമിച്ചിരിക്കുകയാണ്, വഴി അറിയാണ്ടേ. അപ്പോഴാണ് പലതരത്തിലുള്ള മൃഗങ്ങളുടെ ശല്യം. പുലി, സിംഹം. കുറേ പേര് അങ്ങനെ തീർന്നു. പുലി പിടിച്ചിട്ടും സിംഹം പിടിച്ചിട്ടും കഴിഞ്ഞു. കരടി പിടിച്ചിട്ട് കുറേ പേര് അങ്ങനെ പോയി. അങ്ങനെ കയ്യിലുള്ള ധനവും കൊണ്ട് ചിലരൊക്കെ അങ്ങനെ ഓടുന്ന സമയത്ത് പറ്റിച്ച കൊള്ളക്കാർ വന്നു. 6 കൊള്ളക്കാർ. എത്രയാ? 6 കൊള്ളക്കാർ വന്ന് ഈ ധനം അപഹരിച്ചു കൊണ്ടുപോയി. ചിലർ പിന്നെയും അതൊക്കെ സൂക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. കുറച്ച് ദൂരം പോയപ്പോൾ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിഷമം. ചീവീടിൻ്റെ ശബ്ദം കാട്ടിലെ. ചീവീട് പറഞ്ഞൊരു ജീവി, അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കും. ഇത് എവിടുന്നാ മനസ്സിലാവണില്ല, ഉറങ്ങാൻ പറ്റണില്ല. രാത്രി ഒന്ന് ഉറങ്ങാൻ വിചാരിച്ചാൽ ഇതിൻ്റെ ശബ്ദമാണ്. അന്വേഷിച്ചു പോയാൽ ഈ ഇതിനെ ജന്തുവിനെ കാണൂല. കഷ്ടിച്ചൊന്ന് കണ്ണടച്ചാൽ കൊതുക് വന്ന് കടിക്കുകയും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് ചെവിയിൽ വന്ന് മൂടി 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 ചോര കുടിക്കുക. എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. പകൽ സമയത്ത് രക്ഷപ്പെടാം എന്ന് കരുതി കുറച്ച് ദൂരം പോയി. അപ്പോഴേക്കും പിന്നെ നല്ല ചൂടാണ്. പിന്നെ വെയിൽ. തണലായിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പം ദൂരത്തായിട്ടൊരു വലിയ മരം കണ്ടു. ആവും, ആ മരം എനിക്ക് തണലാവുമല്ലോ കരുതി അതിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. ആശ്വാസമായി. അതിൻ്റെ ചുവട്ടിലിരുന്ന് ഒന്ന് കണ്ണടച്ചു. പെട്ടെന്ന് 2-3 പഴങ്ങൾ താഴത്തേക്ക് വീണു. ഓ, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ആര് തന്നതാ? എന്നെ സഹായിച്ചതാണ് പഴം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കഴിച്ചു. വിഷക്കായിരുന്നു, മരിച്ചു. ഇങ്ങനെ ചില ബുദ്ധിമുട്ട്. ചിലർ പിന്നെയും സഞ്ചരിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് പുറപ്പെട്ടത്. ഇപ്പം അത്രയേ ഉള്ളൂ, 100 പേരെ ബാക്കിയുള്ളൂ. വരുന്ന വഴിക്ക് പല പ്രശ്നങ്ങളിൽ പലരും മരിച്ചു. ചിലർ കയറ്റം, വലിയൊരു മല കണ്ടു. ആ മല അങ്ങോട്ട് കടന്നാൽ ഉറപ്പാ അപ്പുറത്തെത്തും എന്നുള്ള മട്ടിൽ അങ്ങനെ കയറിപ്പോയി. ആ മലയ്ക്ക് എന്തേയുള്ളൂ, കയറ്റം മാത്രമേ ഉള്ളൂ, ഇറക്കല്ല. അങ്ങനെ ഒരു മല അങ്ങനെ പോയി 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 ആ പോണ പോക്കിൽ തന്നെ തളർന്നങ്ങോട്ട് മരിച്ചു. ചിലർ പിന്നെ മുന്നോട്ട് പോയപ്പോൾ കൊടുങ്കാറ്റ് വന്നു. ആ കാട്ടിൽ ഒന്നും കാണുന്നില്ല, മുഴുവൻ പൊടി. തൊട്ട് മുമ്പിലുള്ളത് പോലും എന്തെന്ന് മനസ്സിലാവാണ്ട് മുന്നോട്ട് നടക്കാം, കുഴപ്പമുണ്ടാവില്ല കരുതി കാലെടുത്ത് വെച്ചു. കൊക്ക ആ കടങ്ങിൽ വീണു. കുറേ പേര് അങ്ങനെ മരിച്ചു. അപൂർവം ചിലർ മുന്നോട്ട് ആ രത്നം, കയ്യിലുള്ള രത്നം പോവാണ്ട സൂക്ഷിച്ച് കാടിൻ്റെ പുറമെ എത്തി. രാജാവേ, അതെങ്ങനെ എത്തി ചോദിച്ചാൽ വണ്ടുകളെ ശ്രദ്ധിക്കുന്നു അവർ. വണ്ടുകളിങ്ങനെ മൂളുമ്പോൾ നല്ലോണം നോക്കി ആ മൂളുന്ന വണ്ടുകളെ തന്നെ നോക്കി 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 നടക്കും. ഈ വണ്ടുകൾ പുറത്തെത്തുന്ന ഉറപ്പാണ് കാടിൻ്റെ പുറമെ. പക്ഷെ വണ്ടിന് പറക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് പറക്കാനുള്ള കഴിവില്ല. അവരെന്ത് ചെയ്തു? അവർ കയ്യിലൊരു വാള് കരുതി, ഒരു കൊമ്പെടുത്തിട്ട് നല്ലോണം കൂർപ്പിച്ച് വൃത്തിയാക്കിയിട്ട് മുന്നിലുള്ള മുൾച്ചെടികളൊക്കെ തട്ടി മാറ്റി എപ്പോഴും എന്ത് ശ്രദ്ധിക്കും? ആ വണ്ടിനെ ശ്രദ്ധിക്കും, മുന്നിലുള്ള മുൾച്ചെടി തട്ടി മാറ്റുമ്പോൾ ആരെ ശ്രദ്ധിക്കും? വണ്ടിനെ ശ്രദ്ധിക്കും. ഇങ്ങനെ വണ്ടിനെ ശ്രദ്ധിച്ചും കൊണ്ട് മുന്നിലുള്ള മുൾച്ചെടികൾ മുറിച്ച് അവർ ആ കാടിൻ്റെ പുറത്തേക്ക് എത്തി. ലക്ഷക്കണക്കിന് ആളുകൾ പുറപ്പെട്ടിട്ട് എത്ര പേര് ആ കാടിൻ്റെ പുറത്തെത്തി? 1-2 പേര്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ടായിട്ടും അതിലെ 1-2 പേര് മാത്രമേ സന്യസിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ ജീവൻ മുക്തന്മാർ. എത്ര പേരുണ്ട്? അത്രയേ ഉള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ, അധികം പേരില്ല. അതാണ് ഈ കഥ പറഞ്ഞത്. ഈ പ്രപഞ്ചമാണ് കാട്. ഈ കാട്ടിലാണ് നമ്മളൊക്കെ പെട്ടത്. എന്തിനു പെട്ടു ചോദിച്ചാൽ ഉത്തരമില്ല. ആ ചോദ്യം ഇനി മേലാ ചോദിക്കരുത്. ഈ ചോദ്യം ചോദിക്കുന്നവരൊക്കെ വിവരമില്ലാത്തവരാണ്. അതിന് ഉത്തരമില്ല. കാലാകാലം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനീ ഇവിടെ ജനിച്ചു? ഞാൻ എന്തിനീ തറവാട്ടിൽ ജനിച്ചു? എനിക്കെന്ത് ഇങ്ങനെ ഒരു അച്ഛൻ? ഇങ്ങനെ ഒരു അമ്മ? ചോദിച്ചുകൊണ്ട് മാറ്റാൻ പറ്റുമോ? അവന് നിർത്തൂ. ഈ ചോദ്യം ചോദിച്ചിട്ട് എന്താ കാര്യം? ആ ചോദ്യം ചോദിക്കരുത്. ഈ കാട്ടിൽ എന്തിനേ പെട്ടു ചോദിച്ച പോലെയാണ്. അത് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ കാടിൻ്റെ പുറത്ത് കടക്കാൻ പറ്റും, അതിന് ശ്രമിക്കുകയാണ് വേണ്ടത് വിവേകിയായിട്ടുള്ളൊരു മനുഷ്യൻ. അതല്ലാണ്ട് കാട്ടിൽ എന്തിനു പെട്ടു ചോദിച്ചിട്ട് കാര്യമില്ല. അവിടെ ജനിക്കേണ്ടില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ജനിച്ചു, ജനിക്കേണ്ടില്ലായിരുന്നു പറയേണ്ട കാര്യം. ഇനി എങ്ങനെ ഈ കാടിൻ്റെ പുറമെ കിടക്കാമെന്ന് ആലോചിക്കണം. അതാണ് കാട്ടിൽ പെട്ടു എന്ന് പറഞ്ഞു. വഴി മനസ്സിലാവണില്ല, പല വഴിക്ക് പോകുന്നു. എല്ലാവരുടെയും ലക്ഷ്യം സുഖമാണ്. സുഖത്തിനായിട്ട് ഇങ്ങനെ കുറേ വഴി, കാട്ടിൽ ഇങ്ങനെ വഴി നോക്കി പോവുകയാണ്. പുല്ലില്ലാത്ത സ്ഥലം കണ്ടു, കുറച്ച് മുന്നോട്ട് പോകാൻ രക്ഷപ്പെടുമെന്ന് കരുതി, പഠിത്തമായ രക്ഷപ്പെടുമെന്ന് കരുതി പോയി. പഠിത്തം കഴിഞ്ഞപ്പോൾ മനസ്സിലായി രക്ഷയില്ല. ജോലി കിട്ടിയ സുഖമാവെന്ന് കരുതി വേറെ വഴിക്ക് ജോലിക്ക് വേണ്ടി പോയി. ജോലി കിട്ടിയപ്പോൾ മനസ്സിലായി പോരാ, ഇനി പ്രമോഷൻ വേണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വേണം, എന്തെങ്കിലുമൊക്കെ വേണം, ഇല്ലേ പോരാ, ഇതിൽ നല്ല വേറൊരു പണിയായിരുന്നു, ആ പണി മതിയായിരുന്നു. തൃപ്തിയില്ല എന്നർത്ഥം. എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം, ഇതൊക്കെയാണ് പല പല വഴികൾ. ആ വഴിക്കൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കുറേ വഴിക്ക് പോയി. കയ്യിൽ എന്തുണ്ട്? ധനമുണ്ട്. ധനം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ധ്യാനിക്കാനുള്ള കഴിവ് ഉള്ളിലുണ്ട്. അതാണ് ധനം. ആ ധനമായിട്ടാണ് പോണത്. പക്ഷേ ഇത് നഷ്ടപ്പെടുന്നു. എങ്ങനെ നഷ്ടപ്പെട്ടു? 6 കൊള്ളക്കാർ കൊണ്ടുപോയി. ആരാ 6 കൊള്ളക്കാർ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, മനസ്സ്. ഈശ്വരനെ ചിന്തിക്കാനുള്ള ഈ കഴിവ് എങ്ങനെ പോണു? കാഴ്ച കണ്ട് കണ്ണിലൂടെ അങ്ങനെ സമയം പോയി. സമയമാണ് ഈ ധനം എന്ന് പറഞ്ഞത്. എന്താണ് നമ്മുടെയൊക്കെ ധനം? എന്താ? സമയം. ആ സമയം എങ്ങനെയാണ് പോണത്? ചോർന്ന് പോവുക കണ്ണിലൂടെ. സീരിയൽ കണ്ട്, ഒരു സിനിമ കണ്ട്, TV കണ്ട്, ഇങ്ങനെ എന്തോ ആവേശമില്ലാത്ത വിഡ്ഢിത്താണിത്. ഞാൻ ഒന്നെ കണ്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ കളയുക. എന്നിട്ട് പറയും സമയം പോകണില്ല എന്ന്. നോക്കണേ, അല്ലെങ്കിൽ തന്നെ ആയുസ് കുറവാണ്. അതിനിടയ്ക്ക് ഈ വിഡ്ഢിത്തൊക്കെ കണ്ടിട്ട് സമയം പോകണില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ ധാരാളമുണ്ട്. അതുപോരായിട്ട് സീരിയൽ കണ്ട് അതിലുള്ള വിഷമം. എന്തോ പ്രാരബ്ധം, അല്ലാണ്ട് എന്താ ചെയ്യുക? ദുഃഖം അനുഭവിക്കാൻ യോഗം ഉണ്ടാവുമായിരിക്കും. കാഴ്ച കണ്ട് ശക്തി പോവുകയാണ്. ഈശ്വരനെ സേവിക്കാനും ധ്യാനിക്കാനും മരണം ചെയ്യാനുമുള്ള കഴിവ് ചോർന്നു പോകുന്നു. കണ്ണിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ത്വക്കിലൂടെ. സ്പർശസുഖത്തിൻ്റെ പിന്നാലെ പോയി, പലതരത്തിലുള്ള മനസ്സിനെ അളക്കുന്ന ശബ്ദങ്ങളുടെ പിന്നാലെ പോയി ഈ കഴിവ് നഷ്ടപ്പെടുകയാണ്. പിന്നെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളായിട്ട് അങ്ങനെ ആ കഴിവ് നഷ്ടം. ഈശ്വരനെ ധ്യാനിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് നമുക്ക്. ധ്യാനിക്കാനുള്ള കഴിവ് നമുക്കില്ലേ? ഇല്ല, ഇല്ലേ? ഈശ്വരനെ ധ്യാനിക്കാനുള്ള കഴിവില്ല എന്നേ ഉള്ളൂ. ധ്യാനിക്കുന്നുണ്ട് നമ്മൾ. എന്തൊക്കെ ധ്യാനിക്കുന്നുണ്ട്? ഇപ്പം ഭഗവാനെ പറ്റി പറയുമ്പോൾ നമുക്ക് കിട്ടില്ല. ബാക്കിയൊക്കെ കിട്ടണല്ലോ. ഇഡ്ഡലി കിട്ടില്ലേ? കിട്ടില്ല. പൂച്ച കിട്ടിയോ? കിട്ടിയില്ലേ? ചിലക്ക് വെളുത്ത പൂച്ച, കറുത്ത പൂച്ച ഒക്കെ പണ്ട് മാന്തിയ പൂച്ചയൊക്കെ ആയിരിക്കും. എന്നാലും കിട്ടിയില്ലേ? ഓരോരുത്തരുടെ പൂച്ചകൾ വ്യത്യാസം ഉണ്ടാവാം. പോട്ടെ, 500 രൂപ കിട്ടിയോ? ആ നോട്ട് 500 റുപ്യ കിട്ടില്ലേ? ഗുരുവായൂരപ്പൻ കിട്ടിയോ? കിട്ടണില്ല. ബാക്കിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഗുരുവായൂരപ്പനെ മാത്രം കിട്ടണില്ല. വേണ്ടായിട്ടാണ്. അല്ലാതെ ഇപ്പം എന്താ? വേണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അത് പറയാൻ മടി ഉണ്ടാവും. ചിലർ പറയും സമയമില്ല, അതില്ല, അതില്ല. എന്താ സപ്താഹം കേൾക്കാത്തു? തിരുമേനി സമയമില്ലായിട്ടാണ്. സൗകര്യമില്ലായിട്ടെന്ന് പറയൂ. എന്തിനാ വെറുതെ നാടകം? എന്തിനാ സമയമില്ല? ഊണ് കഴിക്കാൻ സമയമില്ലേ? നമ്മൾ പറയാറുണ്ട് ഊണ് കഴിക്കാൻ. ഇപ്പം 4-5 കൊല്ലമായിട്ട് ഊണ് കഴിക്കാറില്ല. സമയമില്ലേ തിരുമേനി? ഉറങ്ങാറില്ല പറയാറുണ്ടോ? അപ്പം 5-8 ദിവസമായിട്ട് സമയമില്ല, അപ്പോൾ ഉറങ്ങാറില്ല. അങ്ങനെയൊന്നുമില്ല. എവിടെയും കൊത്തിച്ചാരി ഉറങ്ങും, എന്തെങ്കിലും വാരി തിന്നും. ലീവില്ല തിരുമേനി. ആരോടാ പറയണത്? നമ്മളോടോ? ലീവിൻ്റെ കാര്യം ലീവില്ല. അപ്പോൾ കുളു മണാലി പോയതൊന്നാൾ അതുണ്ട്. കുടുംബസമേതം ടൂറിന് പോയതോ അത്. ഇതിനിപ്പോൾ എന്താ? ഇതിപ്പോൾ വേണ്ട. അതാണ്, അത് തന്നെയാണ്. ഇതിനിപ്പോൾ ഇതല്ല എന്ന് പറയണു. അത്രയ്ക്കൊക്കെ ഉള്ളൂ തന്നെയാണ് അർത്ഥം. പക്ഷെ നമ്മളതൊന്നും അങ്ങനെ ചോദിക്കാൻ പോകില്ല. ചോദിച്ചാൽ ഒന്ന് മൂളും. ബുദ്ധിമുട്ട് സമയമുണ്ട്. ഓരോന്നിനും തന്നെ സമയമാകുമ്പോൾ അത് കേൾക്കും. അത്രയേ ഉള്ളൂ. അപ്പം അതന്നെയാണ് താല്പര്യം. ഇങ്ങനെ പല വിഷയങ്ങളുടെയും പിന്നാലെ പോയി ഭഗവാനെ മറന്ന് കഴിയാണ് മനുഷ്യർ. കഴിവുണ്ട്, പക്ഷേ അതിന് ശ്രമിക്കുന്നില്ല. കുടുംബസമേതം അങ്ങനെ യാത്ര ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു. കർമ്മം ചെയ്യുന്നു, ഫലം വാങ്ങുന്നു, കർമ്മം ചെയ്യുന്നു, ഫലം വാങ്ങുന്നു. ഇതാണ് കച്ചവടം. കുറേ പുണ്യം, കുറേ പാപം, പല കർമ്മങ്ങളും ഇതിൻ്റെ ഫലം ഇങ്ങനെ കിട്ടി നടക്കുകയാണ്. ലക്ഷ്യം എന്നാ കാടിൻ്റെ പുറത്തെത്തണം. അപ്പോഴാണ് വലിയൊരു കയറ്റം കയറി പ്രാരബ്ധം. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ ഇരിക്കും. എന്നും പ്രശ്നങ്ങളാണ്. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും മരിച്ചു, കഷ്ടമായില്ലേ? അനിയുണ്ട്, നോക്കണം. നോക്കി വളർന്നു വലുതായി അങ്ങനെ പോയി. പിന്നെ കല്യാണം കഴിച്ചു. അവിടേക്ക് ഭാര്യയ്ക്ക് വയ്യ, ഭാര്യയെ നോക്കണം. കുട്ടി ഉണ്ടായി, കുട്ടിക്കും വയ്യ, കുട്ടിയെ നോക്കണം. ഒരാളുടെ അവസ്ഥ നോക്കൂ. ഉണ്ടായ അന്ന് മുതൽ അയാൾക്ക് എല്ലാവരും നോക്കല പണി. എന്നല്ലെങ്കിൽ നാളെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ എല്ലാവരും തനിക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇല്ല, പ്രായമാകുമ്പോഴും പേരക്കുട്ടിയെ നോക്കണം. അവസാനം കണ്ട് മരിച്ചു. കയറ്റം മാത്രം ഇറക്കില്ല. ഭാവിയിൽ കുറച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു, അത് നടക്കണില്ല.
അങ്ങനെയുള്ളവരെ നമ്മൾ കാണുന്നില്ലേ ജീവിതത്തിൽ? ഇതൊക്കെ ലോകത്ത് കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷെ ഇടയ്ക്കൊന്ന് നോക്കണം. നമ്മൾ നോക്കാൻ മടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴാണ് വിവേകം ഉണ്ടാവുക, തിരിച്ചറിവുണ്ടാവുക, ഒന്ന് മാറി ചിന്തിക്കുക. അവിടെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ. അതാണ് കൊതുകിൻ്റെ കടിയായിട്ടൊക്കെ പറഞ്ഞത്. ചീവീടിൻ്റെ ശബ്ദം. ജീവിതത്തിൽ നല്ലത് ചെയ്താലും ചിലപ്പം ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. ആളുകൾ പല കുറ്റങ്ങളും പറയും. ചീവീടിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ പരദൂഷണം. നമ്മളെ പറ്റി കുറ്റം ഇങ്ങനെ കേൾക്കുകയാണ്. കുറ്റം ഇങ്ങനെ കേട്ടു. ഇതാരാ പറഞ്ഞത് ചോദിച്ചാൽ മനസ്സിലാവില്ല. ഇതെങ്ങനെ ഇതാരാ തുടങ്ങിയത് മനസ്സിലാവില്ല. ചീവീട് ഇപ്പോൾ എവിടെ നിന്നാന്ന് ശബ്ദിക്കണമെന്ന് മനസ്സിലാവില്ല. അന്വേഷിച്ച് പോയാൽ ജന്തുവിനെ കാണില്ല. ഇതുപോലെ പരദൂഷണം നമ്മളെ പറ്റി കുറ്റം അങ്ങനെ കേൾക്കും. അന്വേഷിച്ച് പോയത് ആരാ പറഞ്ഞത്, ആരെ ഇപ്പം എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, തനിക്കിപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി ചോദിച്ചാൽ പറയും അത് ഞാൻ വാട്സപ്പ് കണ്ടതാ ഏതൊരു ഗ്രൂപ്പിൽ. ഞാനും പിന്നെ 100 പേർക്ക് അയച്ചു കൊടുത്തു കടക്കട്ട തിരുമേനിയെ പറ്റിയൊരു കുറ്റം. എന്ത് കാര്യം? ഇല്ലാത്തതാണെന്ന് അറിയാം. അയാൾക്ക് കിടക്കട്ടെ, നമ്മൾ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുക വെച്ചാൽ നല്ല കാര്യമല്ലേ എന്നും പറഞ്ഞത് നമ്മളിത് ഇങ്ങനെ ഇതാണ് ചീവീട്. കുറ്റം ഇങ്ങനെ കേൾക്കും. അത് കേട്ട് ആകെ വിഷമിക്കുക, ആകെ ബുദ്ധിമുട്ടുക, ആ ചിന്തയിൽ ഉറക്കല്ലാണ്ട് കഴിയുക. എത്ര പേര് അങ്ങനെ കഴിയണു? കൊതുക് പറഞ്ഞ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ മൂളും എന്ന് പറഞ്ഞ് മറ്റുള്ളവൻ്റെ കുറ്റം നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാവും ഇല്ലേ? നമുക്കിപ്പോൾ ഒരു കുറ്റം കേൾക്കുമ്പോൾ വിവരമുള്ളവൻ മനസ്സിലാക്കുന്നത് ഈ കുറ്റം ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്നെ പറ്റി കുറ്റം ഇയാൾ, അങ്ങനെയാണ് വിവരമുള്ളവൻ മനസ്സിലാക്കുക. അത് മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. പറയട്ടെ, എന്തോ പറയട്ടെ, കുറച്ച് കഴിഞ്ഞാൽ പോട്ടെ. അല്ലെങ്കിൽ ആൾ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ 2 അധ്യായമൊക്കെ വായിക്കും, സ്ലോ ഒക്കെ ചൊല്ലും. അപ്പോൾ അയാൾ നീറ്റ് പോയിക്കോളും. അത്രയും വേണ്ടു. ജനന് തിരിച്ചങ്ങോട്ടും പറയും നമ്മളോട് സ്നേഹം കരുതിയിട്ടേ. നമ്മൾ വേണ്ടാളെ കുറ്റമൊക്കെ അങ്ങോട്ട് പറയുക, അയാളെ പ്രോത്സാഹിപ്പിക്കുക, അയാൾക്കൊരു ചായ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. കൊടുക്കരുത്. ആ ചായ കുടിച്ചതാണ് ചോര കുടിച്ചു പറഞ്ഞത്. നമ്മളെ വെറുതെ വന്ന് കുറ്റം പറഞ്ഞ് അവിടുന്ന് ചായ കുടിച്ച് പോയി. ചായ കുടിച്ചങ്ങോട്ടാ പോണത്. ഇത്ര നേരം ആരുടെ കുറ്റം പറഞ്ഞു അയാൾ വീട്ടിലേക്ക് പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് ആരുടെ കുറ്റം പറയും? നമ്മളെ പറ്റി ഒന്നും കൂടി ഭംഗിയായിട്ട് അങ്ങനെ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് അവസാനം പറയും അവിടുന്ന് കുടിച്ചു ഞാനൊരു പൊട്ട ചായ, നീ നല്ലതൊന്നും എടുക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് ചോര കുടിക്കും. ഇങ്ങനെയുള്ളവർ ലോകത്തുണ്ട്. ആദ്യം മനസ്സിലാക്കി എളുപ്പമുണ്ടാവും. അല്ല, ലോകം മുഴുവൻ നല്ലതാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുകയാണ്, എന്നെ കൊണ്ട് നടക്കുകയാണ്, എല്ലാവർക്കും എന്നെ മതി എന്നൊക്കെ വിചാരിച്ചാൽ തെറ്റും. ക്രൂരമൃഗങ്ങളുണ്ട്, വളരെ ക്രൂരന്മാരുണ്ട്. എത്രയായാലും നേരെയാവാത്തവരുണ്ട്, എത്ര സ്നേഹിച്ചാലും വഞ്ചിക്കുന്നവരുണ്ട്. സിംഹം, കടുവ ഒക്കെ അങ്ങനെയാണ്. എന്നാൽ സ്നേഹമുള്ളവരുണ്ടല്ലോ, മാന്, മുയൽ മുതലായിട്ടുള്ള അവരെ കാണൂ, അത് നോക്കാൻ നേരില്ല. സജ്ജനങ്ങൾ ലോകത്തുണ്ടല്ലോ. മറ്റുള്ളവർക്ക് ഉപകാരം മാത്രം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, കുറ്റം കാണാത്തവരുണ്ട്. അങ്ങനെയുള്ള സജ്ജനങ്ങളുണ്ട്, അവരെ കാണാൻ ശ്രമിക്കൂ. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള വിഷമങ്ങൾ. കാറ്റ് വന്നു, കൊടുങ്കാറ്റ് വന്ന് തൊട്ട് മുമ്പിലുള്ളത് എന്താ കാണാൻ പറ്റാണ്ട് പോകും, അറിവില്ലാണ്ട് പോവും. കാമക്രോധാദികളാകുന്ന കാറ്റടിച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പിലുള്ളത് എന്തെന്ന് അറിയാതെ അബദ്ധം ചെയ്തു പോകും. ആരോട് പറഞ്ഞു നോക്കാണ്ടേ, അച്ഛനോടാ പറഞ്ഞതേ, നോക്കിയില്ലേ, കണ്ടു കാണണ്ടേ പോയി. അമ്മയാണോ പെങ്ങളാണോ മനസ്സിലാവാതെ അബദ്ധം ചെയ്തു പോകുന്നവരുണ്ട്. അതാണ് ആ കൊക്കയിൽ വീണു പറഞ്ഞത്. പിന്നെ ആജീവനാന്തം പശ്ചാത്തപിച്ചും കൊണ്ട് പിന്നീടുള്ള കാലം കഴിയുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെ ദുഃഖിക്കുന്നവർ ലോകത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ലോകത്ത് അപൂർവം ചിലർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ കാടിൻ്റെ പുറത്തേക്ക് എത്തുന്നുള്ളൂ. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ. തനിക്ക് ആശ്രയമാവുന്നൊക്കെ തോന്നും നല്ല വെയിലുള്ള സമയത്തെ. ആരുമില്ല, ആകെ ചൂട്, രക്ഷപ്പെടാൻ എന്താ വഴി നോക്കി നിൽക്കുമ്പോൾ വലിയൊരു മരം കണ്ടു പോയിരുന്നു. ഞാനുണ്ട് നിനക്ക് സഹായമായിട്ട്, ഒട്ടും വിഷമിക്കണ്ട, ഞാനില്ലേ. ഹാവു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടല്ലോ മനുഷ്യർ എന്നൊക്കെ കരുതി അയാളുടെ ആശ്രയത്തിൽ അങ്ങനെ അയാളെ ആശ്രയിച്ചു കൊണ്ട് കഴിഞ്ഞു. അപ്പോഴാണ് 2 വിഷക്കായ, അത് വേറൊരു ട്രാപ്പായിരുന്നു. ഇതിലും വലിയ കള്ളൻ. ഇങ്ങനെയുള്ളത് ലോകത്തില്ലേ. ഇതൊക്കെ കൂടിയതാണ് ഈ ലോകം, അത് മനസ്സിലാക്കണം. പക്ഷെ അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ സാധിക്കും. എന്ത് ചെയ്താൽ മതി? ആ വണ്ടുകളെ ശ്രദ്ധിക്കുക. ഏതാ ഈ വണ്ടുകൾ? ഹരികഥ പാടുന്ന വണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആരാ? മിത്രങ്ങൾ നമുക്കെത്ര ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ഭക്തന്മാരെ ശ്രദ്ധിക്കൂ, ഭാഗവതന്മാരെ ശ്രദ്ധിക്കൂ, ഋഷിമാര്, സന്യാസി വര്യന്മാരൊക്കെ ലോകത്തില്ലേ, സജ്ജനങ്ങളില്ലേ, അവരെ ശ്രദ്ധിക്കൂ. അവരങ്ങനെ മൂളും. എന്താ അവർ മൂളുക? ഈശ്വര കഥകളെ അവർ മൂളുള്ളൂ. വേണ്ടാത്തത് അവർ പറയില്ല, അവർക്കതിന് നേരല്ല, അതവർക്ക് ഇഷ്ടമില്ല. അവർ നല്ല കഥകളെ പറയുള്ളൂ, നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന കാര്യങ്ങളെ അവർ പറയുള്ളൂ. അവരെ ശ്രദ്ധിക്കൂ. അവരെ ശ്രദ്ധിക്കാൻ എപ്പോഴും സാധിക്കില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ദൂരം അവർ പോകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ കൺവട്ടത്തുനിന്ന് പോയാൽ പിന്നെ ഈ കാട്ടിൽ ചുറ്റിത്തിരിയേണ്ടി വരും.
ഇടയ്ക്ക് നമ്മുടെ കാര്യം നോക്കിക്കോളൂ, മുന്നിലുള്ള മുൾച്ചെടിയൊക്കെ ഒന്ന് വെട്ടിക്കോളൂ. അതിനായിട്ട് എന്ത് കൈ പിടിക്കുക? ഭാഗവതമാകുന്ന വാള് കൈ പിടിക്കുക, ഏതെങ്കിലും ഒരു ശാസ്ത്രം കൈ പിടിക്കുക, എന്തെങ്കിലും ഒരു ഉപാസന നിത്യം ആണ്, എന്തെങ്കിലും ഒന്ന് വേണം. രാവിലെ ഞാൻ ആ നാമം ജപിച്ചിട്ട് ചായ കുടിക്കുകയുള്ളൂ തീരുമാനിക്കും. എന്തെങ്കിലും ഒരു നിഷ്ഠ വേണം. ഒരു നിഷ്ഠയില്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാവില്ല. മറ്റതൊക്കെ പോട്ടെ, ഈശ്വരവിശ്വാസം എന്നുള്ളതല്ല, ഒരു ആത്മവിശ്വാസം വേണ്ടേ, ഒരു കരുത്ത് വേണ്ടേ. ഇതില്ലാത്തതാണ് ലോകത്തിൻ്റെ വലിയ പ്രശ്നം. വലിയ വലിയ കേമന്മാരാ, വലിയ ഡോക്ടറാ, വലിയ എഞ്ചിനീയറാണ്, കണ്ടാലൊക്കെ കേമനാ തോന്നും. രഹസ്യമായിട്ട് സംഭാഷണം ചെയ്യുമ്പോഴാണ് തിരുമേനി പല പ്രയാസങ്ങളുണ്ട്. പ്രധാനമായിട്ട് എന്താ? ആത്മവിശ്വാസമില്ല, മുഴുവൻ പ്രശ്നങ്ങളാണ്. അതിൽ കേമന പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ ഉപാസനയുടെ ബലമില്ല. എന്തെങ്കിലും ഒന്ന് ഇന്നതൊന്നല്ല, ഒരു 12 നാമെങ്കിലും അല്ലെങ്കിൽ ഒരു സഹസ്രനാമെങ്കിലും ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് ചായ കുടിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു നോക്കും. ഒരു 12 നമസ്കാരം എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പോൾ ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാത്തവരാണെച്ചാൽ പോട്ടെന്ന് വയ്ക്കുക. നമ്മളാണെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തൊക്കെ കർമ്മം ചെയ്യാനുണ്ട്, എവിടെയൊക്കെ നമ്മൾ വ്യവഹരിക്കണം, എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിലൊന്നും തളർന്നു പോകാണ്ടിരിക്കണമെങ്കിൽ, ഇതൊന്നും പ്രശ്നമാവാണ്ടിരിക്കണമെങ്കിൽ ഒരു ഉപാസന കൂടിയേ തീരൂ. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഭാഗവതം ഒരധ്യായം പറ്റില്ല, എന്നൊരു ശ്ലോകമെങ്കിലും, അതിനൊന്നും വലിയ സമയം ആവശ്യമില്ല. അതില്ലെങ്കിൽ തളരും. അതാണ് കയ്യിൽ വാള് വയ്ക്കാൻ പറഞ്ഞത്. ആ വാള് കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മുൾച്ചെടികൾ, ജീവിതത്തിലുണ്ടാകുന്ന പ്രാരബ്ധം, വിഷമങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണ്. എങ്ങനെ? ഈ വാളുകൊണ്ട്. ആ വാളുകൊണ്ട് പരിഹരിക്കുമ്പോൾ സപ്താഹം കേൾക്കാൻ പോകാണ്ടിരിക്കണ്ട. മോള് വണ്ടുകൾ പാറിപ്പോണ്ടല്ലോ, ആ വണ്ടുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഗൃഹസ്ഥ ജീവിതം ദുഃഖമായിട്ട് മാറും. ആ വണ്ടുകൾ എന്തായാലും ഈ കാടിൻ്റെ പുറമേക്ക് കടക്കും. നമ്മൾ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മുൾച്ചെടികളൊക്കെ തട്ടി മാറ്റി ആ കാടിൻ്റെ പുറത്തെത്താൻ സാധിക്കും. രഘുഗണം മനസ്സിലാക്കി. ആ വണ്ടാണ് ആര്? ഈ ഭരതൻ. തൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നതെന്താ? ആ വാള്. ഈ അറിവ് വെച്ച് എന്നെ അനുഗമിക്കൂ എന്നാണ് ഇപ്പം പറഞ്ഞത്. താനിപ്പോൾ അനുഭവിക്കണ ഈ വിഷമങ്ങളൊക്കെ ഈ കാട്ടിലുള്ളതാണ്. ഈ കാടിൻ്റെ പുറമെത്തണം വെച്ചാൽ ഈ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന, ഈ കാട് ബാധിക്കാതെ സഞ്ചരിക്കുന്ന സജ്ജനങ്ങളുണ്ടാവും, യോഗീശ്വരന്മാരുണ്ടാവും. അവരെ അനുഗമിക്കുക. അവരെഴുതി വെച്ച ശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് വാള്. മുൾച്ചെടി തട്ടി മാറ്റാനുള്ള വാള്. ഏതെങ്കിലും ഒന്ന് എടുത്ത് പഠിച്ചുകൂടെ? എത്ര ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഗ്രന്ഥങ്ങളില്ലാത്തവരാണോ നമ്മൾ? സമ്പത്തില്ല, എത്ര വലിയ സമ്പന്നന്മാരാ. പക്ഷെ നമ്മൾ ആശ്രയിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ കാര്യം? കാടിൻ്റെ പുറത്തെത്തണമെന്നില്ല, ആണ് സത്യം. കാടിന് നല്ല രസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മുൾച്ചെടിയൊക്കെ നല്ല രസമുണ്ട്, ചീവിയുടെ ശബ്ദം നല്ല കച്ചേരി എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? അതിലങ്ങോട്ട് മുഴുകിയാ വയ്യല്ലോ. അതൊക്കെ പ്രശ്നമായിട്ട് തോന്നണ്ടേ? ഇതങ്ങോട്ട് കേട്ടതും ആ രഘുഗണൻ ഭരതൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭരതൻ അനുഗ്രഹിച്ചും കൊണ്ട് പറയണം, മതി, ഇത്രയേ വേണ്ടൂ. രഘുഗണ, ഈ ലോകത്തെ ഏറ്റവും പ്രധാനം ഇതാണ്. തനിക്ക് തത്വാർത്ഥങ്ങളൊക്കെ ഇത്രയും കാലം മനസ്സിലാവാതെ പോയത് മഹാത്മാക്കളെ വന്ദിക്കാത്തത് കൊണ്ടാണ്. തനിക്കിപ്പം തോന്നിയല്ലോ. രഘുഗണയിത തപസാനയാതി. ഈ ജ്ഞാനമൊന്നും തപസ്സുകൊണ്ട് കിട്ടുന്നതല്ല. നിർവപണാത് ഗൃഹാത് വാ. നാട് വിട്ട് കാട്ടുപോയാൽ കിട്ടുന്നതല്ല. നച്ഛന്തസ. കുറേ പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ചാൽ കിട്ടുന്നതല്ല. പുസ്തകം വായിക്കുന്നവരൊക്കെ വലിയ കേമന്മാരാവണ്ടേ? അങ്ങനെ എല്ലാ പുസ്തകവും വായിച്ചാലൊന്നും ജ്ഞാനമുണ്ടാവുന്നില്ല. ജലാഗ്നി സൂര്യൈഹി. ഇനി കുറേ ഉപാസന പലതരത്തിലുള്ളതൊക്കെ ചെയ്തുവെങ്കിലും പിന്നെ എങ്ങനെയാ കിട്ടുക? വിനാ മഹത്പാദരജോഭിഷേകം. മഹാത്മാക്കളെ വീണ് നമസ്കരിക്കാൻ തയ്യാറായാൽ അവരുടെ കൃപ കൊണ്ട്, അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഒരു ജീവൻ നേരെയാവുക. ഇനി തനിക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല എന്ന് അനുഗ്രഹിക്കുകയാണ് ആര്? ഈ ഭരതൻ. ആ ഭരതൻ്റെ പാദധൂളെടുത്ത് ശിരസിൽ ധരിച്ചു രഘുഗണൻ. രഘുഗണനോട് ഭരതൻ പറയാണ്, ഞാൻ പണ്ടേ തന്നെപ്പോലെ തന്നെയായിരുന്നു ഞാനും. കുറച്ചൊക്കെ അഹം തനിക്കും ഉണ്ടായിരുന്നു. അഹം പുരാ ഭരതോ നാമ രാജ. പണ്ട് ഞാൻ ഭാരതം എന്ന് പേരായിട്ട് രാജാവായിരുന്നു. ഭഗവാനെ ഉപാസിച്ച് അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോയതാ. പക്ഷെ എന്ത് പറ്റിച്ചൊരു മാൻ എന്നെ പറ്റിച്ചു. മാനല്ല കേട്ടോ, ഞാനൊരിക്കലും മാനിനെ കുറ്റം പറയില്ല. എൻ്റെ ഉള്ളിലുള്ള വിഷയവാസന എന്നെ പറ്റിച്ചു. ആ മാനിനെ പിടിച്ച് ഞാൻ എൻ്റെ ആക്കി. ഏതോ ഒരു മാനിൻ്റെ കുട്ടിയാണ്, പക്ഷെ ഞാൻ ആ മാനിനെ എൻ്റെ മാൻ എൻ്റെ എന്ന് കണക്കാക്കി. അങ്ങനെ എന്ത് പറ്റിച്ചാൽ ഭഗവാനെ വിചാരിക്കണേ പകരം മാനിനെ വിചാരിച്ചത് കൊണ്ട് അവസാനം ഞാൻ അടുത്ത ജന്മത്തിൽ മാനായിട്ട് ജനിച്ചു. പിന്നെ ഇപ്പം ഭഗവാനെ തന്നെ സേവിച്ചതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു ജന്മം ഇതോടുകൂടി തീരുകയാണ്. ഞാൻ അന്ന് മാനായിട്ടൊരു സംഘം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ രഘുഗണ? ആ മാനാണ് താൻ. എന്താണ്? എനിക്കത് മനസ്സിലായി. ആ വളവ് വളഞ്ഞ ആ പല്ലക്കിൽ താൻ പോകുമ്പോഴേക്ക് മനസ്സിലായി എന്ത്? എന്നെ പറ്റിച്ച മാനതാ പോണ. ഞാനെന്തായാലും നേരെയായി.
അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മാനും കൂടി നേരെയാവട്ടെ എന്നൊരു സങ്കല്പമാർക്ക് ഈ ഭരതന്. അതുകൊണ്ടാണ് ആ ഭരതൻ ഇപ്പം ഈ രഘുഗണനോട് മിണ്ടാൻ കാരണം. തൻ്റെ ആ പൂർവ്വജന്മത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മാനാണെന്ത്, അതുകൊണ്ട് നേരെയാവട്ടെ എന്നൊരു വിചാരം. മഹാത്മാക്കളുടെ ആ ഒരു വിചാരം കൊണ്ടാണ് ഒരു ജീവൻ നേരെയാവണത്. അപ്പോൾ അവർക്ക് ആ വിചാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഗത്ത് നിൽക്കണം. വേണ്ടേ? നമ്മളിങ്ങനെ നിന്ന് അവർക്ക് നേരെയാവണം തോന്നുന്നു. നമ്മൾ തൊഴുതുകൊണ്ട് വിനയത്തോടെ അവരെ സേവിച്ചാൽ നേരെയാവട്ടെ, ഭംഗിയാവട്ടെ, വിഷമമില്ലാണ്ടിരിക്കട്ടെ, സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് അവർക്ക് തോന്നിയാൽ രക്ഷപ്പെടും ആണ്. ഇതങ്ങോട്ട് കേട്ടു. രഘുഗണനും ഭരതനെപ്പോലെ ജീവൻ മുക്തനായി മാറിയെന്നാണ്. ഇതാണ് കഥ. അങ്ങനെയാണ് ആ ഭരത രഘുഗണ സംവാദം എന്ന മനോഹരമായൊരു പ്രകരണം അവിടെ സമർപ്പിച്ചു. പിന്നീട് പരീക്ഷത്ത് ചോദിക്കുകയാണ് ലോകങ്ങളെപ്പറ്റി. ലോകം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ അനുഭവ മണ്ഡലമാണ് ലോകം. അത്രയേ ഉള്ളൂ. നമ്മുടെ ചിന്തയാണ് നമ്മുടെ ലോകം. നമ്മൾ എവിടെ ഇരിക്കണമുള്ളത് നമ്മുടെ സങ്കല്പത്തിനും ചിന്തയ്ക്കും അനുസരിച്ചിരിക്കും, ഇല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സെവിടെ വെച്ചാൽ അവിടെയാണ് നമ്മളിരിക്കുന്നത്, അല്ലേ? അതിൽ സത്യം. ലോക്യതയെ ഭുജ്യതയെ എന്ന് പറയും. ശങ്കരാചാര്യർ പറയും ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നത്. കാണുന്നത് ഉള്ളതും പോട്ടെ, അനുഭവിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ശാസ്ത്രത്തിൽ പറയുമ്പം പറയും എങ്ങനെയാ വെച്ചാൽ 3 ലോകങ്ങൾ എന്ന് പറയും. അതല്ല, ഇനി ചിന്തിക്കാനും കുറച്ച് ഓർത്ത് വയ്ക്കാനൊക്കെ കഴിവുണ്ടെങ്കിൽ 7, 14 ലോകങ്ങൾ. അപ്പം 3, 14 ഇങ്ങനെ മാറി മാറി പറയണത് എന്താ? അതെന്താ ചോദിച്ചാൽ നടുക്ക് ഭൂമി, മുകളിലുള്ള സ്വർഗം, താഴത്തേക്ക് പാതാളം, ഇങ്ങനെ പറയും. ചുരുക്കി പറഞ്ഞാൽ ഇനി വിസ്തരിച്ചാലോ മുകളിലേക്ക് 6 ലോകങ്ങളാണ്. നടുക്ക് ഭൂമി, മുകളിലേക്ക് 6 ലോകങ്ങളെ എന്താ പറയുക? ഭൂലോകം കഴിഞ്ഞവനെ ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജഡർലോകം, തപോലോകം, സത്യലോകം. ഈ സത്യലോകത്താണ് ആര്? നമ്മുടെ ബ്രഹ്മാവേ സത്യലോകത്തിരിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ പുണ്യം ചെയ്ത് കേമത്തം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാം? ഉയരാം. ഭൂമിയിൽ നിന്ന് ഒന്നുകൂടിയിട്ട് മുകളിലേക്ക് പോകും. ഭുവർലോകത്തെത്തും, പിന്നെ സുവർലോകത്തെത്തും. സുവർലോകമാണ് നമ്മൾ സ്വർലോകം, സ്വർഗം എന്നൊക്കെ പറയുന്നത്. പിന്നെയും മുകളിലേക്ക് പോവാം. ജഡർലോകം, മഹർലോകം, തപോലോകം, താപസന്മാർ, ഋഷീശ്വരന്മാരൊക്കെ അവിടെ ഇരിക്കുന്നത്. പിന്നെ സത്യലോകം, ബ്രഹ്മാവിൻ്റെ ലോകം. അത് പുണ്യം കൂടുന്നതനുസരിച്ച് മുകളിലേക്ക് പോവാം. ഇനി നമ്മൾ ചെയ്യണതേ അധർമ്മമാണെങ്കിലോ മറ്റുള്ളവർക്ക് ദ്രോഹമാണ് ചെയ്യണതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴാം. ഭൂമിയിൽ നിന്ന് താഴത്തേക്ക് അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം. ഇങ്ങനെ താഴത്തേക്ക് 7 ലോകം. താഴത്തേക്ക് 7ഉം മുകളിലേക്ക് 6ഉം നടുക്ക് ഭൂമി. 7, 14 ലോകങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3. നടുക്ക് ഭൂമി, മുകളിൽ സ്വർഗം, താഴെ പാതാളം. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എവിടെയാ ചോദിച്ചാൽ ഇവിടെ തന്നെ എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ തന്നെ ഋഷിമാരില്ലേ, ഇവിടെ തന്നെ താപസന്മാരില്ലേ, ഇവിടെ തന്നെ നരകിക്കുന്നവരില്ലേ, ഇവിടെ തന്നെ സമാധാനമായിട്ടിരിക്കുന്നവരില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തന്നെയുള്ള അവരുടെ ഭാവത്തിനെയാണ് ഈ പറഞ്ഞത്. നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാവും സമാധാനമായിട്ട്. അയാൾ എവിടെയാ? അയാൾ തപോലോകത്തായിരിക്കും. എപ്പോഴും ശാന്തമായിട്ട് അയാൾ സത്യലോകത്താണ്. എപ്പോഴും നരകിച്ചും കൊണ്ട് അയാൾ പാതാളത്തിലാണ്. അയാൾ എവിടെ ഇരിക്കണമെന്നുള്ള വിഷയമല്ല, അനുഭവ മണ്ഡലമാണ് ലോകം. നമ്മൾ പറയാറുണ്ട് സംഗീത ലോകത്തിലെ ഗാനഗന്ധർവൻ. ആരാത്? യേശുദാസേ. ഏതാ ഈ സംഗീത ലോകം? എവിടെയത്? ഭൂമിയിലാണോ, സ്വർഗത്തിലാണോ, പാതാളത്തിലാണോ എന്ന് ചോദിച്ചാൽ അയാളുടെ ചിന്ത എപ്പോഴും സംഗീതമായതുകൊണ്ട് അയാൾ സംഗീത ലോകത്താണ്. നമ്മൾ ഭാഗവതം തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗവത ലോകത്താണ്. നമ്മൾ സിനിമ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സിനിമാ ലോകത്താണ്. നമ്മൾ സ്പോർട്സ് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കായിക ലോകത്താണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ ചിന്ത എന്താണോ അതാണ് നമ്മൾ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കൂ. തന്മേ മനഃശിവസങ്കല്പമസ്തു. അതുകൊണ്ട് നല്ലത് ചിന്തിച്ചാൽ നമ്മൾ നല്ല ലോകത്താണ്. നല്ലത് ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ നല്ല വാക്കേ പറയുള്ളൂ. നല്ല വാക്ക് പറയേണ്ടത് നല്ലതേ പ്രവർത്തിക്കുള്ളൂ. നല്ലത് പ്രവർത്തിക്കുന്ന ആൾക്ക് നല്ലതേ വരൂ. അതിലെന്താ സംശയം? അതുകൊണ്ട് എവിടെ ചികിത്സിക്കണം? മനസ്സിനെ ചികിത്സിക്കണം. മനസ്സ് ശുദ്ധാക്കുക. അങ്ങനെ ആയാൽ നല്ലതേ വരൂ. പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ വേണമെന്നില്ല എന്നുള്ളതാണ് മുഖ്യം. അത്രേ കാര്യത്തിനുള്ളൂ. ഇതാണ് ലോകം. ആ ലോകത്തിൽ തന്നെ അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലം അങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ ഭൂമിയിൽ തന്നെ നല്ല സ്ഥലം, ദേശം, ഭാരതവർഷം. ജ്ഞാനത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം ലോകത്ത് വേറെ ഉണ്ടോ? ഇത്രയ്ക്കും അനുകൂലമായൊരു സാഹചര്യം വേറെ ഏത് ദേശത്താണ് ഉണ്ടാവുക? ഈശ്വരനെ സേവിക്കാൻ, ഭജിക്കാൻ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ, പുണ്യനദികൾ, പർവ്വതങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, എത്ര ഭാവങ്ങളാണ്, എത്ര സംസ്കാരങ്ങളാണ്, എത്ര ഭാഷ, എത്ര വേഷം, എത്ര രീതികളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവരൊക്കെ ഏകോദര സഹോദരരെ പോലെ കഴിയുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഒരു നൂലുണ്ട്. എല്ലാത്തിനും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു നൂല്. അതാണ് വൈദിക സംസ്കാരം, വേദം, സനാതനധർമ്മം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം.
അതില്ലാണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം കാശ്മീർ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഒക്കെ എല്ലാത്തിനും ചേർത്ത് നിർത്തുന്ന ഒരു സംഗതി ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേഷവും ഭാഷയൊക്കെ വേറെയാണെങ്കിൽ പോലും എന്തുണ്ട്, നമ്മളൊക്കെ ഭാരതീയരാണ്, നമ്മളൊക്കെ ഈ ഒരു സംസ്കാരമുള്ളവരാ എന്നൊരു ചിന്ത ഉള്ളിനുള്ളിലുണ്ട്. അതൊരിക്കലും ഇല്ലാണ്ടേക്കാൻ പറ്റൂല. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ബ്രിട്ടീഷുകാർ കുറേ ശ്രമിച്ചു നോക്കി, കുറേ കാലം പഠിക്കുന്ന എന്തൊക്കെയോ കാണിച്ചു, എന്നിട്ടും അവസാനം അവർ തോറ്റു പോവുക ഉണ്ടായത്. ഇത് മാറ്റാനൊന്നും പറ്റില്ല, യുദ്ധം കൊണ്ട് പറ്റില്ല, ആക്രമിച്ചിട്ട് കാര്യമില്ല. ഇപ്പം അവർ ഭൂമി ഇവിടെ ഭാരതത്തിലേക്ക് വരുന്നത് എന്തിനാ? ആക്രമിക്കാനല്ല. അവർക്ക് മനസ്സിലായി ഇതാണ് പഠിക്കേണ്ടത്. അന്ന് ഇല്ലാണ്ടേക്കാൻ വന്നു. ഇന്നതിൻ്റെ ആ വെളിച്ചം അവർക്ക് കിട്ടി, ഇത് മഹത്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ പഠിക്കാൻ വരികയാണ്, മനസ്സിലാക്കാൻ വരികയാണ്. ഇന്നിപ്പോൾ ആശ്രമങ്ങളിൽ പോയി നോക്കൂ, കൂടുതൽ ആരാ? നമ്മളോ? ആശ്രമങ്ങളിൽ പോയി നോക്കൂ, അപ്പോൾ മനസ്സിലാവും. സായിപ്പന്മാരിരിക്കുക അവിടെ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുമോ എന്നും പറഞ്ഞിരിക്കും. നമ്മൾ നോക്കും, ഇവർക്ക് അങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, നമുക്ക് പറ്റണില്ല. അവർ വന്നാൽ മൂലയ്ക്ക് പോയി അവിടെ അങ്ങനെ ഇരിക്കുന്നു, ധ്യാനിക്കുന്നു. ആയുർവേദം ആര്യവൈദ്യശാലയിൽ പോയി നോക്കൂ, സായിപ്പന്മാരാ. കലാമണ്ഡലത്ത് പോയാൽ അവിടെ സായിപ്പ്. എവിടെ പോയാലും ഇവരെ കൊണ്ടാണ്. കാരണം അവർ ഇതിൻ്റെ മഹത്വം മനസ്സിലായി. കഥകളി പഠിക്കാനും ആയുർവേദം പഠിക്കാനും യോഗ പരിശീലിക്കാനും സംസ്കൃതം പഠിക്കാനും മഹാഭാരതം വായിക്കാനും യോഗ അഭ്യസിക്കാനും വേദാന്തം പഠിക്കാനും ഇങ്ങനെ അവരിതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടിട്ട് എല്ലാം ഉപേക്ഷിച്ചിങ്ങോട്ട് വരികയാണ്. അതാണ് ഭാരതം, അതാണ് ഭാരതത്തിൻ്റെ മഹിമ. ഇവിടെ ഒരു പുല്ലായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുകയാണെന്ത് ആര്? ഇന്ദ്രൻ. സ്വർഗ്ഗലോകത്തിൽ ഇന്ദ്രൻ ഈ സ്വർഗ്ഗമൊന്നും വേണ്ട, എനിക്ക് ഭൂമിയിലൊന്ന് ജനിക്കാൻ പറ്റിയാൽ മതി ഭാരതത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വിട്ട് അമേരിക്കയിലായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്ര നല്ലൊരു സ്ഥലം വേറെ ഉണ്ടോ ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം? അതാണ് ഭാരതത്തിൻ്റെ മഹിമ. ഒന്നല്ലെങ്കിൽ വേറെ തരത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സേവിക്കുന്നവരാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് അവരുടെ സങ്കല്പം. ലോകത്തുള്ള എല്ലാവർക്കും, മനുഷ്യനും മൃഗം എന്നുള്ള വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, എല്ലാവർക്കും സുഖാവട്ടെ. എല്ലാവരിലും ഈശ്വരനെ കാണുകയാണ്. ഈശ്വരനെ ഒന്നിലും കാണാണ്ടിരിക്കണില്ല. കല്ലും മണ്ണൊക്കെ ഈശ്വരനാണ്. ചില കുറ്റമൊക്കെ ആയിട്ട് പറയൂ, കല്ലിനെ പൂജിക്കുന്നവരല്ലേ മണ്ണിനെ ആണ്. എന്താ സംശയം? പൂജിക്കാത്ത ഒരാളെ കാണിച്ചു, പൂജിക്കുന്നില്ല പറയവനും പൂജിക്കുന്നുണ്ട് ഇല്ലേ? അവർക്കും പ്രതിമല്ലേ? ഇല്ല. അവർക്കും ചിഹ്നങ്ങളില്ലേ? ഇല്ല. ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ലാത്തവരും ഭാരതത്തിലാണെങ്കിൽ ആഗസ്റ്റ് 15 എന്ത് ചെയ്യും? പൂജിക്കും ഇല്ലേ? ഇല്ല. സല്യൂട്ട് അടിക്കണില്ലേ? കൊടി ഉയർത്തണല്ലേ? എന്തിനാപ്പം അത് ചോദിച്ചാൽ ആ കൊടിയിൽ എന്താ നമ്മൾ കാണുന്നത്? ഭാരതം. എൻ്റെ ദേശത്തെ കാണുകയാണ്. അത് മല്ലുമുണ്ട്, നമ്മളെ വീട്ടിൽ എടുത്ത മല്ലുമുണ്ട, അതിൽ പെയിൻ്റ് അടിച്ചു. എന്നിട്ട് ചക്രമൊക്കെ വരച്ച് കൊണ്ടുപോയി സംഭവിച്ചു. അത് മല്ലുമുണ്ടാവും, പെയിൻ്റ് അടിച്ചു. നടു റോട്ടിൽ വെച്ചൊന്ന് കത്തിക്കൂ, ആൾ കാണുകേ. എൻ്റെ മല്ലുമുണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കുട്ടി പെയിൻ്റ് അടിച്ചതാ പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടുപോയി ജയിലിലിടും. എന്താ കാരണം? ആ ശീലയിൽ എല്ലാവരും കാണുന്നത് ഈ ഭാരതദേശത്തെയാണ്. ഭാവനയല്ലേ? ഇതന്നെ നമ്മളും. ആ കല്ലിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ്. ഇവിടെ കാണുന്നത് നമ്മുടെ കൃഷ്ണനെയാണ്. എന്താ അതിൽ തെറ്റ്? നമ്മൾ കാണുകയാണ്. അച്ഛനിൽ നമ്മൾ കാണുന്നത് ആര്യ? ഈശ്വരനെയാണ്. അതാണ് മാതൃദേവോ ഭവ. അല്ലാണ്ട് എന്നെ ജനിപ്പിച്ചവൻ എന്നല്ല. ഇതാ പ്രശ്നം. ഈ ഒരു ഭാവം ഇല്ലെങ്കിലുള്ള കുഴപ്പമായി പറയണത്. അമ്മയിൽ കാണുന്നത് എന്താ? എൻ്റെ അമ്മ ആണ്. അമ്മയായിട്ട് കാണുകയാണ്. അമ്മ എന്ന് പറയുമ്പോൾ അതിന് ഭാവത്തിന് വ്യത്യാസമുണ്ട്. അല്ലാണ്ട് എന്നെ ജനിപ്പിച്ചവൾ. പാശ്ചാത്യ ദേശത്തൊക്കെ അങ്ങനെയാണ്. ആരാ അത്? ഞാൻ ഉണ്ടാവാൻ കാരണക്കാരി, ഇത്രയേ ഉള്ളൂ. ആ സ്ത്രീ. അതുകൊണ്ടാണ് മൂല്യങ്ങൾക്കൊന്നും വലിയൊരു വില കൊടുക്കണില്ലല്ലോ. സ്നേഹബന്ധങ്ങൾക്കൊന്നും ഇപ്പം കിട്ടും. ഇപ്പം നമുക്കല്ലാത്തത്. കാരണം രാമായണം വായിക്കില്ല, ഭാഗവതം വായിക്കില്ല, ഇതൊന്നും കേൾക്കില്ല. അത് കേമെന്ന് പറഞ്ഞു ഇപ്പം എന്തായി? ഇപ്പം അങ്ങനെയൊന്നും എന്ത് കല്യാണം ഒന്നും വേണ്ട, ലിവിങ് ടുഗദർ മതി. എന്നാൽ പിന്നെ മക്കളില്ലാണ്ട് ശ്രദ്ധിക്കുക. അവരും കൂടി എന്താ ഇഷ്ടമില്ലാണ്ട് അച്ഛൻ അമ്മ ആരാ എന്താണ് കഥ? സ്നേഹം കിട്ടാണ്ട് വളർന്ന അവസാനം ലോകത്തിന് തന്നെ ഉപദ്രവമായി കൊണ്ട് ഒക്കെ ശ്രദ്ധിക്കേണ്ടേ. അവനവൻ്റെ സുഖം നോക്കി ഞാൻ സുഖമായിട്ടിരിക്കുക, അത് മതി. ഇന്നിപ്പം എല്ലാ ദിക്കിലതാ. എന്നിട്ട് അതൊരു കേമമായിട്ട് കണക്കാക്കി അതിനെ കുറേ കൂട്ടുപിടിച്ച് കുറേ പേര്. എന്നിട്ട് അതൊരു വലിയ കേമത്വം. ഇതാണോ കേമത്വം? ഒരു കുടുംബ സങ്കല്പമില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോവും? സ്വൈരെന്ന് പറയുന്നുണ്ടോ? സമാധാനം എന്ന് പറയുന്നുണ്ടോ? ചിന്തിക്കണ്ടേ? ഇതാണ് ഭാരതത്തിൻ്റെ മഹിമ. ഭാന്യദീപ്തവും എന്നുള്ള ധാതുവിൽ നിന്നാണ് ഭാരതം എന്നുള്ള പദം ഉണ്ടായത്. പ്രകാശത്തിലിരിക്കുന്നവർ, വെളിച്ചത്തിലിരിക്കുന്നവർ. എല്ലാവരും ഇരുട്ടത്തിരിക്കുമ്പം ഇവിടെ ഋഷിമാർ പണ്ടേ വെളിച്ചത്തിലിരുന്നവരാന്ന് പറഞ്ഞാൽ വേദം, അറിവാണ് ഏറ്റവും വലിയ വെളിച്ചം, ഏറ്റവും വലിയ പ്രകാശം.
ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ല് പാർത്തു കണ്ടറിഞ്ഞവർ. നമ്മുടെ അടിസ്ഥാനം എന്തെന്ന് ആദ്യം കണ്ടറിഞ്ഞവരാണ്. സമാധാനമായിട്ടിരിക്കണം വെച്ചാൽ വിഷയങ്ങളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക് തിരിയണമെന്ന് മനസ്സിലാക്കിയവരാണ് ഈ ഭാരതീയർ. അതുകൊണ്ട് ഇവിടെ ജനിക്കാൻ സാധിക്കുക വലിയ ഭാഗ്യമാണ് എന്ന് ആ ഭാരതവർഷത്തിൻ്റെ മഹത്വം പറഞ്ഞു. സ്വസ്ത്യസ്തു വിശ്വസ്യ, ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ, ഇതാണ് പ്രാർത്ഥന. രാമചന്ദ്രസ്വാമി ഇവിടെ വിഷ്ണു ഭഗവാൻ രാമനായിട്ട് അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? രാവണനെ കൊല്ലാൻ വേണ്ടി മാത്രമൊന്നുമല്ല. അങ്ങനെയല്ല. രാവണൻ ഭഗവാന്റെ സ്വന്തം ആളാ. രാവണ എന്ന് വിളിച്ചാൽ ആര് വരും? വിഷ്ണു ഭഗവാന്റെ കാവൽക്കാരന് ജയവിജയന്മാർ, അതിലൊരാളാണ് രാവണൻ. ആ വിഷ്ണു ഭഗവാന് രാവണ കം ഹിയർ എന്ന് പറഞ്ഞാൽ ആര് ചെല്ലും? രാവണൻ യെസ് സാർ, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ഇപ്പം അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഭൂമിയിൽ വന്ന് പാവം ഭാര്യയും പോയി കുറേ കാലം വിഷമിച്ച് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ വിഷമം അനുഭവിച്ചത് എന്തിനാ ചോദിച്ചാൽ മർത്യാവതാരസ്തുഹ മർത്യശിക്ഷണം, മനുഷ്യരെ പഠിപ്പിക്കാൻ, ധർമ്മം അനുഷ്ഠിക്കാൻ പഠിപ്പിക്കാൻ. ജീവിതമാകുമ്പോൾ അങ്ങനെയാണ്, കുറച്ചൊക്കെ ദുഃഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും, ഇതൊക്കെ മാറി മാറി വരും. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യരുത്? മര്യാദ അത് വിടരുത്, സംസ്കാരം വിടരുത്, ധർമ്മത്തെ വിടരുത് എന്ന് പഠിപ്പിക്കാനാണ് ആര് വന്നത്? അതാണ് രാമൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ മനുഷ്യനായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ നാടകം അഭിനയിച്ചത് അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു കഥ. പിന്നെ ഗ്രഹങ്ങളെ പറ്റി നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അവസാനം പരീക്ഷിച്ച് ചോദിക്കുകയാണ്, അങ്ങ് നരകത്തെ പറ്റി പറഞ്ഞില്ല, പറയാണ്ട കഴിച്ചുവിട്ടാ വിചാരിച്ചതാ, പിന്നെ അത് കേട്ടേ പറ്റൂ വെച്ചാൽ പിന്നെ അങ്ങ് കേട്ടോളൂ. നരകാനാമകിം ദേശവിശേഷ, നരകെന്ന് കേട്ടിട്ടുണ്ട്, വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? ഉത്തരമായിട്ട് പറഞ്ഞു അന്തരാളെ ഏവാ, ഉണ്ട്, അത് ഇവിടെ തന്നെയാണ്. നരകെന്ന് ഇവിടെ വർണ്ണിക്കുമ്പം ആ തരത്തിലുള്ള ദുഃഖം ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറൊരു ദേശത്ത് പോയിട്ട് അനുഭവിക്കാം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇവിടെ തന്നെ ആസ്പത്രി കിടന്ന് അനുഭവിക്കാം നമുക്കിതൊക്കെ, അല്ലേ? വീട്ടിൽ തന്നെ ഇരുന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ, അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതന്നെയാണ് നരകം. അതല്ലാതെ ഇനിയിപ്പോൾ നരകം വേറൊരു ദിക്കിൽ പോയിട്ട് അങ്ങനെയൊന്നും വിചാരിച്ച തെറ്റൊന്നുമില്ല, നമുക്കത് പറയാൻ പറ്റില്ല, നമ്മളിപ്പോൾ അത് കണ്ടിട്ടില്ല. അങ്ങനെയാവാം. പക്ഷെ ഇവിടെ തന്നെ നമ്മളിതൊക്കെ കിട്ടുന്നുണ്ട്. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ അനുഭവിക്കുന്നില്ലേ? കപിലൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ തന്നെയാണ്. അത്രയും നരക സ്വർഗ, അമ്മ ഇവിടെ തന്നെയാണ്. അമ്മയ്ക്ക് നരകം കാണണം വെച്ചാൽ ഒന്ന് ആസ്പത്രിയിലൊക്കെ ഒന്ന് പോയി നോക്കുക. ഓരോ വാർഡ് പോയാൽ ഓരോരോ നരകം, കുംഭീഭാഗം, അസിപത്രവനൊക്കെ അവിടെ തന്നെ കാണാം. ഇനി ആശ്രമങ്ങളിൽ സന്യാസിമാരുടെ അടുത്തൊക്കെ പോയി നോക്കിയാൽ സ്വർഗവും കാണാം. അവിടെ ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നും അറിയാണ്ട് സമാധാനമായിട്ടിരിക്കുന്നവരെയും കാണാം. പിന്നെ നരകം പറയുന്നത് എന്തിനാ ചോദിച്ചാൽ നമ്മളെ നിലയ്ക്ക് നിർത്താനാണ്. നമ്മളിപ്പം വളരെ മോശമായിട്ട് പെരുമാറിയാൽ, ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു മോശമായിട്ട് പെരുമാറിയാൽ എനിക്ക് മാത്രമല്ല ദോഷം ആണോ? ഞാനിപ്പോൾ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ എൻ്റെ നാവോണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെയുള്ള നിങ്ങളുടെയൊക്കെ മനസ്സെന്താവും? കരുഷാവും, ഇല്ലേ? അപ്പോൾ ഒരു വ്യക്തി മോശമായാൽ അയാൾക്ക് മാത്രമല്ല പ്രശ്നം, സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ മോശമാണെങ്കിലും ഞാൻ എൻ്റെ മോശം സ്വഭാവം പുറമേക്ക് കാണിക്കാണ്ടിരുന്നാൽ തന്നെ എന്തുണ്ട്? കുറേ വ്യത്യാസമുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ നശിക്കും, കാരണം മോശം സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ നശിക്കുകയുള്ളൂ. ലോകത്തിനത് വലിയ ബുദ്ധിമുട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് എന്ത് നരക വർണ്ണന. കൈയിടിപ്പ് പുറത്തെടുക്കരുത്. എന്താണ്? ഇന്നിപ്പോൾ CCTV വെക്കുക ചെയ്യുക, നരക വർണ്ണനയൊന്നുമില്ല. കണ്ടിട്ടില്ലേ? CCTV നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ അർത്ഥം? കൈയിടിപ്പ് പുറത്തെടുക്കണ്ട എന്നാണ് അർത്ഥം. അതാണ് അർത്ഥം. അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കണ്ട, ഇതൊക്കെ കണ്ടും കേട്ടും ഒരാളിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ CCTVയുടെ താല്പര്യം. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ നേരാവണ്ണാച്ചാൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ നേരാവണ്ണാച്ചാൽ കോടതി വേണോ, പട്ടാളം വേണോ, പോലീസ് വേണോ? ഇതിപ്പോൾ കുറച്ച് അപകടമായതുകൊണ്ടല്ലോ ഇതൊക്കെ വേണ്ടി വന്നത്. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പകരം എന്ത് ചെയ്യും? കുംഭീഭാഗം, അസിപത്രവനം. ഇന്നാണെന്ന് വെച്ചാൽ പീനൽ കോഡ് പറയുക ചെയ്യും, IPC ഓരോ വകുപ്പ് പറഞ്ഞിട്ട് പിടിച്ചകത്തിടുന്നു പറയും. പണ്ട് അങ്ങനെയല്ല. പണ്ട് നരകത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള ആ ചീത്തത് പ്രവർത്തിക്കാൻ പുറപ്പെടുമ്പം അതിനങ്ങോട്ട് ഇല്ലാണ്ടിയാക്കും പണ്ടുള്ളവർ. ഇത് പറഞ്ഞിട്ട് അടങ്ങിയിരുന്നോളൂ, ശിക്ഷ കിട്ടും എന്ന് പറയുമ്പോൾ ഒതുങ്ങും. വിവേകികൾ അധർമ്മം ചെയ്യില്ല, അത് അവരുടെ സ്വഭാവമാണ്. എന്താണ്? ആരും ഉപദ്രവിക്കില്ല എന്നുള്ളത് അവർ ശിക്ഷ കിട്ടുന്ന പേടിച്ചിട്ടൊന്നുമല്ല. ആണോ? നമ്മളിപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാണ്ടിരിക്കണം, ഞാൻ ശിക്ഷ കിട്ടുന്ന പേടിച്ചിട്ടാ? എൻ്റെ സ്വഭാവം ഉപദ്രവിക്കണതല്ല, അതുകൊണ്ടാണ്. എന്നാൽ ചിലർ ഉപദ്രവിക്കാണ്ടിരിക്കണം എന്തുകൊണ്ടാണ്? ശിക്ഷ കിട്ടുന്ന പേടിച്ചിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ചിലതൊന്നും ചെയ്യാണ്ടിരിക്കണം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ പകലായതുകൊണ്ടാണ്. എന്താണ്? അങ്ങനെയാണെന്ന് എന്താ അർത്ഥം? ഞാൻ അത്ര നല്ല ആളല്ല, അതാണ് അർത്ഥം. പിന്നെന്താ വെച്ചാൽ ആചാര്യം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആചാര്യനൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെയ്യാണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വിവേകി അധർമ്മം ചെയ്യാണ്ടിരിക്കണം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അയാൾ ചെയ്യില്ല, അത് അയാളുടെ സ്വഭാവമാണ്. എന്നാൽ
അവിവേകി അധർമ്മം ചെയ്യാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടാണ്. അവിവേകിയെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് നരകവർണ്ണന. അപ്പം അവിവേകികൾക്ക് നരകവർണ്ണന വേണ്ടു, നമുക്കൊന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് വിവേകം ഉണ്ടല്ലോ. എന്നാലും പോട്ടെ, എന്നാലും കുറച്ച് കേട്ടോളൂ. കുറച്ച് നരകങ്ങൾ പറഞ്ഞു. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, കുംഭീഭാഗം, കുറേ നരകങ്ങൾ ഭാഗവത്തിൽ പറയുന്നുണ്ട്. പിന്നെ താരതമ്യേന മറ്റു പുരാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഭാഗവത്തിൽ അത്ര നരകവർണ്ണന അത്ര പറയണില്ല. അതിലെല്ലാം ഒന്നും പറയണില്ല, ഒരു 2-3 ഒന്ന് പറയാം, അത്രയേ ഉള്ളൂ. താമിശ്രവും അന്ധതാമിശ്രവും ആർക്ക് ചോദിച്ചാൽ പരവിത്താപത്യകളത്രാണി അപഹരതി, മറ്റുള്ളവൻ്റെ വിത്തം, സമ്പത്ത്. അപത്യം, കളത്രം, മകൻ അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ ഭാര്യ ഒക്കെ അപഹരിക്കുക, കൂടെ നിന്ന് പറ്റിക്കുക, വഞ്ചിക്കുക. അങ്ങനെയുള്ളവർക്കാണ് താമിശ്രം, അന്ധതാമിശ്രം മുതലായിട്ടുള്ള നരകങ്ങൾ. അവിടെ കണ്ണ് കെട്ടി താഴത്തേക്ക് കണ്ട് വലിച്ചെറിയും, പലതരത്തിലുള്ള ജീവികൾ വന്ന് ഉപദ്രവിക്കും, പലതരത്തിലുള്ള വിഷമങ്ങൾ അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വരും. മരിക്കുകയോ മരിക്കില്ല, മരിച്ച ഉടനെ തന്നെ അമൃത് കളിക്കും. അപ്പോഴോ വേദന അവിടെ ബാക്കിയുണ്ടാവും, താൻ വീണ്ടും. എത്ര പേരെ നമ്മൾ ഏതൊക്കെ തരത്തിൽ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടോ അതുപോലെ നമ്മൾ അവിടെ ഇരുന്ന് നരകിക്കും, വിഷമിക്കും എന്ന് പറഞ്ഞ അർത്ഥം. ഈ കൊടുത്തത് വെറുതെ അവന് തിരിച്ചു കിട്ടുന്ന അർത്ഥം. അതാണ് താമിശ്രവും അന്ധതാമിശ്രവും. പിന്നുള്ളത് കുംഭീഭാഗം. കുംഭീഭാഗം ആർക്കാ ചോദിച്ചാൽ പശൂൻ പക്ഷിണോ വാ പ്രാണത ഉപരന്ധയതി, മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കൊന്നു തിന്നുന്നവർക്കാണ് കുംഭീഭാഗം. ഇതിലൊക്കെ ചോദ്യം എന്താ വെച്ചാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും സ്വഭാവത്തിനും വരെ മാറ്റം ഉണ്ടാവും. അത് ഉപനിഷത്തൊക്കെ പറയും, അന്നമയം ഹി സൗമ്യമനഃ. നമുക്ക് സാത്വികമായ ബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ, ഭാഗവതമൊക്കെ കേട്ടാൽ മനസ്സിലാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അത്രയും പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിഥികൾ വരുമ്പോൾ അവരെ നോക്കുക പറഞ്ഞാൽ ദുഷിച്ച നോട്ടം. ഉച്ച സമയത്തൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പം ആ കണ്ണ് ചെമ്പോത്തു നിന്നുള്ള പക്ഷി ചൂഴ്ന്നെടുക്കും. കുറച്ചങ്ങനെ നരകങ്ങളെ പറ്റി വർണ്ണിച്ച സമയത്ത് പരീക്ഷത്ത് ചോദിക്കുകയാണ്, ഇന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചു. അപ്പോഴാണ് ഷഷ്ഠസ്കന്ധം ആരംഭിക്കുന്നത്. അങ്ങനെ അജാമിളോപാഖ്യാനം കഥ പറയണം. ഷഷ്ഠസ്കന്ധത്തിൻ്റെ ലക്ഷണം പോഷണം എന്നാണ്. എന്താണ്? മോഷണമല്ല, പോഷണം, പോഷിപ്പിക്കുക. ഭഗവാനെ സേവിച്ചാൽ ഭഗവാൻ പോഷിപ്പിക്കും. അയാൾ നേരെയാവണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും അയാൾ ആര് നേരെയാക്കും? അത് ഭഗവാന്റെ ബാധ്യതയാണ്. നിങ്ങൾ സപ്താഹം കേട്ടാൽ നിങ്ങളെ നേരെയാക്കും ആര്? അത് ഭഗവാൻ. നമ്മൾ നേരെയാവണമെന്ന് വിചാരിച്ചില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേണമെന്ന് വിചാരിച്ചില്ല, നേരെയാവണമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വരാണ്ടിരിക്കുക. അല്ലാണ്ട് സപ്താഹം കേൾക്കുകയും ചെയ്യാൻ നേരെയാവണമെന്ന് വിചാരിക്കാണ്ടിരിക്കുകയും ചെയ്താൽ ലിഫ്റ്റ് കയറി സ്വിച്ച് ഇട്ടു മുകളിലേക്ക്, എന്നിട്ടോ ഞാൻ മുകളിലെത്തണമെന്ന് വിചാരിച്ചില്ല എന്നിട്ട് കാര്യമുണ്ടോ? ആ മുകളിലെത്തും. അതുകൊണ്ട് ഭഗവാനെ സേവിച്ചാൽ, സദ്ഗ്രന്ഥങ്ങൾ കേട്ടാൽ, നാമം ജപിച്ചാൽ, ഭഗവാന്റെ കഥകൾ കേട്ടാൽ, ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചാൽ അയാൾ നേരെയാവണമെന്ന് വിചാരിച്ചില്ലെങ്കിലും അയാൾ നേരെയാവും. വേറെ പല ഉദ്ദേശത്തിലായിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക. ആയിക്കോട്ടെ, തുടക്കമൊക്കെ അങ്ങനെയാവും. വേറെ വല്ലതും മോഹിച്ചിട്ടാവും, പണം കിട്ടും, പദവി കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, അല്ലെങ്കിൽ വിമർശിക്കാം എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ പഠിച്ച് കുറച്ചായിട്ട് കഴിയുമ്പോൾ എന്തായി മാറും? മെല്ലെ ആൾ മാറും, ഉറപ്പാണ്. അതാണ് പോഷണം. പാപം ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വഴിയുണ്ടോ? നരകയാതന അനുഭവിക്കാണ്ടിരിക്കാൻ വഴിയുണ്ടോ? വഴിയുണ്ട്. ഈ വേദനയൊക്കെ അനുഭവിക്കാണ്ടിരിക്കാൻ, നരകയാതന അനുഭവിക്കാണ്ടിരിക്കാൻ വഴിയുണ്ട്. അതിനാണ് പ്രായശ്ചിത്തം എന്നാണ് പറയുക. പ്രായശ്ചിത്തം എല്ലാ മതങ്ങൾക്കും ഉണ്ട് ഇങ്ങനെയൊക്കെ ഏർപ്പാട്. പ്രായശ്ചിത്തം ചെയ്താൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം പരീക്ഷിച്ച് വിവരമുള്ളതുകൊണ്ട് ചോദിച്ചു, എന്നാ പിന്നെ എളുപ്പമല്ലേ, പാപം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, എന്ത് സുഖം. നാരായണ നാമം ജപിച്ചാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം, അത് പ്രായശ്ചിത്തമാണെങ്കിൽ. എന്നാ പിന്നെ സുഖമാണല്ലോ. 8 മണിക്ക് പാപം ചെയ്യുക, 8:30 നാരായണ, കഴിഞ്ഞല്ലോ. 9 മണിക്ക് പാപം ചെയ്തു, 9:30 നാരായണ, കഴിഞ്ഞു. ഇപ്പോൾ അടുത്തത് ചെയ്യാം. 10 മണിക്ക് പാപം ചെയ്തു, 10:30 നാരായണ, കഴിഞ്ഞു. അടുത്തത് ചെയ്യാം. ഇയാളോട് ചോദിച്ചു നോക്ക്, എന്തിനാ നാമം ജപിക്കണമെന്ന്? അയാൾ പറയും, ഞാൻ നാമം ജപിക്കണതേ പാപം ചെയ്യാൻ. എന്തിനാണ്? ഇതെങ്ങാനും ഈശ്വരൻ കേട്ടാൽ തൻ്റെ നാമം ജപിക്കണത് പാപം ചെയ്യാനാ. നമ്മളിപ്പോൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തൊക്കെയോ കുറേ പാപം ചെയ്ത് തീരട്ടെ, ഒരു സപ്താഹം കേട്ടേക്കാം കേട്ടോ, ഇത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണം, അടുത്ത സപ്താഹം കേട്ടാൽ തീരുമാനം അത് തീർക്കാം എന്ന് കരുതിയാൽ അത് ശരിയാണോ? നാരായണ നാമം ജപിക്കണത് പാപം ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ നാമം? തെറ്റി, അങ്ങനെ കണക്കാക്കരുത്. പരീക്ഷത്തെ അതല്ല. പക്ഷെ പലർക്കും അതൊന്നും അറിയില്ല.
പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ താൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇനി ഞാൻ അത് ചെയ്യില്ല എന്ന് ഉറപ്പിക്കലാണെന്ത് പ്രായശ്ചിത്തം. തെറ്റ് മനസ്സിലാക്കി, അന്ന് ഇത് അറിയില്ലായിരുന്നു, ഇത്ര ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കിയില്ല. ഒരാളെ വഞ്ചിക്കുമ്പോഴേ എത്ര കണ്ട് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയില്ല. ഇപ്പോഴാണത് മനസ്സിലായത്. അയ്യോ വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് കേട്ടോ, ഇനി ഞാൻ താരോടും ചെയ്യില്ല എന്ന് ഉറപ്പിക്കലാണെന്ത്, അതാണ് പ്രായശ്ചിത്തം. പ്രായോ നാമ തപപ്രോക്തം ചിത്തം നിശ്ചയമുച്യതേ. പ്രായ എന്ന് പറഞ്ഞാൽ തപസ്, ചിത്തം എന്ന് പറഞ്ഞാൽ നിശ്ചയം. ഞാനിനി ഈ തെറ്റ് ചെയ്യില്ല എന്നങ്ങോട്ട് ഉറപ്പിക്കൽ, മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കൽ, അതാണ് പ്രായശ്ചിത്തം. ആ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി പുറമെ ചില ക്രിയകളൊക്കെ ചെയ്തു വരാം. വിളക്ക് കത്തിച്ച് വെച്ചു, ഹോമം കഴിച്ചു, പൂജ കഴിച്ചു എന്നൊക്കെ വരാം. അതൊക്കെ എന്തിനാണ്? ആ ചടങ്ങുകളൊക്കെ ഈ ഒരു ഉറപ്പ് വരാനാണ്. ആ ചടങ്ങൊക്കെ ചെയ്തു ഈ ഉറപ്പ് വന്നില്ലെങ്കിലോ? കുറേ ചടങ്ങൊക്കെ ചെയ്തു കേട്ടോ, ഈ ഉറപ്പുള്ളിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചടങ്ങൊക്കെ ഏതുപോലെയെന്ന് അറിയോ? മഞ്ഞേ കുഞ്ചര ശൗചവത്ത്, ആനയെ കുളിപ്പിക്കും പോലെയായി. എന്തുപോലെ? ആനയെ കുളിപ്പിച്ചാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ അവസ്ഥ. ആനയെ പാപ്പാൻ ഒരു 3-3.5 മണിക്കൂർ ഇരുന്ന് അങ്ങോട്ട് കുളിപ്പിക്കും. അത് കുളിയൊക്കെ കഴിഞ്ഞു ആന ഇങ്ങനെ നല്ല നല്ല കുട്ടനായി, സുന്ദരക്കുട്ടനായിട്ടുണ്ട്. അങ്ങനെ ആ ആനയെ അങ്ങോട്ട് കരയ്ക്ക് നിർത്തി ഇയാൾ കുളിക്കുമ്പോഴേക്കും 2 മിനിറ്റ് കൊണ്ട് വേഗം കുളിച്ച് വരാൻ വെച്ചാൽ കുളിക്കുക. ഇയാൾ കുളിക്കുമ്പോഴേക്കും ആന പഴയതിനേക്കാൾ കഷ്ടമായി ഉണ്ടാവും. മണ്ണൊക്കെ വാരിയിട്ട് വീണ്ടും ഇതുപോലെയാവും. എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും പോയി മുങ്ങിയിട്ട് കാര്യമില്ല. പാപം തീർന്നു പറഞ്ഞിട്ട് പറ്റുമോ? പാപം തീരണമെങ്കിൽ ഉള്ളിലുള്ള വിഷം കളഞ്ഞിട്ട് മുങ്ങണം എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള വിഷം കളഞ്ഞിട്ട് മുങ്ങണം. വിഷത്തോടു കൂടി മുങ്ങിയിട്ട് കാര്യമുണ്ടോ? മദ്യക്കൂപ്പി കൊണ്ടുപോയിട്ട് ഗംഗയിൽ മുക്കി കേട്ടോ, ഇപ്പൊ ശുദ്ധായില്ലേ തിരുമേനി? അതെങ്ങനെ ശുദ്ധാവുക? അതിനുള്ള വിഷം കളഞ്ഞിട്ട് മുക്കൂ. അല്ലാണ്ട് ഗംഗ പുണ്യ നദി എന്നും പറഞ്ഞിട്ട് അതിൽ കൊണ്ടുപോയി ഇത് മുക്കിയിട്ട് കുടിച്ചാൽ എങ്ങനെയാ നേരെയാവുക? ഇതുപോലെയാണ് നമ്മളൊക്കെ ചെയ്തത്. സുരാ കുംഭമിവാപഗാഹ, മനസ്സിലുള്ള ഈ വിഷം കളയാതെ തീർത്ഥാടനം ചെയ്യുന്നു, എവിടേക്കോ പോകണം, അമ്പലത്തിൽ പോകണം, ഒക്കെ ചെയ്യുന്നു. എന്നിട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെയും തന്നെ എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെയാണ്. തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ, താൻ തെറ്റ് ആവർത്തിക്കില്ല തീരുമാനിക്കണ്ടേ, അതല്ലേ മുഖ്യം. എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമുണ്ടോ? പണ്ടൊരിക്കലും ഒരു ആചാര്യൻ ഇങ്ങനെ സപ്താഹവേദിയിൽ അമ്മമാരിങ്ങനെ സംസാരിക്കുമ്പോഴേ ആ ആചാര്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഇനി മിണ്ടിയാൽ കൗണ്ടറിൽ 1000 റുപ്യ അടയ്ക്കണം എന്ന് പറഞ്ഞു. എന്താണ്? ഒരു ദിവസം മിണ്ടിയാൽ 1000 റുപ്യ പ്രായശ്ചിത്തം. അപ്പോൾ ഒരമ്മ എണീറ്റ് പോയിട്ട് കൗണ്ടറിൽ പോയി 7000 റുപ്യ അടച്ചു ഒരാഴ്ചത്തേക്ക്. അതിനല്ല പറഞ്ഞത്, ഇത് പ്രശ്നം മനസ്സിലാക്കി മിണ്ടാണ്ടിരിക്കാനാണിത് പറഞ്ഞത്. ഇത് അതുപോലെ നമ്മളെ കഥ എന്തിനു പറഞ്ഞു മനസ്സിലാക്കണില്ല. എന്ത് ചെയ്യുന്നു? എന്തൊക്കെയോ കുറേ കാണിക്കുന്നു, പിന്നെ ഇനി പേഴ്സം മിണ്ടാലോ എന്നാണ്. അതല്ല, മിണ്ടാണ്ടിരിക്കൂ. അതിനു വേണ്ടിയിട്ടാണ്. താൻ ചെയ്ത് തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കല്ലേ വേണ്ടത്. അതാണ് വേണ്ടത്. അതാണ് പ്രായശ്ചിത്തം. അത് സാധിക്കണമെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. യോഗം, സാഖ്യം, അങ്ങനെ പല പല രീതികളുണ്ട്. യമം, നിയമം, അങ്ങനെ പല രീതികളെ കൊണ്ട് നമുക്ക് സാധിക്കും. ചില അഭ്യാസങ്ങളെ കൊണ്ടൊക്കെ പറ്റും. പരീക്ഷത്തെ അതൊക്കെ ലേശം പ്രയാസം. തന്നെ സംബന്ധിച്ച് ഇനി 3 ദിവസമേ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ പറ്റുമോ? എന്നാൽ എളുപ്പം സാധിക്കും. അത് പറയട്ടെ. കേചിത് കേവലയാ ഭക്തിയാ വാസുദേവ പരായണ അഖം ധുന്വന്തി കാർഷ്ണ്യേന നീഹാരമിവ ഭാസ്കര. ചിലർ കേവലം ഭക്തി കൊണ്ട് ഈ പാപക്കറ കളയുന്നവരുണ്ട്. അതെങ്ങനെയാത്? അനുഭവിക്കും അവർ വിഷമൊക്കെ, പക്ഷെ അവരെ ബാധിക്കില്ല. സിദ്ധന്മാരുടെ കഥയൊക്കെ അങ്ങനെ തന്നെയാണ്. ഗുരുദേവൻ എന്താ ബുദ്ധിമുട്ടുണ്ടായില്ലേ? നമ്മുടെ ദൃഷ്ടിയിലുണ്ടായിട്ടുണ്ട്, മാരകമായൊരു രോഗം വന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. രമണ മഹർഷിക്ക് ക്യാൻസറായിരുന്നു, അദ്ദേഹത്തെ അത് ബാധിച്ചിട്ടില്ല. രാമകൃഷ്ണദേവൻ തൊണ്ടയിൽ ക്യാൻസറായിരുന്നു, ലോകത്തെ ബാധിച്ചു, പക്ഷെ അദ്ദേഹത്തെ അത് ബാധിച്ചിട്ടില്ല. അവർക്കത് വരാം, പക്ഷെ അവരതിനെ മാറ്റാനുള്ള, അല്ല അവരെ ബാധിക്കാണ്ടിരിക്കാനുള്ള കഴിവാർക്കുണ്ട്, അത് അവർക്കുണ്ട് എന്നാണ്. അതാണ് ഈ ഭക്തി. കേചിത്ത് കേവലയാ ഭക്തിയാ. നമുക്കിപ്പം മുറിച്ചേ പറ്റൂ, പക്ഷെ അത് അറിയാണ്ടിരിക്കാൻ ഇതാ മതി. അനസ്തേഷ്യ ഇല്ലേ? അങ്ങനല്ലേ? തരിപ്പിച്ചാൽ അറിയില്ല. നമ്മളിങ്ങനെ കാണും, നമ്മളെ കാലൊക്കെ മുറിക്കേണ്ട, നമ്മൾ അറിയണില്ല. ഇതെന്താ അറിയാത്തു? അതുകൊണ്ടാണ് അറിയാത്തത്. ഇപ്പം അത് കൃത്രിമമായിട്ട് വേണ്ടി വരണു, പക്ഷേ അതില്ലാണ്ട് തന്നെ പറ്റും. ഭാഗവതം കേട്ടും കൊണ്ട് തന്നെ സാധിക്കും. വിഷമങ്ങൾ അറിയാണ്ടിരിക്കാൻ ഭാഗവതം കേട്ടാൽ തന്നെ സാധിക്കും. ഇത് വായിച്ചാൽ സാധിക്കും. ഈശ്വര കഥകൾ കേട്ടാൽ പറ്റും. ഈ ഭഗവാനെ അറിഞ്ഞാൽ ഒന്നും തന്നെ ബാധിക്കില്ല. അപ്പോൾ ചോദിച്ചു, ഒരു ഫോർ എക്സാമ്പിൾ ഒരു കഥ കിട്ടുമോ? പറഞ്ഞുതരാം. കാന്യകുബ്ജേതുജ കശ്ചിത് ദാസീ പതിരജാമിള
നാംനാ നഷ്ടസദാചാരഃ ദാസ്യാഃ സംസർഗദൂഷിത. പണ്ട് കാന്യകുഞ്ചം നേരായിട്ടൊരു ദേശം, ആ ദേശത്ത് അജാമളൻ എന്ന് പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വലിയ ഭക്തനാണ് അദ്ദേഹം. നമ്മൾ കേട്ട പോലെ, നമ്മൾ കേട്ടത് മോശക്കാരനാവും. അദ്ദേഹം ആദ്യം അങ്ങനെയല്ലായിരുന്നു. 6-7 വയസ്സ് കഴിഞ്ഞു, ബ്രാഹ്മണനാണ്, ഉപനയനം കഴിഞ്ഞു, സന്ധ്യാവന്തനമൊക്കെ ഉണ്ട്, ഭഗവാന്റെ നാമം ജപിക്കും, ഗായത്രി ജപമൊക്കെ ഉണ്ട്, മുടങ്ങാണ്ട് അങ്ങനെ അങ്ങനെ ഹോമം രാവിലെ ആയ ഒക്കെ ഉണ്ട്, ഒക്കെ ഭംഗിയിൽ അങ്ങനെ പോണു. 10-22 വയസ്സായി അദ്ദേഹം കല്യാണം കഴിച്ചു. നല്ലൊരു ഭാര്യ, മക്കളൊക്കെ ആയി, അവരൊക്കെ നോക്കുന്നു, അച്ഛനും അമ്മയുണ്ട്, അവരൊക്കെ സംരക്ഷിക്കുന്നു, നല്ല രീതിയിൽ അങ്ങനെ കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരിക്കലും എന്തേ പറ്റിച്ചാൽ നാംനാ നഷ്ടസദാചാരഃ, അയാളുടെ ഈ സദാചാരം നഷ്ടപ്പെട്ടു. എങ്ങനെ? ഈ ദുർജന സംസർഗം കൊണ്ടേ. ഈ കൂട്ടുകെട്ട് ചിലപ്പോൾ നശിപ്പിക്കും. നല്ലോണം കരുതണം. നല്ലോണം കരുതിയില്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ നല്ല സ്വഭാവം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ മാറിപ്പോയി എന്ന് വന്നേക്കാം. ഇദ്ദേഹത്തിന് എന്ത് പറ്റിച്ച? നല്ല സമ്പ്രദായമാണ്. പക്ഷെ എന്ത് പറ്റിച്ച? ഒരിക്കൽ അച്ഛൻ പറഞ്ഞു, നാളെ ഉണ്ണി ഹോമം ഉണ്ട്, അതുകൊണ്ട് ചമത ഹോമിക്കണം, സമിത്ത്, ചമതക്കോല്. അപ്പോൾ നീ കാട്ടിൽ പോയിട്ട് ചമത പൊട്ടിച്ച് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടു. ചമത പൊട്ടിക്കാൻ നല്ല കാര്യത്തിനാണ് പോയത്. പക്ഷെ അങ്ങനെ കാട്ടിൽ പോയ സമയത്ത് ഒരു വൈകുന്നേരം 4:45 ഉണ്ടാവും. ഒരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ, അത്ര നല്ല സ്ത്രീയൊന്നുമല്ല, അവിടെ കൂടിക്കുന്ന പുരുഷന്മാർക്കെന്തോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവരതൊക്കെ കുടിച്ചിട്ട് പാട്ട് പാടുന്നുണ്ട്, നൃത്തം വയ്ക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച അദ്ദേഹത്തിന് കാണേണ്ടി വന്നു. കണ്ടുപോയി. കണ്ടുപോണത് കുറ്റമൊന്നുമല്ലല്ലോ. ആണോ? കണ്ടുപോണത് കുറ്റമല്ല, നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കുറ്റമാണ്. കണ്ണ് പലതും കാണിച്ചത് ചിലപ്പം. പക്ഷെ രണ്ടാമത് നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തുണ്ട്? ഉള്ളിൽ അത് പതിഞ്ഞിട്ടുണ്ട്, അതിനോട് താല്പര്യം തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. കൂട്ടുകെട്ട് ഒരാളെ നശിപ്പിച്ചു എന്നങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. നശിക്കണം എന്നുള്ള ചിന്ത ഉള്ളിലുള്ളവനെ എന്ത് ചെയ്യുള്ളൂ? അത്രയേ ഉള്ളൂ. കാരണം കൂട്ടുകെട്ടിൽ പെട്ടിട്ട് നശിക്കാത്തവരുണ്ടല്ലോ. എന്ത് പറയും? എന്ത് ന്യായം പറയും? അവർക്ക് ആ വാസന ഇല്ല, അവർക്കത് ചേരണം എന്നുള്ള ആഗ്രഹമില്ല. അതുകൊണ്ട് അവർ കൂട്ടിൽപ്പെട്ടാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യില്ല, അവരത് സേവിക്കില്ല, അല്ലെങ്കിൽ ആ വക ചിന്തകൾ അവർക്ക് ഉണ്ടാവില്ല. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് ഈ വക താല്പര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം അത് കണ്ടു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു, താൻ ഇത് കാണാൻ പാടില്ല, ഇത് ശരിയല്ല. ശരി, കണ്ണടച്ചു, വേഗം അങ്ങോട്ട് ഓടി വന്നു. അങ്ങനെ ആ ഹോമം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം കുളി ജപമൊക്കെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് പോണു. വൈകുന്നേരം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചൊന്ന് ഉറങ്ങി, ഒന്നൊരു മയക്കൊന്ന് മുറുക്കി. അങ്ങനെയൊക്കെ കഴിഞ്ഞൊരു 3:45 ആയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചിന്ത. ഇന്നലെ ഈ സമയത്ത് ഞാൻ എവിടെയായിരുന്നു? കാട്ടിലായിരുന്നേ. അച്ഛാ, നാളെ ഹോമുണ്ടോ? ഇല്ല. സമയത്ത് പൊട്ടിക്കണോ? വേണ്ട. എന്നാലും അദ്ദേഹം പോയി. എന്നാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇന്നലെ കണ്ട കാഴ്ച അത് മനസ്സിൽ കാണുകയാണ്. ഇപ്പോൾ ആദ്യം കാണാനേ കണ്ണ് വേണ്ടു, പിന്നെ കാണാൻ കണ്ണ് വേണ്ട, മനസ്സ് മതി. അതുകൊണ്ടാണ് പറയണത് വേണ്ടാത്തത് കാണരുതേ. ചില കണ്ടാൽ എന്താ കുഴപ്പമെന്ന്? കണ്ടാലുള്ള പ്രശ്നം എന്താണ്? അത് മനസ്സിൽ പതിയും. പിന്നെ കാണാൻ കണ്ണ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് മനസ്സ് കലുഷമാവും. പിന്നെ ഏകാഗ്രത ഉണ്ടാവില്ല, ചെയ്യണതൊക്കെ അബദ്ധമായി മാറും, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, ശ്രദ്ധ ഇല്ലാണ്ട് പോകും. ഇദ്ദേഹം ആ സമയമായപ്പം ഒരാവശ്യമില്ലെങ്കിലും കാട്ടിലേക്ക് പോയി. അപ്പോഴും അവളെ കണ്ടു, തിരിച്ചു പോന്നു. പിന്നെ ധൈര്യം വന്നു. പണ്ടൊക്കെ ചില പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ പേടിയൊക്കെ പോയി. പിറ്റേ ദിവസം അദ്ദേഹം ഗ്ലാസ് കൊണ്ടിട്ടാണ് പോയത്. അവളെ പോയി കണ്ടു, പരിചയപ്പെട്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു. അവൾ ചോദിച്ചു, അങ്ങേക്ക് പൂണൂലൊക്കെ ഇതൊക്കെ കുടിക്കണോ? അദ്ദേഹം തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഉറപ്പിച്ചു, പൂണൂലൊക്കെ ഒഴിവാക്കി. ഇനിയിപ്പോൾ ആ പ്രശ്നം വേണ്ട, ഇനിയിപ്പോൾ അതുണ്ട് വെച്ചിട്ട് പോയി. അദ്ദേഹം കുടിച്ചു. ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെയും അദ്ദേഹത്തെ കേമത്താ കരുതി കുടിച്ചു. പിന്നെ അദ്ദേഹത്തിന് അതില്ലാണ്ട് വയ്യാന്നായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഇയാളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം. അദ്ദേഹം വീട്ടിൽ വന്ന വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഭാര്യയെ തല്ലും, വേണ്ടാണ്ട വർത്തമാനം പറയുമ്പോൾ പല പ്രശ്നങ്ങളും, മക്കൾ ഉപദ്രവിക്കുക. അച്ഛനും അമ്മയ്ക്ക് തന്നെ തോന്നി ഇയാൾ വരാണ്ടിരിക്കുക നല്ലത്. പിന്നെ ഇല്ലത്ത് വരാറില്ല. ഇടയ്ക്ക് വന്നു ഒരു ദിവസം, അത് കെട്ടുതാരി പൊട്ടിക്കാൻ, അത് പണയം വയ്ക്കാൻ വേണ്ടി വന്നതാണ്. അത് കൊണ്ടുപോയി, അതും അവൾക്ക് കൊടുത്തു. പരീക്ഷത്തെ 24-25 വയസ്സ് വരെ നല്ല രീതിയിൽ കഴിഞ്ഞ ആ അജാമളം പിന്നെ അങ്ങോട്ട് ബന്ധ്യക്ഷകൈതവശ്ചൗരൈഹി ഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബമശുചിഹി യാതയാമാസദേഹിനഃ. നല്ലൊരു കുലത്തിൽ ജനിച്ച് അനുകൂല സാഹചര്യം, എന്നിട്ടും അദ്ദേഹം അധപ്പതിച്ചു. ആളുകൾ തട്ടിക്കൊണ്ടുവന്ന് വില പേശു. കൊല്ലാൻ പോലും മടിയില്ല. മദ്യവും മാംസവും കഴിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ അദ്ദേഹം കഴിഞ്ഞു. ഇപ്പം ആ ദാസിയുടെ കൂടെയാണ് താമസം. അവളിലും ഉണ്ടായി ഇദ്ദേഹത്തിന് 10 മക്കൾ. എത്ര?
ഇപ്പം എത്ര വയസ്സായി? ഇപ്പം അദ്ദേഹത്തിന് 88 വയസ്സായി. അതുവരെയും അധർമ്മമല്ലാണ്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ പണ്ട് കുറച്ച് ധർമ്മമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പം ഒക്കെ മറന്നു. അദ്ദേഹം ഇങ്ങനെ കഴിയാണ്. ആ 10 ഉണ്ണികളുണ്ടായി. പിന്നെ അദ്ദേഹം നേരെയാവാൻ എന്താ കാരണം എന്നറിയോ? ആ 10ാമത്തെ ഉണ്ണിക്ക് ഇയാളൊരു പേരിട്ടു. അത് വഴിത്തിരിവായി. എന്താ പേരിട്ടത്? നാരായണ എന്ന് പേരിട്ടു. അതുവരെയുള്ള ഉണ്ണികൾക്ക് എന്തൊക്കെയോ പേര്, അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ പരിഷ്കാരം വിചാരിച്ച് എന്തൊക്കെയോ പേരിടും. ഒരു ഒച്ച. അതിപ്പോൾ മനുഷ്യനാണോ, മൃഗമാണോ, പക്ഷിയാണോ, വസ്തുവാണോ, പലഹാരമാണോ, എന്താ മനസ്സിലാവില്ല. നമ്മൾ ഈ പേരൊക്കെ ഇടണം എന്താ വെച്ചാൽ അവസാന കാലത്ത് ആ മക്കളെ പേര് വിളിച്ചിട്ടെങ്കിൽ ഈശ്വരനെ. പണ്ട് കാലത്ത് അങ്ങനെയാണ്. അധികം ചിന്തയൊന്നുമില്ല. ദാമോദര, നാരായണ, ഗോവിന്ദ, വേലായുധ, അങ്ങനെയൊക്കെ, കേശവ, മാധവ. നാം മകൻ്റെ പേര് വിളിച്ചിട്ടെങ്കിൽ നാമം ജപിക്കല്ലോ, ഒരു ദിവസം ഒരു 5-8 പ്രാവശ്യങ്ങൾ ജപിക്കല്ലോ കരുതിയിട്ടാണ്. ഇതെന്തോ ഭാഗ്യം എന്ന് പറയട്ടെ. 10ാമത്തെ ഉണ്ണിക്ക് നാരായണെന്ന് പേരിട്ടു. എന്താ അതിനുള്ള കാരണം? അത് ഭഗവാന്റെ കാരുണ്യം. അത് മേൽപ്പത്തോട് പറയും, പുരാമനാസ്മൃതിവാസനാബലാത് ജുഹാവനാരായണ നാമകം സുതം. ഭഗവാനെ, അങ്ങേ അജാമിളെ തന്നെ നോക്കിയിരിക്കല്ലായിരുന്നോ? ഭഗവാൻ ഇങ്ങനെ തോന്നുകയാണ്, 24 വയസ്സ് വരെ എൻ്റെ നാമം ജപിച്ച ആ ഭക്തൻ ഇപ്പം ദാ വഴി തെറ്റി പല വഴിക്ക് സഞ്ചരിക്കുന്നു. എന്താ അയാൾ നേരെയാവാത്തു? അവസാനം ഒരു 88 വയസ്സ് വരെ ആര് കാത്തു? ഭഗവാൻ നോക്കി ഈ വഴിക്ക് വരുമെന്ന്. വരില്ല എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്നാൽ 10ാമത്തെ ഉണ്ണിക്ക് അയാൾക്ക് നാരായണെന്ന് പേരിടാൻ തോന്നട്ടെ, അങ്ങനെയെങ്കിൽ എൻ്റെ നാമം ജപിക്കട്ടെ. അപ്പോൾ അയാൾക്ക് തോന്നുന്നത് പണ്ട് 24 വയസ്സ് വരെ ഞാൻ ഇത് ജപിച്ചിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വഴിയൊക്കെ മാറി പല വഴിക്ക് വന്നു. എന്നാലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ കാര്യം വെച്ചിട്ട് എന്ത് കാര്യം? കഴിഞ്ഞു തിരിച്ചു കിട്ടുമോ? പോയി എന്നുള്ള മട്ടിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും ഓർക്കട്ടെ കരുതിയിട്ടാവണം. അങ്ങനെ നാരായണെന്ന് പേരിട്ടു. ആ ഉണ്ണിയോട് വലിയ വാത്സല്യ. രാവിലെ നാരായണ എണീക്കൂ, നാരായണ പല്ല് തേക്കൂ, നാരായണ കുളിക്കൂ, നാരായണ സ്കൂളിൽ പോകണ്ടേ, നാരായണ ജീപ്പത്തി, നാരായണ ഹോംവർക്ക് ചെയ്യണേ, നാരായണ അച്ഛനെ നോക്കണേ. നല്ല പേടിയുണ്ട്. ഇയാൾ നോക്കിയിട്ടില്ല അച്ഛനെ. അപ്പോൾ തൻ്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടുമെന്നൊരു പേടിയുണ്ട്. എന്നാണ് തന്നെ നോക്കാണ്ടാവൂ. ഉണ്ണിയോട് എന്തൊരു വാത്സല്യം. ആ ഉണ്ണിക്ക് ഒരു 6-7 വയസ്സായി. ഇപ്പം അദ്ദേഹം ആ ചാരുകസേരയിൽ അങ്ങനെ കിടക്കുകയാണ്. കുറച്ച് വയ്യായൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ആ ചാമടന്. എന്നാലും ബോധമുണ്ട്. തൻ്റെ മകൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കണ്ടിരിക്കുകയാണ്. മകനോടുള്ള സ്നേഹം അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാഴ്ച കണ്ടു. അതിഭീഷണ കട്ടുഭാഷണ യമ കിങ്കര പട്ടലി കൃതതാടന പരിപീഡന മരണാഗമ സമയേ. 3 പേര് തൻ്റെ നേരെ അങ്ങനെ വരുന്നുണ്ട്. ആരാ വരുന്നത്? കറുത്ത പട്ടെടുത്തിട്ട്, ഉണ്ടക്കണ്ണ്, 2 കൊമ്പ്, കയ്യിൽ ഒലയ്ക്ക, കയറ്. ആരാത്? യമദൂതന്മാരാണ്. അത് കണ്ടപ്പോൾ അജാമണ്ണൊന്ന് പേടിച്ചു. ദൂരത്ത് കളിച്ചുകൊണ്ടിരിക്കണ ഉണ്ണിയെ വിളിച്ചു. ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈഹി ആജുഹാവാകുലേന്ദ്രിയ. ആകെ പരിഭ്രമിച്ച് ദൂരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയെ നാരായണ എന്നാര് വിളിച്ചു? അജാമണം വിളിച്ചു. നാരായണൻ കേട്ടുവോ? നാരായണൻ കളിയുടെ തിരക്കില്ല. നാരായണൊന്നും കേട്ടില്ല. പക്ഷെ സാക്ഷാൽ നാരായണൻ കേട്ടു. അതിനാണ് ഈ പേര് വിളിക്കാൻ പറയുന്നത്. പേരിടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നാരായണ 4 അക്ഷരത്തിന് 4 പേരെ പാർഷദാഹ സഹസാപതൻ. 4 പേരെ ആര് വിട്ടു? ഭഗവാൻ അങ്ങോട്ട് വിട്ടു. ഭക്തന്മാർ പറയും വിട്ടതല്ല. നാരായണ എന്നുള്ളത് നാവെന്ന് അങ്ങോട്ട് വന്നപ്പോൾ 4 അക്ഷരങ്ങൾ 4 രൂപം ധരിച്ച് അവിടെ അങ്ങോട്ട് രക്ഷിച്ചതാണ്. ആരെ? ഈ അജാമിളനെ. കഴുത്തിലേക്ക് കയറിടാൻ പുറപ്പെട്ടത് മാഭീഹി, അജാമിള പേടിക്കണ്ട ഞങ്ങളെത്തി എന്ന് പറഞ്ഞ് ആ കയറ് തട്ടി മാറ്റി അജാമിളനെ രക്ഷിച്ചു. അജാമിളൻ നോക്കി, ഇവർ ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ലല്ലോ രക്ഷിക്കാൻ, ഇവരെങ്ങനെ വന്നു? ഞാൻ ഇവരായിട്ട് എന്ത് ബന്ധം? എന്നെ രക്ഷിക്കേണ്ട ബാധ്യത ഇവർക്കെന്താ എന്നൊക്കെ അജാമിളനെ ശ്രദ്ധിച്ചു. യമദൂതന്മാർ ഇവരെ കണ്ടപ്പോൾ തൊഴുതു. കാരണം നല്ല സൗന്ദര്യമുണ്ട്. ശംഖചക്ര ഗദാധാരികൾ, മഞ്ഞപ്പട്ടുടുത്തവർ. അവരോട് ചോദിച്ചു നിങ്ങളാരാ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിഷ്ണു പാർഷദന്മാരാണ്. നിങ്ങളാരാ? ഞങ്ങൾ യമദൂതന്മാരാണ്. എന്തിനാ വന്നത്? അജാമണനെ കൊണ്ടുപോകാനാണ്. ഓ, അജാമണൻ ചെയ്ത തെറ്റൊക്കെ അവർ കാണിച്ചു കൊടുത്തു യമദൂതന്മാർ. ചിത്രഗുപ്തൻ അങ്ങനെ CCTV. ചിത്രഗുപ്തൻ എന്ന ഗുപ്തമായ കാര്യം ചിത്രമെടുത്ത് വയ്ക്കുന്നവൻ. രഹസ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ആരും കാണും. ഇയാൾ കാണാണ്ടിരിക്കില്ല. സാക്ഷി പറയാൻ അവിടെ ആളുണ്ടാവും. അജാമലിൻ്റെ ആധാർ നമ്പർ അങ്ങോട്ട് അടിച്ചപ്പോഴേക്കും കമ്പ്യൂട്ടറിൽ അജാമലിൻ്റെ ഫോട്ടോ പിന്നെ ചെയ്ത കർമ്മങ്ങളൊക്കെ അങ്ങോട്ട് കാണുന്നുണ്ട്. വർഷം, ദിവസം ഒക്കെ കൃത്യം. ഇന്ന സമയത്ത് രാവിലെ എങ്ങനെ, ഉച്ചയ്ക്ക് ഇങ്ങനെ, വൈകുന്നേരം എങ്ങനെ ചെയ്ത തെറ്റുകൾ, അധർമ്മങ്ങൾ, പാപങ്ങൾ.
അജാമിളൻ തന്നെ കുറേ മറന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അജാമിളിന് ഓർമ്മ വന്നു. ഇത്തരം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കണ്ടേ, അതുകൊണ്ട് കൊണ്ടുപോയിട്ട് നേരെയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാപം ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്താൽ മതി, നിങ്ങൾക്കറിയില്ലേ? ഇയാൾ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ടല്ലോ. എന്ത് പ്രായശ്ചിത്തം? നാരായണാന്ന് ജപിച്ചിട്ടില്ലേ? ഞങ്ങളുടെ മഹാപ്രഭുവിൻ്റെ നാമം ജപിച്ചിട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു സമ്മതിച്ചു, അത് നാമമായിട്ടാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. പക്ഷെ ഇയാൾ തൻ്റെ മകനെ വിളിക്കുകയുണ്ടായത്. ഇങ്ങനെയാണ് നാമമഹിമ. പിന്നെ അവിടുന്ന് വാദിക്കുകയാണ് രണ്ടുപേരും കൂടി. മകൻ്റെ പേര് വിളിക്കല്ലേ ഉണ്ടായത് എന്നാണെങ്കിൽ അപ്പോൾ ചോദിച്ചു, മകൻ്റെ പേരാണോ നാരായണ എന്നുള്ളത്? ഈ നാരായണ എന്നുള്ള നാമത്തിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥൻ ആരാ? മകനാണോ ഭഗവാനാണോ? ശരിക്കുള്ള ഉടമസ്ഥൻ ആരാ? ആദിനാരായണൻ ഭഗവാനല്ലേ. അപ്പം നാരായണ നാമം വിളിച്ചാൽ ഇയാൾ കേട്ടിട്ടില്ലെങ്കിലും കേൾക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അപ്പം അടുത്ത ചോദ്യം, നാരായണ എന്ന് വേണ്ടതുപോലെ ആയിട്ടില്ല വിളിച്ചതേ. അയാൾക്ക് കഫമൊക്കെ വന്ന് കിടക്കരുന്നു. അതുകൊണ്ട് പുറമേക്ക് അങ്ങനെ വേണ്ടതുപോലെ ഉച്ചാരണ ശുദ്ധിയൊന്നുമില്ല. ഉച്ചാരണ ശുദ്ധി വേണമെന്നൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. ഭഗവാന്റെ കാരുണ്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് നല്ല കാരുണ്യമില്ലേ? അച്ഛനിപ്പോൾ അച്ഛാന്ന് വിളിക്കണം നിർബന്ധമുണ്ടോ? ആരും അച്ഛാന്ന് വിളിക്കാറുള്ളൂ. അച്ഛാന്ന് പറയുമ്പോൾ ആദ്യത്തത് ചായ, രണ്ടാമത്തത് ചായയാണ്. എന്താണ് അങ്ങനെ കാര്യം വിളിക്കാറുണ്ടോ? അച്ഛാ അത് വിളിക്കുള്ളൂ. എന്നാൽ അച്ഛൻ പറയോ രണ്ടാമത്തെ അച്ഛാ വന്നിട്ടില്ല, ഞാൻ എടുക്കില്ല. ഒന്ന് അച്ഛൻ ഓടി വന്ന് എടുക്കും, തന്നെ മനസ്സിലായി, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഉച്ചാരണ ശുദ്ധി വന്നില്ല എന്നും പറഞ്ഞ് വീണ് കിടക്കുന്ന ആളെ രക്ഷിക്കാണ്ടിരിക്കുന്നില്ല. തൻ്റെ മകനാണെന്ന് തോന്നിയാൽ രക്ഷിക്കും, സംശയമില്ല. അപ്പം ഭക്തിയോട് കൂടിയല്ലേ ജപിച്ചത്. ഭക്തി വേണമെന്ന് ആര് പറഞ്ഞു? എന്നാൽ ഭക്തിയുള്ളവർക്കൊന്ന് കാണിച്ചു തരും. ആർക്കപ്പോൾ ഭക്തി ഇതെങ്ങനെയാണ് അളക്കുക? ഭഗവാന്റെ മഹിമ, നാമമഹിമ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ. പരിഹസിച്ച് പറഞ്ഞാലും സാങ്കേതികമായിട്ട് പറഞ്ഞാലും, ഇപ്പം കഥയൊക്കെ പറയും. ഹിരണ്യകശിപ്പുവൊക്കെ ചീത്ത വിളിക്കുകയുണ്ടായത്, ശിശുപാലനൊക്കെ അങ്ങനെയാണ് ചീത്ത വിളിക്കുകയുണ്ടായത്. അവർക്ക് ആദ്യം മുക്തി കിട്ടുക. നമ്മൾ ഇവിടെ അങ്ങനെ ഇരിക്കുക, അവരാദ്യം പോകും. അതുണ്ടാവുക. അതുകൊണ്ട് അതൊന്നും വിഷയമില്ല. ഭക്തി വേണം നിർബന്ധമൊന്നുമില്ല. സാങ്കേതികമായിട്ട് പറഞ്ഞാലും മതി. നല്ല വിശപ്പുള്ള ആളാണ്. വിശപ്പുള്ള ആൾക്ക്, ഭക്തി ഇല്ലാത്ത ആൾക്ക് വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഉച്ച സമയമായപ്പം ഇങ്ങനെ ഹോട്ടലിൻ്റെ പേര് വായിച്ചതാ, ശ്രീകൃഷ്ണ ഹോട്ടൽ അല്ലെങ്കിൽ നാരായണ ഹോട്ടൽ. വണ്ടി സൈഡാക്കി അയാളുടെ പേരിൻ്റെ നേരെ ഭഗവാനൊരു ടിക്കിടും. എന്തിനത്? നാരായണ ഹോട്ടൽ എന്ന് അയാൾ വായിച്ചില്ലേ? എൻ്റെ നാമം അയാൾ ജപിച്ചില്ലേ? അത് നാമം ജപിച്ചതല്ല, ഹോട്ടലിൻ്റെ പേര് വായിച്ചതാ. എന്തോ ആവട്ടെ, നാരായണ എന്ന് നാവൊന്ന് വന്നുവോ? അതാണ് ഭഗവാൻ നോക്കുക. ചില പരിഹസിച്ചും കൊണ്ട് അവിടെ സപ്താഹം നടക്കുന്നുണ്ട്. കുറേ മുത്തശ്ശിമാർ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഗോവിന്ദ 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 ഗോവിന്ദ. വേറെ പണിയില്ല അവർക്ക്. ആ പറഞ്ഞ ആളുടെ നേരെ 4 ടിക്കിടും. ഗോവിന്ദ 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 4. അയാൾക്ക് കൂടുതൽ പുണ്യം. എന്തപ്പം അങ്ങനെ ചോദിച്ചാൽ ഭഗവാൻ അങ്ങനെ ഒരു സ്വഭാവമാണ്. ഭഗവാൻ അങ്ങനെയാണ്. നമ്മളായിട്ടതൊന്നും ജപിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. പിന്നെ ഭഗവാൻ പാസ്സാക്കി വിടണമെന്ന് മോഹണ്ടേ. അപ്പം എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞങ്ങോട്ട്. ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ കണ്ടില്ലേ, പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ടീച്ചറിനെ നീലമഷി കൊണ്ട് എഴുതി ചുവന്ന മഷി കൊണ്ട് A+. കുട്ടി ഞാനെങ്ങനെ പാസ്സായി? കാരുണ്യം. ഇവിടുത്തെ ടീച്ചർമാർക്ക് എത്ര ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വലിയ ടീച്ചറായ ഭഗവാൻ എത്ര കണ്ട് കാരുണ്യം ഉണ്ടാവും. പാസ്സാക്കി വിടുകയാണ് കാരുണ്യം കൊണ്ടേ. സാങ്കേത്യം പാരിഹാസ്യം വാസ്തോഭം ഹേളനമേവ. ഒരാളെ അവഹേളിച്ചും കൊണ്ടാണെങ്കിലും, ഇനി വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, ഇനി വെച്ചുത്തി വീഴാൻ പുറപ്പെടുമ്പോഴെങ്കിലും ഭക്തിയൊന്നുമില്ല. എന്നാലും പണ്ടത്തെ ശീലത്തിന് അറിയാണ്ട് എന്ത് പറ്റും? പണ്ടും അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ചൊരു ശീലമുണ്ടേ. ഇപ്പം ആൾ മാറി, ഇപ്പം വേറെ ആണ്. ഈശ്വരനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക. എന്നാലും അറിയാണ്ട് വെച്ചുത്തി വീഴുമ്പോൾ ഭഗവാനേ ഞാണല്ലേ എന്നാലും ഇല്ല പറഞ്ഞത്. ഇല്ല എന്ന് പറയും. എന്നാലും പണ്ടത്തെ ശീലത്തിന് അറിയാണ്ട് എന്ത് പറ്റി പോവും? നാരായണ ശിവ എന്നൊക്കെ വിളിച്ചു, മഹാദേവ ഒക്കെ പണ്ടത്തെ ആ ശീലത്തിൽ ഇപ്പം അമ്പലത്തിലൊന്നും വരില്ലെങ്കിലും പണ്ടത്തെ കുട്ടിക്കാലത്തെ ശീലത്തിന് അങ്ങോട്ട് വിളിച്ച് മതി. ഭഗവാൻ ഇപ്പം അങ്ങ് അത്രയ്ക്കും എന്ത് വേണേലും ചെയ്തോളൂ, ഈശ്വരല്ല എന്ന് പ്രസംഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. രാത്രി കിടക്കണതിൻ്റെ മുന്നേറ്റ് എന്ത് ചെയ്താൽ മതി? എല്ലാവരും ഉറങ്ങി ആരും കാണില്ല ഉറപ്പ് വരുത്തുന്നിട്ട് ഭഗവാനെ ജീവിക്കാനാണേ മതി. അത് വേണം. അത്രേ ആർക്ക് വേണ്ടു? അത്രേ. ഇങ്ങനെ തന്നെയാണ് അധികം പേരും. അത്രേ ഭഗവാന് വേണ്ടു. മറ്റ് നാടകം നമുക്ക് വേണ്ടി വരും. ജീവിതമല്ലേ, എന്തൊക്കെ വേണ്ടി വരും, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവർക്ക് വലിയ വിശ്വാസം ഉണ്ടോ? അവരന്വേഷിച്ച് അവർക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ഇയാൾക്ക് നല്ല ഉറപ്പുണ്ട്. ഉണ്ടെന്ന് പറയണവനേക്കാളും ഭേദം പലപ്പോഴും മറ്റു തന്നെയാണ്, അല്ലേ?
അവർക്ക് പിന്നെ എന്തുണ്ട്, പിന്നെ ഒരു ഉറപ്പും അതിലൊരു ആദർശം, ഒരു ഉറപ്പ് അവർക്കുണ്ട്. മറ്റേതതില്ല. മറ്റേതങ്ങനെ ഉണ്ടോ വലിയ സംശയമായി ഇങ്ങോട്ട് ജപിച്ചേക്കാം, ഇപ്പം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് സാങ്കേത്യം പാരിഹാസ്യം വാസ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘരം വിദു. അറിഞ്ഞ് ജപിച്ചതല്ല, അറിഞ്ഞോ അറിയാണ്ടോ അതൊന്നും വിഷയമില്ല. വസ്തുതിൻ്റെ സ്വഭാവം കാണിക്കും, അറിഞ്ഞ് ആശ്രയിച്ചാലും അറിയാണ്ട് ആശ്രയിച്ചാലും. തീ തൊട്ടാൽ കൈ പൊള്ളും, അത് തീൻ്റെ സ്വഭാവമാണ് പൊള്ളിക്കുക എന്നുള്ളത്. അറിഞ്ഞു തൊട്ടാലും അറിയാണ്ട് തൊട്ടാലും പൊള്ളും ഇല്ലേ? നമ്മൾ തൊട്ടു കൈ പൊള്ളി, 2 വയസ്സ് കുട്ടി അറിയില്ല അതിന് പൊള്ളും എന്നുള്ളത്, അത് വന്ന് തൊട്ടു, ഇപ്പോൾ തീ എന്ത് വിചാരിച്ചു? ചെറിയ കുട്ടി പൊള്ളിക്കണ്ട വിചാരിക്കുമോ? ഇല്ലില്ല, തീ അതിൻ്റെ സ്വഭാവം കാണിക്കും. ഇതുപോലെ അർത്ഥം അറിഞ്ഞു ജപിച്ചാലും അറിയാണ്ട് ജപിച്ചാലും ജപിച്ചതിൻ്റെ ഫലം ഉണ്ടാവും. അത് മകനെ വിളിച്ചു എന്നാണെങ്കിലും എന്തായാലും. അപ്പം അടുത്ത ചോദ്യം, ഈ വലിയ പാപം തീരാൻ ചെറിയ നാമം ജപിച്ചാൽ മതിയോ? വലിയ ബംഗ്ലാവ് തുറക്കാൻ വലിയ താക്കോല് വേണോ? അതുപോലെ തന്നെയാണ്, അത്രയേ വേണ്ടൂ. വലിയ പാപം തീരാൻ ചെറിയ നാമം ജപിച്ചാൽ മതി. ഈ പാപം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കട്ടിയൊന്നുമില്ല. നമ്മൾ വിചാരിക്കുക വലിയ കട്ടിയുണ്ടെന്ന്, ഒന്നുമല്ല. ഭഗവാന്റെ നാമത്തിൻ്റെ മുന്നിൽ പാപമൊക്കെ തുച്ഛമാണ്. പാപം എന്ന് പറഞ്ഞാൽ പഞ്ഞി പോലെയാണ്. ഒരു മുറി നിറച്ച് പഞ്ഞി ഉണ്ടെങ്കിലും ആ പഞ്ഞിക്കെട്ടില്ലാണ്ട് ആവാൻ എന്ത് മതി? ഒരു തീപ്പെട്ടിക്കോളി ഉറച്ചിട്ടാൽ കഴിഞ്ഞു. ഒരു നാമം ധാരാളം. അധികം ജപിച്ചാലുള്ള കാര്യം പറയാനുണ്ടോ? നമ്മുടെ പാപത്തിനാണോ ഭഗവാന്റെ നാമത്തിനാണോ ഏതിനാ കൂടുതൽ ശക്തി? ഇതിൻ്റെ ഉത്തരം പറയുന്നതനുസരിച്ചാണ് നമ്മുടെ പാപം തീരുക. എന്താണ്? അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ചില പറയും അല്ലേട്ട പാപത്തിന് ഞാൻ അവിടെ കിടക്കും, അതവിടെ കിടക്കും. ഭഗവാന്റെ നാമത്തിന് നല്ല ഉറപ്പുള്ളിൽ വന്നാൽ കഴിഞ്ഞു. രത്നാകരൻ എന്ന കാട്ടാളൻ പിന്നെ അടുത്ത ജന്മം വേണ്ടി വന്നു. വാൽമീകി അവൻ കഴിഞ്ഞു. ഇന്നലെ വരെ എങ്ങനെയുള്ള ആളായിരുന്നു? മനുഷ്യനെ കൊല്ലാൻ മടിയില്ലാത്ത ആൾക്ക് വാൽമീകി മഹർഷിയായപ്പോഴേക്കും ഒരു കാട്ടാളൻ താമണ്ടങ്ങനെ ഇരുന്നിട്ടോ, ഇയാളെക്കാൾ കഷ്ടമായിരുന്നു. ഒരു കാട്ടാളൻ ഒരു പക്ഷിക്ക് അസ്ത്രം ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷിക്ക് കൊണ്ടതാ, മനുഷ്യനൊന്നുമല്ല. ഒരു പക്ഷിക്ക് കൊണ്ടപ്പോഴേക്ക് ഇയാൾ കരയാണ്. ആര്? വാൽമീകി കരയുക. എന്നിട്ടാണ് രാമായണം ഉണ്ടായത്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ വരെ മനുഷ്യനെ കൊല്ലാൻ മടിയില്ലാത്ത ആൾക്ക് ഇപ്പം ഒരു പക്ഷി മരിക്കുമ്പോഴേക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അയാൾ ഉയരണം എങ്കിൽ അതെങ്ങനെ സാധിച്ചു? രാമ 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 രാമ. ഇതാണ് നാമജപത്തിൻ്റെ ശക്തി. ഇത്രയും നല്ലൊരു സോപ്പ് വേറെ ഇല്ല. മനസ്സ് ശുദ്ധാവാൻ ഇതിൽ നല്ലൊരു സോപ്പ് കണ്ടുപിടിച്ചിട്ടില്ല. യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജപയജ്ഞമാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചാൽ ഏത് പാപവും തീരും, സംശയമില്ല ആ കാര്യത്തിന്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാവിനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. അവർ തിരിച്ച് യമധർമ്മൻ്റെ അടുത്തെത്തി. യമധർമ്മനോട് ചോദിച്ചു. യമധർമ്മൻ പറഞ്ഞു സംശയമില്ല. അവർ പറഞ്ഞു സത്യമാണ്, എനിക്കറിയായിരുന്നു ഇത്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഭഗവാന്റെ നാമമഹിമ നിങ്ങളോട് പറയാണ്ടിരുന്നത് ചിലരത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതിനെ നിന്ദിക്കും. അതുകൊണ്ട് നാമമഹിമ അങ്ങനെ എല്ലാ ദിക്കിലും വിളിച്ച് പറയരുത്, ചോദിച്ചാൽ മാത്രമേ പറയാവൂ. അല്ലാണ്ട് പറഞ്ഞാലോ ആരും വിശ്വസിക്കില്ല. പിന്നെ ഭഗവാന്റെ നാമം പിന്നൊന്നും മിണ്ടണില്ല. പിന്നെ എതിര് പറഞ്ഞു വേണ്ട, ഞാൻ മിണ്ടണില്ല, ഇതിനൊക്കെ എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാൻ പറയണില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ നാമമഹിമ പറയുമ്പോഴും വിശ്വസിക്കാതെ എതിർക്കുന്നവരുണ്ടാവും. അത് വേണ്ട കരുതി ആരും ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പം കണ്ടില്ലേ, ഇനി ഞാൻ വേറെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ തൊടാൻ പറ്റുമോ? ആ കയറ് കഴുത്തിലിടാൻ പറ്റുമോ? എന്തുകൊണ്ട് സാധിച്ചില്ല? അതാണ് നാമത്തിൻ്റെ ശക്തി. യമന് തൊടാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. ഭഗവാന്റെ നാമം ജപിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ പോകാൻ തന്നെ പാടില്ല. ജിഹ്വാ നവക്തി ഭഗവത് ഗുണനാമധേയം. അതുകൊണ്ട് കയറ് കഴുത്തിലിടുന്ന സമയത്ത്, കൊണ്ടുവരുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. കിടപ്പിലായ ആളാണെങ്കിലും അയാൾ പുറമേക്ക് ചുണ്ടനങ്ങുണ്ടോ നോക്കണം. നാമം ജപിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരരുത്. ഇനി ചുണ്ടനങ്ങിയില്ലെങ്കിലും ഹൃദയത്തിൽ ശിവായ നാരായണ എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ആളില്ലാണ്ട് പോവില്ലേ? ആരാപ്പം നാമം ജപിക്കാത്തവരായിട്ടുണ്ടാവുക? ഈ മഹിമ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭഗവാന്റെ നാമം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ജപിക്കില്ലേ? അപ്പം പറഞ്ഞു ഇല്ല, കേരളം ഉണ്ടല്ലോ. എന്താണ്? പേടിക്കണ്ട. എത്ര കണ്ട് നാമമഹിമ പറഞ്ഞാലും നാമം ജപിക്കാൻ മടിക്കുന്നവർ ലോകത്തുണ്ടാവും. ജിഹ്വാ നവക്തി ഭഗവത് ഗുണനാമധേയം. അവരെ കൊണ്ടുവരും. ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം. മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും ഈ ഭഗവാനെ നമിക്കാത്തവരുണ്ട്, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കാത്തവരുണ്ട്, കണ്ണുകൊണ്ട് ഒരിക്കൽ ദീപാരാധന തൊഴാത്തവരുണ്ട്, നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാത്തവരുണ്ട്. അവരെ കൊണ്ടുവരും. അവരെല്ലാ കാലത്തും ഉണ്ടാവും. അതുപോലെ നമുക്ക് എന്ന് പറഞ്ഞു അത്രേ.
ഇവിടെ അജാമിള നോക്കി നിൽക്കുകയാണ്, എന്നെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു, കൊണ്ടുപോയില്ല. അവർ അജാമിളിനോട് ഒന്നും പറയാതെ വിഷ്ണുദൂതന്മാർ തിരിച്ചുപോയി. അജാമിളുടെ ജീവിതത്തിൽ ഈ കാഴ്ച ഒരു വഴിത്തിരിവായി. അദ്ദേഹം ഉറപ്പിച്ചു, എന്ത്, ഇനി ഞാൻ ആ ഭഗവാനെ മറക്കില്ല. പണ്ടെങ്ങാണ്ടോ കുറച്ചു കാലം ഭഗവാന്റെ നാമം ജപിച്ചു, പിന്നീടുള്ള കാലം ആ ഭഗവാനെ മറന്ന് ഞാൻ കഴിഞ്ഞു. ഇപ്പം തനിക്കൊരു ആപത്ത് വന്നപ്പോൾ ആരും ഉണ്ടായില്ല. ആര് വന്നു? ആ ഭഗവാൻ ആളയച്ചു. ഇത് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നതാ, എന്ത്, ഞാനുണ്ടോ തൻ്റെ കൂടെ, താൻ എൻ്റെ വഴിക്ക് സഞ്ചരിക്കൂ, ഈ വക ചിന്തകളൊക്കെ ഒഴിവാക്കൂ, സ്വഭാവമൊക്കെ നേരെയാക്കൂ എന്ന് ഭഗവാൻ കാണിച്ചു തന്നതാ മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു? ഉറപ്പിച്ചു, ഇനി ഞാൻ വീഴില്ല. ഇനിയുള്ള കാലം ഞാൻ ഭഗവാന് വേണ്ടി ജീവിക്കുകയാണ്. ഇനിയുള്ള കാലം ഞാൻ ധർമ്മനുഷ്ഠിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാന്റെ നാമം ജപിച്ച് ജീവിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം എല്ലാം കണ്ട് എഴുന്നേറ്റു, വടിയൊക്കെ കുത്തിപ്പിടിച്ച് പോയി. അങ്ങനെ ഗംഗാതീരത്തെത്തി. അവിടെ ഇരുന്നു നാമം ജപിച്ചും കൊണ്ട് നദിയിൽ മുങ്ങി. നാരായണ, ഞാൻ അച്ഛനെ നോക്കിയില്ല. നാരായണ, ഞാൻ അമ്മയെ നോക്കിയില്ല. നാരായണ, ഞാൻ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച പത്നിയുടെ കെട്ടുതാലി പൊട്ടിച്ചില്ലേ. നാരായണ, എൻ്റെ മക്കളുടെ കഥ എന്താ, ഞാൻ നോക്കിയില്ല. ഇങ്ങനെ നാമം ജപിച്ച് മുങ്ങി അദ്ദേഹം ഹൃദയം ശുദ്ധാക്കി. എങ്ങനെ മുങ്ങി? ഹൃദയം ശുദ്ധാക്കി നാമജപത്തിലൂടെ. അങ്ങനെ അനവധി നാമം ജപിച്ച് ഹൃദയം ശുദ്ധമായി അങ്ങനെ മുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി? അപ്പോഴാണ് മുക്തി കിട്ടിയത്. അങ്ങനെ പഴുത്ത പഴമായിട്ട് അജാമിളൻ അങ്ങനെ ജ്വലിച്ചും കൊണ്ടിരിക്കുകയാണ് ഗംഗയുടെ തീരത്ത്. ഭഗവാൻ പറഞ്ഞു, ഇനി വിട്ടോളൂ, ഇനി ആ വിമാനം പോട്ടെ, ഇനിയിപ്പോൾ അയാളെ കൊണ്ടുവരാം. ആദ്യം പാർഷദന്മാരെ വിട്ടത് എന്തിനാ? അത് പരീക്ഷ എഴുതിയതാ. ഇപ്പം അയാൾ പാസ്സായി, ഇനി കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഭഗവാൻ വിട്ടു. ആ വിമാനത്തിലേക്ക് ആര് കയറി? അജാമിളൻ കയറി. അങ്ങനെ അജാമിളൻ വൈകുണ്ഠത്തിലെത്തി. ഒരു നാമം കൊണ്ട് എത്തിയെന്ന് വിചാരിച്ചാൽ ആ ഒരു നാമം വഴിയാണ്, അത് എൻട്രൻസ് ആണ്, അത്രയേ ഉള്ളൂ. പിന്നെ അനവധി നാമം ഭഗവാൻ അയാളെ കൊണ്ട് ജപിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാപം നീക്കി ശുദ്ധമാക്കിയിട്ട് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് അജാമിളോപാഖ്യാനം, നാമമഹിമ. പിന്നീട് കഥകൾ വർണ്ണിക്കുകയാണ്, പഴയ കഥ തന്നെ, പ്രജദസ്സുകളുടെ കഥ. അവർ വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്ക് ദക്ഷൻ വരായിട്ടൊരു ഉണ്ണി ഉണ്ടായി. ആ ദക്ഷൻ അസിഗ്നിയെ വിവാഹം കഴിച്ചു. അതിൽ കുറച്ച് മക്കളുണ്ടായി. അവർ ഭഗവാനെ സേവിക്കാനായിട്ട് പുറപ്പെട്ടു. നാരദ മഹർഷി കണ്ടു, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അല്ലയോ കുട്ടികളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കുസൃതി ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറയോ? കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർക്ക് ഇഷ്ടാവുമല്ലോ. പക്ഷെ അത് കുസൃതിയാണോ ചോദിച്ചത്? വേദാന്തമാണ്. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ അതിൽ വലിയ യുക്തി ഉണ്ടാവില്ല, എന്നാൽ ഒരു തമാശ ഉണ്ടാവും. അങ്ങനെയുള്ള ചോദ്യം ചിലൊക്കെ ചോദിക്കാറുണ്ട്. തിരുമേനി, ഏറ്റവും തണുപ്പുള്ള അക്ഷരം ഏതാ? തണുപ്പുള്ള അക്ഷരം ഇംഗ്ലീഷ് ആൽഫബറ്റിൽ തണുപ്പുള്ള അക്ഷരം ബി ഏതാ? അങ്ങനെ അത് AC നടുക്കല്ലേ? ABC, B എവിടെയാ? നമുക്കൊന്ന് കൊടുക്കാനൊക്കെ തോന്നും, പിന്നെ കുട്ടിയല്ലേ. വിജാതി ചോദ്യമാണെന്ന്, കുസൃതി ചോദ്യം ഒന്നുമില്ല ഇപ്പം അതിൽ, എന്നാലും തമാശ അത്രയേ ഉള്ളൂ. നായക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാ ഇംഗ്ലീഷിൽ? L ഏതാ? മനസ്സിലായില്ലേ? ജാതി ഓരോ ചോദ്യമാണ്. ഏറ്റവും നീളം കൂടിയ അക്ഷരം ഏതാ ഇംഗ്ലീഷിൽ? Q. ക്യൂവിന് നല്ല നീളല്ലേ? അതേപോലെ ഒന്നും ഉണ്ടാവില്ല, എന്നാലും തമാശ. ഇതുപോലുള്ള ചോദ്യമാണ് ആര് ചോദിക്കുന്നത്? നാരദ മഹർഷി കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ഉത്തരം ഇങ്ങനെയുള്ള കുസൃതിയല്ല, വേദാന്തം. കുറച്ചൊരു വിവരമുള്ളവനും കുറച്ച് ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചവർക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. കുട്ടികളെ, രണ്ട് ഭാഗത്തേക്ക് ഒഴുകണ നദി നിങ്ങൾക്കറിയോ? ഒരു പുരുഷൻ മാത്രമുള്ള രാഷ്ട്രം നിങ്ങൾക്കറിയോ? ഇടയ്ക്കിടയ്ക്ക് വേഷം മാറുന്ന സ്ത്രീയെ നിങ്ങൾക്കറിയോ? ഒരു വേശ്യാ സ്ത്രീ ഉണ്ട്, അവൾക്കൊരു ഭർത്താവുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവരുത്തരം പറഞ്ഞു. രണ്ട് ഭാഗത്തേക്ക് ഒഴുകണ നദി ഈ പ്രപഞ്ചമാണ്, ജനനം മരണം. ഇതാണ് രണ്ട് നദി, രണ്ട് ഭാഗത്തേക്ക് ഒഴുകണ നദി. ആശുപത്രിയിൽ പോയാൽ കാറിൽ ഇങ്ങനെ വരുന്നത് കാണാം പ്രസവിക്കാൻ. വേറൊരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതും കാണാം. ഇത് രണ്ടും ഉണ്ട് ഒരു സ്ഥലത്ത് തന്നെ. ഒരു പുരുഷൻ മാത്രമുള്ള രാഷ്ട്രം, അത് ഈ പ്രപഞ്ചം. അതിൽ ചൈതന്യമാണ് ആ പുരുഷൻ. നമ്മുടെ ശരീരം നോക്കിയ ശരീരമാണ് രാഷ്ട്രം, അതിൽ ചൈതന്യം ഈശ്വരൻ, അതാണ് പുരുഷൻ. ഇടയ്ക്കിടയ്ക്ക് വേഷം മാറുന്ന സ്ത്രീ, അത് മനസ്സാ. മനസ്സ് രാവിലെ പറഞ്ഞതല്ല ഉച്ചയ്ക്കുള്ളത് രാവിലെ വൈകുന്നേരം. അപ്പം നല്ല ഓരോന്ന് പറയും, ഇരിക്കണത് കേൾക്കണം, ഭാഗവതം കേൾക്കന്നെയാണ് വേണ്ടത്, ശരിയാട്ടോ, ഇത് പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്നൊക്കെ അപ്പം പറയും. ഊണ് കഴിഞ്ഞാൽ പറയും വീട്ടിൽ പോകാമല്ലോ. മനസ്സന്നെയാ വേഷം മാറിക്കൊണ്ടിരിക്കും. വൈകുന്നേരം 5:45 വന്നാൽ പോയി നോക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മനസ്സ്. ഇടയ്ക്കിടയ്ക്ക് വേഷം മാറുന്ന സ്ത്രീ മനസ്സ്. ഒരു വേശ്യാസ്ത്രീ ഉണ്ട്, ഭൂമി. എല്ലാവരും എൻ്റെ എന്നേ പറയുള്ളൂ അവളെ. അതുകൊണ്ടാണ് അവളെ അങ്ങനെ പറയാൻ കാരണം. എന്നാൽ ശരിക്കും അവളുടെ ഭർത്താവ് ആരാ? അതാ ഭഗവാനാണ്, അതാണ് ഭർത്താവ്. ഇങ്ങനെ അവർ ഉത്തരം പറഞ്ഞപ്പോൾ നാരദ മഹർഷി ചോദിച്ചു, നിങ്ങൾക്ക് സന്യസിക്കാൻ മോഹമുണ്ടോ? ഉണ്ട്, എന്നാൽ പോരൂ എന്ന് പറഞ്ഞാൽ അത്രയും പേരെ എന്ത് ചെയ്തു? നാരദ മഹർഷി സന്യാസിമാരാക്കി. ദക്ഷിണ ദേഷ്യവും വന്നു, തൻ്റെ മക്കളെ മുഴുവൻ മതം മാറ്റി. ദേഷ്യം വരില്ലേ? പിന്നെ എത്ര മണി മക്കൾ അദ്ദേഹത്തിന് ഉണ്ടാവും? അങ്ങനെ വീണ്ടും അദ്ദേഹം സൃഷ്ടിച്ചു കുറേ കുട്ടികൾ. അവരോട് പ്രത്യേകം പറഞ്ഞു നാരദ മഹർഷിയുടെ അടുത്തേക്ക് പോകരുതെന്ന്. അവർ കണ്ടുപിടിച്ചു നാരദ മഹർഷി.
നാരദ മഹർഷി അവരോട് ചോദിച്ചു, ഏട്ടന്മാർ പോയ വഴിക്ക് പോകണോ? ആ, അവരെയും മതം മാറ്റി. അതോടുകൂടി ദക്ഷനുണ്ടായ ദേഷ്യം നാരദ മഹർഷിയെ ശപിച്ചു. ഒരു ഭാഗത്തിരിക്കാൻ പറ്റാണ്ട പോട്ടെ എന്ന് നാരദ മഹർഷി പറഞ്ഞ സന്തോഷം, എനിക്കൊരു ഭാഗത്തിരിക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ നടന്ന കഥ പറഞ്ഞിരിക്കാനാണ് ഇഷ്ടം. നന്നായി. ഒരു ഭാഗത്തിരിക്കുമ്പോൾ അവരായിട്ട് ബന്ധം ഉണ്ടാവില്ലേ? ബന്ധം ഉണ്ടായാൽ പിന്നെ പ്രയാസമാണ്. അവർക്കുള്ള വിഷമം നമ്മുടെയും വിഷമമായിട്ട് മാറും. ഇതിപ്പം ആരോടും ബന്ധം ഉണ്ടാവില്ലല്ലോ. തനിക്ക് കിട്ടിയ ശാപം പോലും അനുഗ്രഹമായിട്ട് കണക്കാക്കി ആ നാരദർ. പിന്നീട് ഉണ്ടായത് 60 പെൺകുട്ടികളാണ് ദക്ഷന്. ആ 60 പെൺകുട്ടികളെ പലർക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അതിലെ 13 പേരെ വിവാഹം കഴിച്ചു കൊടുത്തത് കശ്യപ പ്രജാപതിക്കാണ്. അതിൽ 2 പേരാണ് ദിതി, അതിഥി. ആദ്യത്തെ ദിവസം നമ്മൾ ലേശം അവരെ പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. ദിതിയുടെ മക്കളാണ് ദൈത്യന്മാർ, അവരെ നമ്മൾ അസുരന്മാർ എന്ന് പറയും. അതിഥിയുടെ മക്കളാണ് ആദിത്യന്മാർ, അവരെ നമ്മൾ ദേവന്മാർ എന്ന് പറയും. ദേവന്മാരിൽ ഒരുവനാണ് തൊഷ്ടാവ്. ആ തൊഷ്ടാവ് അസുര സ്ത്രീയായ രചനയെ വിവാഹം കഴിച്ചു. ആദ്യത്തെ ഇന്റർകാസ്റ്റ് കല്യാണം വലിയ വിഷയമായി. 2 കൂട്ടരും അവരെ സ്വീകരിച്ചില്ല. അവസാനം 2 പേരും കൂടി ഇവിടെ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി അങ്ങനെ താമസിച്ചു. അങ്ങനെ അവർക്കൊരു ഉണ്ണിയുണ്ടായി. തൊഷ്ടാവിന് രചനയിൽ ഒരു മകൻ, ദേവന് അസുര സ്ത്രീയിലൊരു മകൻ. അതാണ് വിശ്വരൂപൻ. എന്താ പേര്? ആ വിശ്വരൂപൻ ദേവന്മാരുടെ ഗുരുവായി. അത്ഭുതം എന്താ ചോദിച്ചാൽ, വിശ്വരൂപൻ്റെ അമ്മയാരാ? അസുരസ്ത്രീ. അസുരസ്ത്രീയുടെ മകൻ ദേവന്മാരുടെ ഗുരുവായി. അത്ഭുതാവില്ലേ? പരീക്ഷിച്ച് ചോദിച്ചു, എങ്ങനത്? ഇന്ദ്രനാണെങ്കിൽ അഹങ്കാരി, ആടെ മുന്നിൽ തല താഴ്ത്താത്ത ആളാ. അയാൾ ഈ വിശ്വരൂപനെ ഗുരുനാഥനാക്കിയത് എങ്ങനെ ചോദിച്ചു. അപ്പോൾ ഉത്തരമായിട്ട് പറഞ്ഞു, അവിടെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നല്ലോ ആദ്യം. ആര്? ബൃഹസ്പതി. ആ ബൃഹസ്പതിയെ ഇന്ദ്രൻ അപമാനിച്ചു. ഒരിക്കൽ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ബൃഹസ്പതി അങ്ങനെ അനുഗ്രഹിക്കാൻ വരുമായിരുന്നു. ഇന്ദ്രൻ അപ്സര സ്ത്രീകളെ നൃത്തം കണ്ട് അമൃതം കുടിച്ചിരിക്കുന്ന സമയത്ത് ഗുരുനാഥൻ വാത്സല്യത്തോടെ വരികയാണ് തൻ്റെ ശിഷ്യനെ അനുഗ്രഹിക്കാമെന്ന് കരുതിയിട്ട്. ഇന്ദ്രനത് ഇഷ്ടമായില്ല. ഇനിയിപ്പോൾ TV ഓഫാക്കണ്ടേ, ഗുരുനാഥന് വരാൻ കണ്ട സമയം എന്നങ്ങനെ ഗുരുനാഥനെ നിന്ദിച്ചു. അടുത്തേക്ക് വന്ന സമയത്ത് നോക്കാണ്ടിരുന്നു, എണീക്കാണ്ടിരുന്നു. ഗുരുനാഥന് മനസ്സിലായത്, ഓ കുറച്ച് അവസ്ഥയിലിരിക്കുക, അതങ്ങോട്ട് ശരിയാവട്ടെ എന്ന് കരുതി അദ്ദേഹം തിരിഞ്ഞങ്ങോട്ട് പോയി. ഗുരുത്വം അങ്ങോട്ട് പോയാൽ പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ ലഘുത്വം ചുരുങ്ങി ചുരുങ്ങി വരാൻ തുടങ്ങി. പാരിജാതമുണ്ടായിട്ടും അമൃത കയ്യിലുണ്ടായിട്ടും എന്ത് ചെയ്താലും അപകടമാവുക. ദേവാസുര യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവസാനം വിഷമിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്ന് പരാതി പറഞ്ഞു, വിഷമം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഗുരുനാഥൻ ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അസുരന്മാർ ജയിക്കാൻ കാരണം അവർ കുറച്ച് മോശക്കാരാണെങ്കിലും ഗുരുഭക്തി നല്ലോണം ഉണ്ട്, അതുകൊണ്ട് അവർ തന്നെ ജയിക്കുള്ളൂ. തനിക്ക് ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തൻ്റെ ഗുരുനാഥനായ ബൃഹസ്പതിയെ പോലെ യോഗ്യനായിട്ടൊരാളെ ഗുരുനാഥനാക്കണം. അങ്ങനെ ഒരാളുള്ളത് ചോദിച്ചു. അങ്ങനെ ഒരാളുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ മതി കേട്ടോ, നല്ലോണം ആലോചിച്ചിട്ട് മാത്രം. ആരാത്? നീ പണ്ട് ഇറക്കി വിട്ടില്ലേ ആരെ? തൊഷ്ടാവിനെ. ആ അസുരസ്ത്രീയെ കല്യാണം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അയാൾക്കൊരു മകൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അയാൾ പഠിത്തമൊക്കെ കഴിഞ്ഞു, PhD ഒക്കെ കഴിഞ്ഞിരിക്കുക. വേണമെങ്കിൽ അയാളെ പിടിച്ച് ഗുരുനാഥനാക്കാം. നല്ലോണം ആലോചിച്ചിട്ട് മതി. അസുരസ്ത്രീയുടെ മകനാണ്, ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട, പക്ഷെ യോഗ്യനാണ്. അസുരസ്ത്രീയുടെ മകനൊന്നും ഞാൻ ഗുരുനാഥനാക്കില്ല. വേറെ വഴിയുണ്ടോ? വേറെ വഴിയില്ല. എന്നാൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞങ്ങോട്ട് പോയി. നേരെ ഭൂമിയിലേക്ക് വന്നു. തൊഷ്ടാവിനെ കണ്ടു. എന്തൊക്കെ പറയണം, നമ്മൾ ഏട്ടനും അനിയനും അല്ലടോ. ആരോട്? അന്ന് കല്യാണം കഴിച്ച് വന്നപ്പം വീട്ടിലേക്ക് കേട്ട ആളാണ്, പറഞ്ഞു വിട്ട ആളാ. ഇപ്പോൾ ഏട്ടനും അനിയനും അല്ലേ, എന്തായി മകൻ്റെ പഠിപ്പ് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് പഠിപ്പ് കഴിഞ്ഞ ആൾ വരുന്നുണ്ട്. വിശ്വരൂപനെ കണ്ടപ്പോഴേക്ക് തൊഴുത്ത് നമസ്കരിച്ചു. വിശ്വരൂപൻ പറഞ്ഞു, വല്യച്ഛ അങ്ങ് എന്നെ നമസ്കരിക്കരുത്, ഞാൻ അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അല്ലല്ല, നമ്മൾ നോക്കുക പ്രായമല്ല അറിവാ. എന്താണ്? പ്രായം കൊണ്ട് ഞാൻ നിന്നെക്കാൾ വലുതായിരിക്കും, പക്ഷെ അറിവ് കൊണ്ട് നീ എന്നെക്കാൾ വലുതാ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു. നുള്ളെന്ന് പറയലിട്ടോ, അതൊക്കെ പതപ്പിക്കുകയാണ്. തൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പിങ്ങാണ്. അവിടെ വെച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നിനക്ക് ഗുണമുള്ള കാര്യമാണ്. അവിടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ട്, എൻ്റെ പുരോഹിതനായിട്ടിരിക്കുക. ധാരാളം ശമ്പളം കിട്ടും, ഭക്ഷണവും താമസമൊക്കെ ഫ്രീ, പാരിജാതം, അപ്സര സ്ത്രീകൾ, പിന്നെ അമൃത്. എന്താ അവിടുത്തെ കഥ? കൈ നിറയെ കാശ് വരില്ലേ ചോദിച്ചു. വിശ്രവം പറഞ്ഞു, എനിക്ക് മോഹമില്ല. പൗരോഹിത്യം വികർഹിതം. ഞാനും അച്ഛൻ്റെയൊക്കെ സമ്പ്രദായം എന്താ വെച്ചാൽ യാദൃശ്ചികമായിട്ട് കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു കൂടും, അത്രയേ ഉള്ളൂ. ഞങ്ങൾ വൈകുന്നേരത്തേക്ക് എടുത്തു വയ്ക്കാറില്ല വല്യച്ഛ. എന്താണ്? പിന്നെ ഇപ്പം നാളത്തെ കാര്യം വൈകുന്നേരത്തേക്ക് എടുത്ത് വയ്ക്കുക. ഉച്ചയ്ക്കുള്ള കഴിക്കും, കഴിഞ്ഞു. വൈകുന്നേരം ആലോചിക്കുക, അല്ലാതെ എടുത്തു വയ്ക്കാറില്ല. അങ്ങനെയുള്ള എനിക്ക് സമ്പത്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? എനിക്ക് ആവശ്യമില്ല. പിന്നെ എനിക്കിതൊക്കെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ, സ്വർണ്ണനാണി എന്നൊക്കെ പറഞ്ഞാൽ ഗോമാംസത്തിന് സമാന. എന്താണ്? പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾക്കത് ഇഷ്ടമല്ല.
കാരണം ഇത് കിട്ടിക്കഴിഞ്ഞ് ഇനി വേണം എന്നുള്ള തോന്നലുണ്ടാവുക. ആർത്തി അങ്ങോട്ട് വന്നാൽ മനസ്സ് സമാധാനം നഷ്ടപ്പെടും, ഉറക്കുണ്ടാവില്ല, തപസ് നഷ്ടപ്പെടും, പിന്നെ സ്വസ്ഥത ഇല്ലാണ്ട് നരകിക്കും, മരിക്കും. ആഗ്രഹമില്ല. പൗരോഹിത്യം വിഗർഹിതം. അതുകൊണ്ട് അധ്വാനിച്ച് വല്ലവും നേടി വലിയ കുഴപ്പമില്ലാണ്ട് കഴിയാന്നല്ലാതെ അവിടെ വന്ന് പുരോഹിതനായിട്ടിരുന്ന് കാശുണ്ടാക്കാനൊന്നും മോഹം എനിക്കില്ല. പണ്ടൊരു പുരോഹിതൻ്റെ കഥ പറയും. ഒരു വീട്ടിൽ പണ്ടൊരു കൊട്ടാരത്തിൽ അവിടുത്തെ രാജ്ഞി എന്തോ അടുക്കളപ്പണി ചെയ്യുമ്പം കയ്യിൽ നിന്ന് ചട്ടി വീണു ഒരു പൂച്ചയുടെ തലയ്ക്ക്. പൂച്ച മരിച്ചു. രാജ്ഞിക്ക് വലിയ വിഷമമായി, താനൊരു പൂച്ചയെ കൊന്നില്ലേ. അവിടുത്തെ പുരോഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു, പുരോഹിത, ഒരബദ്ധം പറ്റി, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചട്ടി താഴത്തേക്ക് വീണു, അത് പൂച്ചയുടെ തലയിലായി പോയി, പൂച്ച മരിച്ചു, പാപമാണോ ചോദിച്ചു. പുരോഹിതൻ പറഞ്ഞു, വലിയ പാപം, പൂച്ചയെ കൊല്ലുക പറഞ്ഞു, അത്രയും വലിയ പാപം വേറെ ഉണ്ടോ? എന്തെങ്കിലും പ്രായശ്ചിത്തം? ഉണ്ട്, പ്രായശ്ചിത്തമുണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ 365 ബ്രാഹ്മണരെ വിളിച്ച് സദ്യ കൊടുക്കുക. എത്ര നല്ല കഥ തന്നെ. അത് പറ്റിയില്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. എന്താ വഴി? ഒരു ബ്രാഹ്മണന് 365 ദിവസം ഊണ് കൊടുക്കുക. ഇനി ആ ബ്രാഹ്മണൻ അന്വേഷിക്കാൻ പോണ്ട. ശരി, അതുമാത്രം പോരാ, ഒരു തട്ടാനെ ഏർപ്പാടാക്കണം. എന്നിട്ടോ ആ പൂച്ചയുടെ കനം നോക്കണം. ആ പൂച്ചയുടെ കനം നോക്കിയിട്ട് അത്ര കനത്തിൽ ഒരു സ്വർണ്ണപ്പൂച്ച ഉണ്ടാക്കി നല്ലൊരു ബ്രാഹ്മണന്. ഇനി പുറമെ അന്വേഷിക്കണ്ട, എനിക്ക് തന്നാൽ മതി. ശരി, അപ്പോഴേക്കും തട്ടാൻ വന്നു. ആ പൂച്ചയെ നോക്കി കനം നോക്കിയിട്ട് സ്വർണ്ണപ്പൂച്ച ഉണ്ടാക്കണ്ടേ. അയാൾ വന്ന് പൂച്ചയും തട്ടിയപ്പോഴേക്ക് പൂച്ച ഡീറ്റ് പോയി. അത് ചത്തില്ല, അത് ബോധം കെട്ടതാ. അത് എണീറ്റങ്ങോട്ട് പോയി. അപ്പോൾ ഈ തട്ടാൻ വലിയ സന്തോഷമായി. ഇപ്പോൾ രാജ്ഞി വിഷമിച്ചിരിക്കുകയല്ലേ. അദ്ദേഹം വന്ന് പറഞ്ഞു, അതേ രാജ്ഞി വിഷമിക്കണ്ട, പൂച്ച മരിച്ചിട്ടൊന്നുമില്ല, പാപമൊന്നുമില്ല, അത് നീറ്റ് പോയി എന്ന് പറഞ്ഞു. അത് നീറ്റ് പോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ രാജ്ഞിക്ക് സന്തോഷമായെങ്കിലും പുരോഹിതൻ സൈലൻ്റ് അറ്റാക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബോധം പോയി. തനിക്ക് ഒരു കൊല്ലത്ത് സദ്യ പോയി, ഒരു സ്വർണ്ണപ്പൂച്ച പോയി. ഇതാണ് പൗരോഹിത്യം വിഗർഹിതം. ആർത്തി വന്നാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല. അത് കേട്ടപ്പം പിന്നെ ഇയാളെ പ്രലോഭിപ്പിക്കാൻ പറ്റില്ല, മനസ്സിലായി. ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയൊന്ന് വരുമോ? എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഐശ്വര്യം ഉണ്ടാവാനാണ്. നീ എൻ്റെ ബന്ധുവല്ലേ, സഹോദരൻ്റെ മകനല്ലേ. ശരി, എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ, അല്ലാതെ കാശ് തരാം അത് തരാം ഇത് തരാമെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ആര് പോയി? വിശ്വരൂപം പോയി. അങ്ങനെ നല്ലൊരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രമാണ് നാരായണ കവചം. വളരെ ഗംഭീരമായിട്ടുള്ള ഭാഗമാണ്. കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട. അസ്ത്രങ്ങളൊക്കെ വരുമ്പം കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അണിയണ സാധനമാണ്. ഇവിടെ അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഗം, ദ്വേഷം, കാമം, ക്രോധം, ഇതൊക്കെയാണ്. എന്ത് രാഗദ്വേഷങ്ങളാകുന്ന അസ്ത്രങ്ങൾ വന്നാൽ കൊള്ളാണ്ടിരിക്കാനുള്ള ചട്ടയാണ് ഉദ്ദേശിച്ചത്. അവിടെ യുദ്ധത്തിന് പോകുന്ന ചട്ടയല്ല. ഇവിടെ നമ്മളെ ബുദ്ധിമുട്ടിക്കണത് എന്താ? അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. രാഗം, ദ്വേഷം, ഒന്നിനോട് ഇഷ്ടം, ചിലതിനോട് അനിഷ്ടം, ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം, കിട്ടാൻ വേണ്ടി ഏത് അധർമ്മവും ചെയ്യുക, ഇഷ്ടപ്പെടാത്ത അടുത്തേക്ക് വന്നാൽ അതും പ്രയാസം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലേശിക്കുന്നത്. ഇതൊക്കെ പോയി കിട്ടും, ഈ പ്രശ്നങ്ങളൊക്കെ മാറും. എപ്പോഴും ശാന്തി അനുഭവിക്കാം. ഈ നാരായണ കവച മന്ത്രം വായിച്ചാൽ കേട്ടാൽ അതാണ് ഫലം. മന്ത്രസിദ്ധി വരുത്തുക പറയും. നാരായണ എന്ന് പറയുമ്പോൾ ശാരദാ തിലകം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയും, സൂചിപ്പിക്കും. അത് മന്ത്രസിദ്ധി വരുത്തുക പറഞ്ഞാൽ അക്ഷരലക്ഷം ഉരുക്കഴിക്കുക. നാരായണ എന്നാണെങ്കിൽ 4 അക്ഷരങ്ങളാണെങ്കിൽ 4 ലക്ഷം ഉരു ജപിക്കണം. ജപിച്ചാൽ മാത്രം മതിയോ? പോരാ, അത് ജപിക്കേണ്ടത് ശ്രദ്ധയോടുകൂടി വേണം. കരാറെടുത്ത പോലെയല്ല, വളരെ ശ്രദ്ധിച്ച്. കൂടും ചെയ്യേണ്ട, കുറയും വേണ്ട, കൃത്യം 4 ലക്ഷം. അതിൽ 10-1 ഹോമിക്കണം ഇഷ്ടദ്രവ്യം കൊണ്ട്. അപ്പോൾ 40,000 ഉരു ജപിച്ച് ഹോമിക്കണം. അത് മാത്രം മതിയോ? പോരാ, അതിൽ 10-1 എന്ന് പറഞ്ഞാൽ 4,000 ബ്രാഹ്മണരെ വിളിച്ച് നേരത്തെ പറഞ്ഞ പോലെ കാല് കഴുകിച്ച് ഊട്ട് ആണ്. ഈ നാമം ജപിച്ചിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. ഇത്രയും ചെയ്താലാണ് മന്ത്രസിദ്ധി വരുത്തുക എന്ന് പറയുക. അതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രയാസം തന്നെയാണ്, ഇതൊന്നും സാധിക്കില്ല. പക്ഷെ ഒന്ന് പറയട്ടെ, ഈ അധ്യായം വായിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈ അധ്യായം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്താൽ അവർക്കും ഇതേ ഫലം കിട്ടുക. അതാണ് നാരായണ കവചത്തിൻ്റെ മഹിമ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം
സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. നന്ദകുമാര നവനീത ചോര ശരണം മേ തവ ചരണയുഗം. ഹരിശരണം മേ തവ ചരണയുഗം. ഹരിശരണം മേ തവ ചരണയുഗം.